പിന്നെ വീടില്ല, ഞാനിപ്പോൾ ലോഡ്ജിലാണ് താമസിക്കുന്നത്. ഞാൻ ലോഡ്ജിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു 6 വർഷത്തിലേറെ. സാധാരണക്കാരനായിട്ട് ജനിച്ച് സാധാരണക്കാരനായിട്ട് ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം. ഷിബു കിള്ളിപ്പാലം എങ്ങനെ മരിച്ചു, ഇതിനൂടെ പോയി, ആരൊക്കെ പോയി, എങ്ങനെയാണ് കടിച്ചത്, കഴിഞ്ഞിട്ട് ഒരു വള്ളി തട്ടി ഞാൻ രാത്രി 1 മണിയായി, കാലിൽ വള്ളി തട്ടി ഞാൻ കമന്ന് വന്ന് പോയി. അപ്പൊ എന്റെ ഡ്രൈവറിന്റെ അടുത്ത് പുള്ളിക്കാരൻ വേറെ പറഞ്ഞ ചോദിക്കും, നല്ല അടിച്ചിരിക്കുകയാണല്ലേ, നല്ല സെറ്റായിരിക്കുകയാണ്. ഞാൻ ഇന്നലെ കണ്ടുപിടിച്ചിട്ടില്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഞാൻ പഠിച്ചതിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒറ്റ ജീവികളുള്ളത്, എല്ലാവരും ഞാൻ പറഞ്ഞ ചില വൃത്തികെട്ട മനുഷ്യർ. കേരളത്തില് ഒരുപാട് അനാവശ്യ ചെലവുകളാണ് വനം വകുപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അനാവശ്യമായ ചെലവുകൾ, ഒരാവശ്യമില്ല. ഇപ്പൊ രാവിലെ ഒരു പാമ്പിനെ പിടിക്കാൻ നമ്മൾ ഒരു ജീപ്പ് എടുത്ത് 2 വാച്ചർമാരെ കയറ്റി ഒരു FSFOയും കയറി ഒരാളും കൂടി ഡ്രൈവറും കയറി രാവിലെ ഇങ്ങനെ കറങ്ങി നടക്കണം. ഫീൽഡിൽ എന്തുകൊണ്ട് അവർ പോകുന്നില്ല? കാട്ടിനകത്ത് നിന്ന് എത്രയും മൃഗങ്ങളും നാട്ടിലേക്ക് വരുന്നു. ഈ നാട്ടിൽ അതിനകത്ത് എന്തെങ്കിലും സംവിധാനങ്ങളുണ്ട്? ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇതൊന്നും പാഴ് ചെലവാണെന്ന്. ഹായ് ഹലോ പോഡ്കാസ്റ്റിന്റെ നമ്മളെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ കൂടെ നിന്നുള്ളത് ഒരു അതിഥിയാണ്. അതിഥി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരാളടുത്താണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ സ്വന്തം വാവ സുരേഷ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ. തിരുവനന്തപുരത്താണ് സ്വദേശം? അതെ, തിരുവനന്തപുരത്ത് ശ്രീകാര്യം. ഒരു 35 വർഷം വരുമായിരിക്കും ഈ പാമ്പ്? കൂടുതൽ വരും. ആദ്യമായിട്ട് പാമ്പിനെ കണ്ടത് എപ്പോഴാണ്? അല്ലെങ്കിൽ പാമ്പ് എന്നൊരു പാമ്പ് പിടുത്തം അല്ല, അങ്ങനെ ഒരു സംഭവം വന്നില്ല, എന്നാലും ആദ്യമായിട്ട് തുടങ്ങിയത് എപ്പോഴാണ്? എനിക്ക് ഒരു 13-14 വയസ്സ് കാലഘട്ടം. 13-14 UP കാലഘട്ടം. ചെറുകിൽ UPS, ഗവൺമെന്റ് UPS. എന്താണ് അനുഭവം? ചെറുകിൽ UPS ആണ് പഠിച്ചത്. ഹൈസ്കൂൾ, മെഡിക്കൽ ഹൈസ്കൂളാണ്. അപ്പോൾ പണ്ട് നമ്മളെ കലാമണിച്ചേട്ടൻ പറഞ്ഞ പോലെ സ്കൂളിൽ നിർത്തി തന്നെ പോകുന്നൊരു സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല. 10 ദിവസം സ്കൂളിൽ പോയാൽ 10 ദിവസം ജോലിക്ക് പോയി. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാലഘട്ടങ്ങളിൽ പിന്നെ ഞാൻ ചെറുപ്പം മുതലേ ലേബർ പണിക്ക് പോയ ആളാണ്. 5 രൂപ ശമ്പളത്തിന് പണിക്ക് പോയ ആളാണ്. അങ്ങനെയൊക്കെ പാടും പറമ്പോട്ടൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്താണ് ഞാൻ സ്കൂളിൽ പോകാതെ ഒരു പറമ്പിൽ, എൻ്റെ സുഹൃത്തിൻ്റെ വീടിൻ്റെ പുറകിൽ ഒരു പറമ്പിൽ പാത്തിരിക്കുന്ന സമയത്ത് എന്തോ ഒരു കുഞ്ഞൻ അതിഥി എഴഞ്ഞു പോയി. ഞാൻ ചെറിയ വടിയെടുത്ത് ഞാൻ തട്ടിയപ്പോൾ അതിങ്ങനെ എണീറ്റുന്നു. അത് എണീറ്റിരിക്കുന്നത് ചേരയാണോ മുറുക്കാണോ നമുക്കല്ല, അന്നത്തെ ചെറുപ്പത്തിൽ ഇതൊന്നും അറിയില്ല. അപ്പം ഞാൻ കുറച്ച് നേരം അങ്ങനെയൊക്കെ അനങ്ങിയപ്പോൾ അത് അനങ്ങി അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് ഇതിലെന്തോ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന്. അപ്പം അന്ന് നമുക്ക് പ്ലാസ്റ്റിക്കുകളില്ല. അന്ന് പ്ലാസ്റ്റിക് നമ്മൾ ഹോർലിക്സിൻ്റെ ബോൺവിറ്റിൻ്റെ കുപ്പിയുടെ അടപ്പുകൾ മാത്രം, കണ്ണാടിയുടെ അടപ്പുകൾ മാത്രമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ തിരക്കി കിടന്ന സമയത്ത് തോട്ടിലൊരു കുപ്പി കിടന്നു, ഗ്ലാസ് കണ്ണാടി കുപ്പി കിടന്നു. ഞാൻ അതിനകത്ത് തന്നെ തട്ടി അങ്ങനെ കമ്പോച്ചൊക്കെ അതിനകത്ത് കയറ്റിയിട്ട് ഈ മാറാൻ എന്നൊരു സാധനമുണ്ട്, ചേമ്പ് അതിൻ്റെ ഇല വെച്ച് എൻ്റെ വാമൂടി കെട്ടിയിട്ട്, എൻ്റെ കുപ്പിയുടെ വാമൂടി കെട്ടി വാഴവള്ളി വെച്ച് കെട്ടിയിട്ട് ഈർക്കിൽ വെച്ച് ഹോളിട്ട് ആണ് എൻ്റെ ആദ്യത്തെ തുടക്കം. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നെ ആൾക്കാരെന്നെ തല്ലിക്കൊല്ലാൻ വിളിക്കുമായിരുന്നു പാമ്പിനെ. എൻ്റെ ചെറുപ്പം മുതൽ തല്ലിക്കൊല്ലാൻ വിളിക്കുക പല ആൾക്കാരും പാമ്പിനെ. ആ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഒരു ചെറിയ കാലഘട്ടത്തിൽ ഞാൻ പാമ്പിനെ തല്ലിക്കൊന്നിട്ടുണ്ട് ഒരുപാടൊന്നുമല്ല. എന്താ പറയുക, ഒരു ജോർജ് തോമസ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുടെ വീട്ടിൽ, ജോർജ് സാറിൻ്റെ വീട്ടിൽ പാമ്പിനെ കണ്ടപ്പോൾ, ഒരു പശു പാമ്പിനകത്ത് കണ്ടപ്പോൾ എന്നെ വിളിച്ച് ഞാൻ പോയി അടിച്ചു വന്നപ്പോൾ എനിക്ക് അധികം ഒരു പിറ്റേന്ന് സന്ധ്യ രാത്രിയായിരുന്നു സംഭവം. പിറ്റേന്ന് രാവിലെ അത് ഒരു ചെറിയ കവറിലിട്ടൊരു ഒരു ചെറിയ സംഭവം എനിക്ക് കൊണ്ടുവന്നു. ഞാൻ നോക്കിയപ്പോൾ അന്നത്തെ 100 രൂപ 200 രൂപയായിരുന്നു, ഇത്രയും വർഷം. അപ്പൊ ഇന്നത്തെ ഒരു 2 ലക്ഷം രൂപയുടെ വിലയാണ്. അപ്പൊ എനിക്ക് പാവാനെ, അപ്പൊ ഇതിലെന്തോ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ പുള്ളി ഞാനൊരു വീരസാഹസികമായിട്ടാണ് അവർ കാണുന്നത്. ഒരു 10-40 പശുക്കൾ നിൽക്കുന്നതിൻ്റെ നടുക്ക് പുൽക്കൂട്ടിനകത്താണ് ഞാൻ തല്ലിക്കൊല്ലുന്നത്. അപ്പോൾ അത് ആദ്യത്തെ കാലഘട്ടം. പിന്നെ എനിക്ക് ഇതിനൊന്ന് പഠിച്ചാൽ കൊള്ളുന്നത്. അപ്പോൾ വീടിനെ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ അയൽവക്കത്തുള്ള വീട്ടിൽ ഒരു കിണറ്റിൽ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അവരെന്നെ വിളിച്ച്, ഞാൻ 45 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അതിലെല്ലാം പിറക്കി കയറ്റി തള്ളയെടുത്തു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് സലീം എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ അലമാരയുടെ ഇടയിൽ മുറുക്കൻ പാമ്പിരുന്നു. ഞാൻ അതിനെപ്പോയി പിടികൂടി കുപ്പിയിലാക്കില്ല, കയ്യിൽ എങ്ങനെ ഉണ്ടെന്ന് എൻ്റെ അനിയത്തെ കാണിക്കാണ്ട് വരുമ്പോഴാണ് എൻ്റെ കയ്യിൽ കടി കിട്ടുന്നത്. ആദ്യത്തെ കടിയതായിരുന്നു ഈ കടിയതായിരുന്നു. അങ്ങനെ ഞാൻ ആ കടിയോടുകൂടി ഹോസ്പിറ്റലൈസിലായി. മുന്നേ അവരോട് പാമ്പിനെ പിടിക്കുന്നുണ്ട്, പക്ഷെ അതിന് കണക്കുകളൊന്നുമില്ല. അപ്പൊ അത് കാലഘട്ടം നമ്മൾ എഴുതി വെക്കുന്ന ഒരു കാലഘട്ടമല്ല, അന്നൊരു ക്രൈസ്. പിന്നെ എനിക്ക് ഇതിനെ ഒന്ന് പഠിക്കണമെന്ന് തോന്നി. കാരണം ഞാൻ ക്ഷേത്രത്തിൽ പോകുന്ന ഒരാളാണ്. ക്ഷേത്രത്തിൽ മാത്രമല്ല, ഞാൻ പിന്നെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴേ പുണ്യാളൻ എന്ന് പറഞ്ഞ പുണ്യാളച്ചൻ്റെ ഒരു ബുക്ക് വായിച്ചപ്പോൾ അതിലും പാമ്പിന്റെ സാന്നിധ്യം പറയുന്നത്. പക്ഷെ അത് പാമ്പല്ല, അത് വ്യാളിയായിരുന്നു. അതൊരിക്കലും പാമ്പുകളെ കൊല്ലാൻ വേണ്ടി മാത്രം ജനിച്ച ഒരു രാജാവിന്റെ കഥയാണ് പറയുന്നത്. പക്ഷെ അതല്ല, അതൊരു വേളി എന്ന് പറഞ്ഞ ജീവിയായിരുന്നു, വ്യാളി. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് പഠിക്കണമെന്ന് അങ്ങനെ ഞാൻ ഇതിനോടൊപ്പം രാത്രി പകലൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് കിട്ടുന്ന അതിലൊക്കെ പിടികൂടി കൊണ്ടുവച്ച് പഠിച്ച് എങ്ങനെ കടിക്കുന്നു എങ്ങനെയാണെന്ന് നോക്കി അങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നത്. അല്ലാതെ ഒരു ബുക്കും വായിച്ചിട്ടോ എനിക്ക് മുന്നിലോട്ട് ആരുമില്ല. ഞാനൊക്കെ വരുന്ന സമയത്ത് കേരളത്തിൽ അപൂർവമായിട്ട് ഷംഷുക്ക, ബൈജുമാഷ്, അങ്ങനെ വളരെ അപൂർവം പേര്, ബാമ്പു വേലായുധൻ ചേട്ടൻ, അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഒരു 10-12 പേർക്ക് താഴെ കേരളത്തിലുള്ള. തിരുവനന്തപുരത്ത് ആരുമില്ല. തിരുവനന്തപുരത്ത് ആ സമയത്ത് ഉണ്ടെന്ന് പറയാനായിട്ട് എനിക്ക് രാജ്കുമാർ, വിശാൽ രാജ്കുമാർ എന്ന ആൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് അതിന് ശേഷം വന്നവരാണ്. പിന്നെ ഇത് മേശരി പണിയും ഇതുകൊണ്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റാതിരുന്ന നല്ലൊരു മേശരിയായിരുന്നു. അതിൻ്റെ മേശരി ഞാൻ സ്വന്തമായിട്ട് പൊക്കി പറയില്ല, ഒരുപാട് പണിക്കാരുണ്ടായിരുന്നു, എനിക്ക് സെൻട്രിങ്ങിൻ്റെ പണിയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇതിനോടൊരു ഭ്രമം തോന്നിയപ്പോൾ ഞാൻ പണിക്കാരെ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ
അപ്പോൾ അവിടെ പണി നടക്കുന്നില്ല. അപ്പോൾ അവരുടെ പരാതി, പിന്നെ ഞാൻ റേറ്റിനെടുക്കുന്ന പണിയിൽ എനിക്ക് നഷ്ടം വരുന്നു. അങ്ങനെയാണ് ഞാൻ അത് ഒഴിവാക്കി ഇതിലേക്ക് ഫുൾ ടൈം ഇറങ്ങി. അല്ല, അത് ഒഴിവാക്കി ഇപ്പൊ വിഷമമുണ്ടോ? പിന്നെ നല്ല വിഷമമുണ്ട്. കാരണം വെച്ചാൽ ഇത് കൊണ്ട് നടന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതിൽ കൊണ്ട് നടന്നതിന് എന്താ പ്രത്യേകിച്ച് കാര്യമുള്ളത്? ഇപ്പം ഞാൻ മെനിങ്ങാമത്തെ രാത്രി ഞാൻ നിങ്ങളെ മുന്നിൽ ഇരിക്കുന്നതിന് മുന്നേ മെനിങ്ങാമത്തെ രാത്രി 1 മണിക്ക് എന്നെ ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്തുനിന്ന് വർക്കല ഞാൻ ഇവിടെ നിന്ന് വിളിച്ചിട്ട് എനിക്ക് വന്നത് 500 രൂപയാണ്. 500 രൂപ ഇവിടുന്ന് വർക്കല ഒരു വണ്ടി പോയിട്ട് ഞങ്ങളാരും ഗവൺമെൻറ് ജീവനക്കാരോ അല്ലെങ്കിൽ മറ്റ് ജോലിയുള്ള കുഴപ്പമില്ല. അപ്പം നമുക്ക് വണ്ടിക്കൂലിയെങ്കിലും കിട്ടിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ രാത്രി 1 മണിക്ക് പോയിട്ട് 2:30, 3 മണി, 4 മണിക്കാണ് തിരിച്ചു വന്നത്. 500 എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി 1500 ഞാൻ കടം വാങ്ങണ്ടേ? അപ്പം അങ്ങനെ ഇതിൻ്റെ പിറകെ നടന്നതിൽ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. മാനസികമായിട്ടുള്ള നഷ്ടം, മാനസികമായിട്ടുള്ള ടെൻഷൻ വേറെ. കുറ്റപ്പെടുത്തലുണ്ടോ? പിന്നെ ഒരുപാടുണ്ട്. കുറ്റപ്പെടുത്തലുള്ളൂ. അതല്ലേ ഉള്ളൂ. ഇപ്പം നമ്മൾ കൈ കൊണ്ട് പിടിക്കണമെങ്കിൽ ഒരു പരാതി, ഫോട്ടോ എടുത്താൽ ഒരു പരാതി, ഇതൊന്നുമില്ല സംഭവം. ഇവിടെ ഇന്ത്യയിൽ മാത്രമേ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അല്ല, ഇപ്പൊ ചേട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ, ഇപ്പൊ ഇങ്ങനെ സ്റ്റീവ് ഇർവിനൊക്കെ പോലെ വേറെ ഏതെങ്കിലും കൺട്രിയിലാണ് ജനിച്ചിരുന്നെങ്കിൽ ചേട്ടൻ ഒരു വലിയൊരാളായി മാറും? അങ്ങനെ ഒരു ആഗ്രഹമൊന്നും എനിക്കില്ല. എനിക്ക് സാധാരണക്കാരനായിട്ട് ജനിച്ച് സാധാരണക്കാരനായിട്ട് ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം. ഇങ്ങനെ തന്നെ മരണമെന്നൊക്കെയാണ്. അല്ല, ഇപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ, ഇപ്പൊ ഈ ഒരു നിലയിൽ അല്ലെങ്കിൽ ആ ഒരു രാജ്യത്ത് വേറൊരു രാജ്യത്തല്ലായിരുന്നെങ്കിൽ വലിയൊരു പേരിലേക്ക് പോവായിരുന്നു? ഇപ്പോഴും അതിനേക്കാളും പേരില്ല എനിക്ക്. നമ്മുടെ നാട് എന്നാലും നമുക്ക് ലോക പ്രശസ്തം ഒന്നുമില്ല. ഞാനിപ്പോൾ എനിക്ക് മലയാളി എവിടെയുണ്ട് അവിടെ എല്ലാവർക്കും എന്നെ എൻ്റെ പേരറിയാം. എന്നെ അറിയില്ലെങ്കിൽ എൻ്റെ പേര്. ഇപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരത്തൊക്കെ സഞ്ചരിക്കുമ്പോൾ എല്ലാവരും കൈ കാണിച്ച് പോകുന്നത് അതൊരു സന്തോഷമില്ല. നമ്മൾ അന്യനാട്ടിൽ പോയിട്ട് അവിടെയുള്ള ആൾക്കാർ കൈ കാണിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മളെ കാണുമ്പോൾ ആൾക്കാർ പാവാ സുരേഷില്ലേ, അപ്പം നമുക്കൊരു സന്തോഷം. ഒരു എന്താ പറയുക, ഒരു ബിരിയാണി കഴിക്കുന്നൊരവസ്ഥ, ഒരു നല്ല ഒരു സന്തോഷം, മനസ്സിനൊരു ഉന്മാദം ഉണ്ടാകും. വാവാ സുരേഷ് എന്ന പേര് എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ വാവയെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ വിളിച്ചിരുന്ന പേര് മാത്രം. അമ്മ എൻ്റെ നാട്ടുകാർക്ക് മൊത്തം എന്നെ വാവയെന്ന് അറിയാം. സുരേഷ് എന്നുള്ള ആർക്കുണ്ട്. എൻ്റെ അടുത്ത് പഠിച്ചവർക്ക് മാത്രമേ അറിയാം സുരേഷ്. ആരും വിളിക്കാറില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ഈ പേര് ഇങ്ങനെ ആക്കിയതിന് ക്രെഡിറ്റ് കൗമുദിയിലെ നമ്മളൊരു റിപ്പോർട്ടർ ലേഖനം ഉണ്ടായിരുന്നു. ഇപ്പോൾ PK രാജൻ ചേട്ടൻ, പൂരക്കാട്ടിൽ രാജൻ ചേട്ടൻ, പുള്ളിക്കാരനാണ് ഒരു ഇൻ്റർവ്യൂവിന് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ബൈറ്റ് എടുത്തുകൊണ്ട് ഒരു റിപ്പോർട്ടിന് വേണ്ടി എടുത്തുകൊണ്ട സമയത്ത്, സുരേഷ് നമുക്കൊരു കാര്യം ചെയ്യാം, ബാബ എന്നെ വിളിക്കും, ബാബ നമുക്കൊരു കാര്യം ചെയ്യും, ബാബയെ മുന്നിലിട്ട് സുരേഷിനെ പുറകിലിട്ട് കൊടുക്കുക. നേട്ടം എന്ത് കേട്ടാ അതങ്ങനെ? അത് പാമ്പിനെ കണ്ട് പേടിക്കുമ്പോൾ ആൾക്കാർ വിളിക്കുന്നു വാ വാ സുരേഷിനെ വിളിക്കുന്നു. അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. വാവാ സുരേഷ്, പെട്ടെന്ന് വാ സുരേഷ്, വാ സുരേഷ്, അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. അങ്ങനെ പുള്ളി അങ്ങനെ ആക്കി. പക്ഷെ എന്തായാലും അതൊരു നല്ല കാര്യം. പുള്ളിയുടെ ഐഡിയ എൻ്റെ ഐഡിയ അല്ല, പുള്ളിയാണ് ആ പേര് അങ്ങനെ ആക്കിയത്. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി എന്താ പറയുക, എല്ലാവരും ആ പേര് ഓർക്കുന്നു. കൊച്ചു അറിയാൻ പറ്റും. ഞാൻ കവടിയാറിൽ കഴിഞ്ഞ ആഴ്ച ചായ കുടിക്കാൻ പറ്റും. കൊച്ചുമോള്, എനിക്ക് തോന്നുന്നു LKG മറ്റേ പഠിക്കുന്ന മോള്, അമ്മയും അപ്പനും ഒക്കെ അടുത്ത് നിൽക്കുന്നത്. പക്ഷെ അവരാരും എന്നെ തിരിച്ചറിഞ്ഞില്ല. പക്ഷെ മോള് അമ്മയെ വിളിച്ച് താഴ്ത്തിയിട്ട് ചെവിയിൽ എന്തോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെയാണ് അവരെന്നെ ഇങ്ങനെ നോക്കിയിട്ട് മോളാ പറഞ്ഞത് സുരേഷ് ചേട്ടാ, ചേട്ടനാണെന്നത് മോളാ വാവാ സുരേഷ് എന്ന് പറഞ്ഞത്. അപ്പം അതൊക്കെ ഒരു സന്തോഷമല്ലേ നമ്മളെ. നമുക്ക് വേറെ എന്താ ഉള്ളത്? ഇതുകൊണ്ട് നേട്ടമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ജനിച്ച വീട്ടിൽ തന്നെ ഓലയിട്ട് വീട് തന്നെയാണ് എൻ്റെ വീട്. ഇപ്പോഴത്തെ അത് തന്നെ ഇരിക്കുന്നു. പിന്നെ പലരും പല കഥകളൊക്കെ പറഞ്ഞ് അത് വെച്ചേരാന്നൊക്കെ പറഞ്ഞൊക്കെ വന്ന് ഞാനതൊന്നും സ്വീകരിച്ചിട്ടില്ല. എന്നാൽ പല സാഹചര്യങ്ങളും പലരിൽ നിന്നും നമുക്ക് സഹായം ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. പറ്റില്ല. നമ്മൾ ബിഗ് സ്വീറായിട്ട് നിൽക്കുന്ന നമ്മൾ പെട്ടെന്നൊരു ബൈറ്റ് കിട്ടി, കുറച്ച് ഫണ്ട് വേണം, നമുക്ക് എവിടെ നിന്ന് എടുക്കാൻ പറ്റും? സഹായിക്കാൻ അപൂർവം ആൾക്കാർ. എല്ലാവരും ഒന്നും സഹായിക്കും നമ്മൾ വിചാരിക്കേണ്ട. നമ്മൾ സഹായം അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതോടെ തീരും. തരുന്നത് കിട്ടുന്ന സമയത്തുള്ളതേ ഉള്ളൂ. നമ്മളൊരു സഹായം അങ്ങോട്ട് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പിന്നെ മനസ്സിലാവും ഇത് ശരിയായി പോകില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ ഇൻകം നോക്കുകയാണെങ്കിൽ എത്ര രൂപ വരും? വളരെ നഷ്ടമാണ്, വളരെ കഷ്ടം എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇന്നലെ വണ്ടിക്ക് പോയാൽ ഇന്നലെ 200 രൂപ 250 രൂപ പുള്ളിക്ക് ബാലൻസ് കൊടുക്കാനുള്ള ഓട്ടോയുടെ. മെനിങ്ങാന്ന് പോയത് ഇങ്ങനെ 1200 ബാലൻസ് ഉണ്ട്. ഇങ്ങനെ ഓരോ ദിവസം ഇൻകം കൂടി. അപ്പോൾ അത് വേറെ ഏതെങ്കിലും പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉദ്ഘാടന പരിപാടി അല്ലെങ്കിൽ ആടൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്നവരും ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഈ പാമ്പ് പിടുത്തം എന്നതുകൊണ്ട് ചേട്ടന് നഷ്ടം മാത്രമേ ഉള്ളൂ? ജീവിതം മൊത്തം നഷ്ടമല്ലേ? നഷ്ടം തന്നെ. പിന്നെ ഉള്ളൊരു ഉന്മാദം എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു കോൾ വരുമ്പോൾ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു സന്തോഷം, അത് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. പിന്നെ കുറച്ച് പത്രവാർത്തകളൊക്കെ വരുമ്പോൾ പലരും പറയുന്നു പിന്നെ നമുക്ക് കുറെ ആൾക്കാരുടെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ കഴിയും. അതെനിക്ക് കഴിഞ്ഞു. പിന്നെ ഒരുപാട് മാറ്റാൻ കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പം പാമ്പ് കൊടുത്തക്കാർ ഒത്തിരി പേരുണ്ടായിരുന്നു. അത് ഓക്കെ, സമ്മതിക്കുന്നു. പക്ഷെ അത് ഞാൻ വരുന്ന കാലഘട്ടത്തിൽ ഈ ഒരു മേഖല ഇങ്ങനെ ആക്കിയെടുത്ത് പാമ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് മാറ്റിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് വേറെ ആർക്കും പങ്കില്ല, ഒരാളിനും അതിൽ പങ്കില്ല. അതിന് ആർക്കും അവകാശപ്പെടാൻ പറ്റും. ഇനി ആർക്കും പറ്റും, ഇനി ആർക്കും എന്തും ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഞാൻ വരുമ്പോഴത്തേക്ക് ആരുമില്ല, ഞാനാണ് പാമ്പ് ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾക്കെന്നറിയാം. കേരളത്തിൽ ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വനം വകുപ്പിന് ട്രെയിനിങ് കൊടുത്തത് ഞാനാണ്. ലോക ചരിത്രത്തിലാണ്. നിങ്ങൾ വേൾഡിൽ എവിടെയാണ് എടുത്തത്, ഏതെങ്കിലും ഒരു വനം വകുപ്പിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ട്രെയിനിങ് കൊടുത്ത ഒരു സംഭവം എന്ന് പറയാൻ പറ്റും?
ലോക ചരിത്രത്തിൽ. അതുപോലെ ഇതിന് ഇങ്ങനൊരു സംഭവം കൊണ്ടുവന്നത് ഞാൻ. ഇല്ലെങ്കിൽ ആൾക്കാരുടെ ഈ വനംവകുപ്പിൽ തന്നെ ആൾക്കാർ പാമ്പിനെ തല്ലിക്കൊല്ലുന്ന എത്രയും പേരുണ്ടായിരുന്നു. ഇപ്പൊ കൊല്ലുന്നില്ലേ? ഇപ്പോഴും കൊല്ലുന്നുണ്ട്. ഒരു പാമ്പിനെ കൊല്ലുന്നു. ഇപ്പൊ ഞാൻ ഇപ്പോൾ നമ്മുടെ ഈ ഇരിക്കുന്നുണ്ട്, നമ്മൾ ഇപ്പൊ ഈ മുന്നിൽ ഇരിക്കുമ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ വീട്ടിനകത്തൊരു കൊച്ചിനെ കടിയേറ്റി. കുട്ടി ഇപ്പൊ മെഡിക്കൽ എസ്റ്റേറ്റിയിലുണ്ട്. ഒരു 2 ആഴ്ചക്ക് മുന്നേ 1.5 വയസ്സുള്ള ഒരു കുട്ടി, 1.5 വയസ്സായില്ല, 15 വയസ്സുള്ള ഒരു കുട്ടി, 15 മാസം പ്രായമുള്ള ഒരു കുട്ടി പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു വീട്ടിന്റെ മുറ്റത്ത്. ഈ കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ടു. അപ്പോൾ പാമ്പ് എന്ന് പറഞ്ഞാൽ അതിഥിയെ നമ്മൾ പേടിക്കണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും പിടിച്ച് വളർത്താനോ അതിനെ പറമ്പിൽ വളർത്താനോ നമ്മൾ പറയുന്നില്ല. അത് ഉപകാരിയാണ്. പാമ്പ് ഇപ്പൊ ചേരയെ നമ്മുടെ സംസ്ഥാന ഉരകമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പൊട്ടത്തരമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരാണത്. ചേരയെ സംസ്ഥാന ഉരകമായി പ്രഖ്യാപിച്ച ആളുകൾ കൊല്ലൂലേ? ഇന്ന് ഏറ്റവും കൂടുതൽ അമ്മമാർക്കും പെങ്ങന്മാർക്കും അറ്റാക്ക് ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ് ചേര. എന്താണെന്ന് പറയാം, വീട്ടിനകത്ത് ചുമ്മാ അവർ അടുക്കളക്കകത്ത് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ അടുക്കളക്കകത്തൂടെ കയറി അവരെ കാലിൻ്റെ അടുത്തൂടെ കയറി പോകുന്നു. അപ്പോൾ അവർ പേടിച്ചു. അപ്പോൾ അവർ അടുത്ത ഓപ്ഷൻ എന്തെങ്കിലും ചെയ്ത് തല്ലിക്കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ എന്താ പറയുക, മണ്ടത്തരങ്ങളായ കുറെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നു പോകും. അപ്പോ ഈ 35 വർഷത്തെ ഇത്രയും വർഷത്തിനിടയിൽ എത്ര കടി ഏകദേശം കിട്ടി കാണും? കടി എന്ന് പറയുന്ന ഇപ്പൊ കടി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാം കൂടി ചോർപ്പാമ്പ്, ചേര, നീർക്കോലി, പെരുമ്പാമ്പ് എല്ലാം കൂടി എനിക്ക് തോന്നുന്നത് 5000 മേളിൽ കാണും. 5000 മേളിൽ കാണും. അത് കളക്ഷൻ അത്രയ്ക്കുണ്ട്. സാധാരണ ആൾക്കാർ പിടിക്കും പോലെ 10-15 അല്ല 15. ഇപ്പൊ ഇവർക്ക് ചേട്ടന്റെ ഇപ്പം നിലവിൽ എത്ര പാമ്പ് പിടുത്തമായി? ഇപ്പൊ 238 കിങ്കോബ്ര മാത്രമായിട്ട്, 238 കിങ്കോബ്ര മാത്രമായിട്ട്. പിന്നെ അതിന് പെരുമ്പാമ്പിന്റെ എല്ലാം കൂടെ കണക്കെടുത്ത് എനിക്കൊണ്ട് 15 വർഷത്തിന് ഇപ്പുറത്തുള്ള കണക്കുകൾ എൻ്റെ ഉള്ളൂ. അതിന് മുന്നോട്ടുള്ള കണക്കുകൾ നമ്മൾ എഴുതി വെച്ചിട്ടില്ല. അപ്പൊ അതെല്ലാം കൂടി ടോട്ടലൈസ് ചെയ്ത് നോക്കണമെങ്കിൽ എൻ്റെ എന്തായാലും 50-ന് മേളിൽ എന്തായാലും കാണും. ഒരു മാസം ഇപ്പൊ ഈ വർഷം കുറവാണ്. ഈ വർഷം ഞാൻ 1100 സംതിങ് മറ്റേ 1150, 1200 മറ്റേ ആയിട്ടുള്ളൂ ഈ വർഷത്തിൽ. അതിന് കാരണം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛന് തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്നു. അച്ഛൻ ഇപ്പൊ മരണപ്പെട്ടു. അപ്പൊ അച്ഛൻ്റെ ട്രീറ്റ്മെന്റായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ദിവസം മാറിയേണ്ടി വന്നു. അച്ഛൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ദിവസം മാറിയേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞ് എനിക്കൊരു അപകടമാണ് ഈ വർഷത്തിൽ. ഈ വർഷത്തിൽ എനിക്ക് 3 അപകടങ്ങളുണ്ടായിരുന്നു. 3 കടികളാണ്. മറ്റാർക്കും അറിയില്ല. ഇവിടെ ഒരു കടി കിട്ടി. ആ കടി കിട്ടാൻ കാരണം നമ്മുടെ കൈമനത്ത് അമൃത അനന്തമയി മഠത്തിന് അപ്പുറത്ത് കൈമനത്ത് വലത്തോട്ട് തിരിഞ്ഞവർ NSS കരയോത്തിൽ ഇങ്ങനെ തടി അടുക്കി വെച്ചിരുന്നു. ആ തടി പയ്യന്മാരെ പൊക്കിയപ്പോൾ ഒരു പാമ്പിനെ കൊണ്ട് അവർ പദം കിട്ടുകൊടുത്തു. അപ്പോൾ അത് ചപ്പിയിരുന്നു. അപ്പോൾ ഞാൻ തടി പൊക്കിയത് അത് കടിച്ചു. അത് ഏകദേശം ഒരു 15 ദിവസം ഞാൻ കിടന്നു. ആരും അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ ഒരു വീട്ടിൽ പാമ്പിനെ പിടിക്കാൻ പോയി ഒരു അമ്മയുടെ കുപ്പി വാങ്ങിച്ചു. അമ്മ ബോട്ടിൽ വാങ്ങിച്ച് ബോട്ടിൽ അടയ്ക്കുന്ന സമയത്ത് ബോട്ടിൻ്റെ അടപ്പിച്ച് പൊട്ടിപ്പോയി. അപ്പോൾ കടി കിട്ടി. ഇതുണ്ട്, ഒരു വലിയ കടിയാണ്. കോട്ടയത്ത് വെച്ച് കിട്ടിയ കടിയേക്കാളും വലിയ കടിയായിരുന്നു. മടങ്ങില്ല ഇങ്ങനെ. ഇതൊരു വലിയ കടി. എനിക്ക് ഒരു 1.5 മാസത്തോളം എടുത്ത് എനിക്ക് റെഡിയായി വരാനായിട്ട്. ആരും അറിഞ്ഞിട്ട്. ഇത് ഡിസംബറിലാണ്, ഇത് നവംബറിലാണ്, കഴിഞ്ഞ 24 ലാസ്റ്റിലാണ്. അപ്പൊ 24 ഡിസംബറിൽ കടി കിട്ടി, നവംബറിൽ കടി കിട്ടി. ഒരു 15 ദിവസം കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞ് റിക്കവറായി വന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് പോയി. പിന്നെ ഡിസംബറിൽ കടി കിട്ടി 1.5 മാസം. ജനുവരിയിലൊന്നും ഞാൻ പുറത്തോട്ട് പോയിട്ടില്ല. ഇത് മൊത്തം പഴുത്തിരുന്നത്. മൊത്തം ഞാൻ തന്നെയാണ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ തന്നെയാണ് ഇത് കീറി ഇതിനകത്തിരുന്ന മാംസം എല്ലാം എടുത്ത് കളഞ്ഞു, പഴുപ്പെല്ലാം എടുത്ത് കളഞ്ഞ് എല്ലാം ഡോക്ടർമാർ ചോദിച്ചാൽ ഞാൻ തന്നെ. പിന്നെ പോയിട്ടില്ല. ഞാൻ സ്വന്തമായിട്ട് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തത്. ആന്റിബയോട്ടിക്സ് എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്. എല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ആക്കിയത്. പക്ഷെ അത് നല്ല പെയിൻ ഇപ്പോഴും ഉണ്ട്. അത്രയ്ക്ക് പഴുപ്പായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഈ 2 മാസങ്ങൾക്ക് മുന്നേ, ഈ 2 മാസം ഇപ്പൊ ഡിസംബറിൽ കിട്ടിയെങ്കിലും ജനുവരി ഫുൾ എനിക്ക് പോകാൻ പറ്റില്ല. 1 മാസത്തോളം കയ്യിൽ ബാൻഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ റീസെൻ്റ്ലി ഇപ്പൊ പേരൂക്കട മണ്ണാമൂല എനിക്ക് നമ്മുടെ മണികണ്ഠേശ്വരത്ത് എടുത്ത് വെച്ചു. ചിലർ അതിഥി ഇപ്പൊ സ്ലാബ് പൊക്കി എടുത്തിട്ട് ഞാൻ അതിനെ ബോട്ടിലാക്കാണ്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് മേളിൽ ചുവരിലൊരു ഗ്ലാസ് ഇരുന്നു. ഗ്ലാസ് ഞാൻ കണ്ടില്ല. ഗ്ലാസ് എൻ്റെ തലയിൽ തട്ടി, നല്ലതായിട്ട് തട്ടി. ഇങ്ങനെ പൈപ്പിൻ്റെ കുഞ്ഞ് തട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ വയർപ്പ് ഇങ്ങനെ ഒലിച്ചിറങ്ങി. അപ്പോൾ ഞാൻ ബ്ലഡ് ആയിരിക്കും പൊട്ടിയതും ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ പൊത്തി നോക്കിയതും ഇത് കടിച്ചു കഴിഞ്ഞു. അതും കിടന്നു ഒരു 15 ദിവസം കിടന്നു. ഞാൻ 15 ദിവസം എല്ലാം കൊണ്ടും. അപ്പൊ ഈ വർഷം എനിക്ക് ഒത്തിരി പോകാൻ പറ്റിയില്ല. പിന്നെ പനി അടിച്ചു. എന്നിട്ടാണ് ഞാൻ ഇത്രയും കോൾ അറ്റൻഡ് ചെയ്തത്. എന്നിട്ടാണ് 1200. ഇപ്പൊ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ് ഞാൻ 1000 പിടിച്ച് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ പാമ്പ്. ഇതെല്ലാം ചുമ്മയാണ്. ഇതെല്ലാം ചുമ്മാ. ഇത് ആരും ഞാൻ എഴുതി പോകും. ആ വീട്ടിൽ നിന്ന് തന്നെ എഴുതി പോകും. ഫോൺ വീട്ടിൽ നിന്ന്, പാമ്പിനെ പിടിച്ച വീട്ടിൽ നിന്ന് പേര്, വീട്ടുപേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ എല്ലാം കൂടി എഴുതി പോകും. അവരും ഡയറിയിൽ എഴുതി പോകും. അങ്ങനെ ഇപ്പൊ എൻ്റെ 10-100 ഡയറി കൂടുതലായിരുന്നു എൻ്റെ ഡയറി. ഈ വെനം ചേട്ടൻ കുടിക്കുമായിരുന്നല്ലോ? വെനം ഞാൻ ഏകദേശം 900 ചില്ലുവാനും പ്രാവശ്യം കുടിച്ചിട്ടുണ്ട്. ഗണേശാറിന്റെ പ്രോഗ്രാമിൽ വെച്ച്. പിന്നെ എല്ലാ പ്രോഗ്രാമിലും എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ വെനം കുടിച്ചു തുടങ്ങി. ഇന്നത്തെ ഇവിടുത്തെ നമ്മുടെ ട്രിവാൻഡ്രത്തെ ഫോറസ്റ്റിലുള്ള ഏറ്റവും ടോപ്പിലിരിക്കുന്ന നമ്മുടെ എന്താ പറയുക, പുകഴേന്തി സാർ IFS ഓഫീസർ കോന്നിയിൽ വെച്ചിരുന്നു. കോന്നി ഫോറസ്റ്റ് ഓഫീസിൽ വെച്ച് അതേ ഒരു വലിയ രാജവമ്പല ഞാൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ കാണിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ തന്നെ പേന എടുത്ത് പല്ലിൽ നിന്ന് വെനം എടുത്ത് കാണിച്ച് തുടങ്ങിയതാണ്.
അത് പറഞ്ഞപ്പോൾ നാക്ക് കൊതി വരുന്നു. അതിപ്പോ പറഞ്ഞ ജ്യൂസ് പോലെയാണ് ചേട്ടന്റെ വെനം കുടിക്കും. വെള്ളത്തിൽ വെള്ളം അല്ല ഒരു പിടിക്കാൻ തോന്നുന്നു വീണ്ടും. അപ്പൊ അങ്ങനെ തുടങ്ങിയത് 916 പ്രാവശ്യം കഴിച്ചു. 916 പ്രാവശ്യം. അല്ല, ഈ വെനം കുടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ചേട്ടന് എന്തെങ്കിലും ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടെങ്കിൽ, അകത്ത് ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടെങ്കിൽ ചെറിയ ഫ്രഷ് ആയിട്ടുള്ള മുറിവൊക്കെ അത് ബ്ലഡിലേക്ക് പോകും, ശരീരത്തിലേക്ക് പോകും. അല്ലെങ്കിൽ മറ്റേ പഴയ മുറിവൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവിടെ ഇരുന്നിട്ട് ചിലപ്പോൾ ചില മറ്റുള്ള ആൾക്കാർ, ഇപ്പൊ എനിക്കൊക്കെ ആന്റിബോഡി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അല്ല, ഒരു സാധാരണക്കാരന് വെനം കുടിക്കാൻ പറ്റുമോ? പറ്റൂല. കുടിക്കുന്നത് മണ്ടത്തരാണ്. കാരണം അങ്ങനെ കുടിക്കുന്ന രീതികളൊക്കെ എന്തെങ്കിലും അപകടം, അകത്തേക്ക് ചൂടുവെള്ളം കുടിക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ പോലെ പൊട്ടലോ ഇല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ട്, പ്രശ്നങ്ങളായി മാറും. അപ്പൊ നമുക്കൊക്കെ ഡൈജസ്റ്റ് ആയി. ഇപ്പൊ നമുക്ക് മുട്ടയുടെ വെള്ള കഴിക്കാത്തവരാരുമില്ല. സാധാരണ പ്രോട്ടീൻ കഴിക്കും. ഇപ്പൊ ആ മുട്ടയുടെ വെള്ളം പോലെയാണ് പാമ്പിന്റെ വെനവും. രണ്ടും പ്രോട്ടീനാണ്, ഹൈ പ്രോട്ടീനാണ്. രണ്ടും കഴിക്കാം. ബ്ലഡിൽ വന്നാൽ രണ്ടും അപകടം. ഇപ്പൊ നമ്മള് മുട്ടയുടെ വെള്ളം എടുത്ത് കുത്തിവെച്ചാൽ മരിച്ചു പോകത്തില്ലേ? അല്ല, നമ്മളിപ്പോ സാധാരണ ഇപ്പൊ ഒരു പ്രേക്ഷകന് സാധാരണ ഇപ്പൊ കാണുമ്പോ ഒരു വെനം കുടിക്കുക എന്ന് പറയുന്നത് ഒരു മണ്ടത്തരമായിട്ട് തോന്നത്തില്ലേ? തോന്നാൻ സാധ്യതയില്ല. വെനം എന്ന് പറഞ്ഞാൽ മെഡിസിൻ, പ്രോട്ടീനല്ലേ. അത് ഒരിക്കലും കുടിക്കണമെന്ന് ആരും നമ്മൾ പറയുന്നില്ലല്ലോ. നമുക്ക് ചെയ്യാം. നമ്മളിത് ഇത്രയേ ഉള്ളൂ, നമുക്ക് വേറെ എഫക്റ്റുകൾ ഉണ്ടാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബോധവൽക്കരിക്കാം. ഇന്നതുപോലെയാണ് നിങ്ങളുടെ ഇത് നമ്മൾ ബോധവൽക്കരിക്കുന്നത് കുടിക്കാൻ വേണ്ടിയല്ല. നിങ്ങളുടെ കിണറ്റിലൊരു പാമ്പ് വീണാൽ പാമ്പിനെ എടുത്ത് കളഞ്ഞിട്ട് വെള്ളം കുടിക്കുന്നതുകൊണ്ട് അപകടമില്ല എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. രണ്ടാമതൊരു പശുവിനെയോ കോഴിയോ പാമ്പ് കടിച്ച് കോഴിയോ പശുവോ മരണപ്പെട്ടാൽ അതിന്റെ മാംസം നമുക്ക് കഴിക്കാൻ അപകടം ഉണ്ടാവുന്നില്ല. കാരണം അതൊരു ഹൈ പ്രോട്ടീൻ ആയ ഒരു സാധനം. അതൊരു ജീവിയെ കടിച്ചു. പാമ്പ് ജീവിയെ കടിക്കുമ്പോൾ ആ പ്രോട്ടീൻ നിർവീര്യമായി കഴിയും ആ ശരീരത്തിരിക്കുന്ന. അപ്പോ നമ്മുടെ വീട്ടിലെ കിണറ്റില് ഒരു പാമ്പ് വീണു. ആ പാമ്പ് വീണാൽ ആ കിണർ ഇറക്കാതെ തന്നെ നമുക്കിവിടെ കുടിക്കും. അല്ലെ എന്താ കുഴപ്പമില്ല. പാമ്പിന്റെ മേലെ ഗ്ലാൻഡിലിരിക്കുന്ന സാധനമല്ലേ, കടിച്ച് ബ്ലഡിൽ വന്നാൽ മാത്രമല്ല അപകടമുള്ളൂ. അല്ലാതെ ഇവിടെ ചീറ്റാനോ വെള്ളത്തിൽ കലക്കി ഒഴിക്കാനോ പാമ്പുകൾക്ക് കഴിയില്ല. അതൊക്കെ പുരാണങ്ങളിൽ കുറെ കഥകൾ എഴുതി വെച്ചിരിക്കുന്ന, വെള്ളത്തിൽ കൂടെ പോയത്, വെള്ളത്തിൽ പാമ്പ് വിഷം വെള്ളത്തിൽ ഛർദ്ദിച്ച്. വിഷം എന്ന് പറഞ്ഞ സാധനം ലോകത്തില്ല. ലോകത്ത് പാമ്പുകൾക്ക് വിഷമല്ല. വിഷം എന്ന് പറയുന്നത് ഒറ്റ ജീവികൾ, മനുഷ്യന് മാത്രമാണ്. കാരണം കണ്ണിൽ കൂടി ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോൾ നോക്കുന്ന വിഷക്കണ്ണോടുകൂടി നോക്കുന്ന ആൾക്കാർ, വായിൽ കൂടി വരുന്ന വാക്കുകളിൽ കൂടി വിഷം കലർത്തി സംസാരിക്കുന്ന ആൾക്കാർ. പാമ്പിനാണോ മനുഷ്യനാണോ വിഷം കൂടുതൽ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ പഠിച്ചതിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒറ്റ ജീവികളുള്ളത്. എല്ലാവരും ഞാൻ പറഞ്ഞ ചില വൃത്തികെട്ട മനുഷ്യർ. കാരണം എൻ്റെ കൂട്ടത്തിൽ ഒരു സമയത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാകും. അവരെല്ലാം എൻ്റെ കൂടെ നിന്നിട്ട് എൻ്റെ കാലിൻ്റെ ഇടയിലെ മണ്ണ് വരിയിട്ട് പോയവർ. എന്നെ തള്ളിയിടാൻ എന്നെ പരമാവധി കൂടെ നിൽക്കുന്നവർക്ക് മാത്രമേ നമ്മളെ ചതിക്കാൻ പറ്റൂ. നമ്മൾ ഏത് പുരാണം എടുത്തു നോക്കി, ക്രിസ്തുദേവന്റെ ആയിരുന്നാലും ബൈബിളായിരുന്നാലും എന്തെടുത്ത് നോക്കിയാലും കൂടെ നിന്നവർ മാത്രമേ ഒരാളിനെ തള്ളിയിട്ടിട്ടുള്ളൂ. കൂടെ നിൽക്കുന്നവർക്ക് നിന്ന് ഏറ്റവും കൂടുതൽ പൈപ്പേറിയ അനുഭവം കിട്ടിയ ആളാണ് ഞാൻ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്ന ആൾ ആരാണോ അദ്ദേഹത്തെ നിങ്ങൾ പ്രത്യേകിച്ചിട്ടോ ഒരു കോളത്തിലിട്ടിരിക്കണം. അതായിരിക്കും നിങ്ങൾ ആദ്യം നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. യാതൊരു സംശയവും എഴുതി വെച്ചു. എൻ്റെ മനസ്സിൽ 1, 2, 10 പാഠങ്ങളല്ല, 100 കണക്കിന് പാഠം. എന്നോടൊപ്പം വന്നത് എൻ്റെ പേരും പെരുമയും എൻ്റെ ആദായവും കണ്ടിട്ട് മാത്രമാണ്. അതൊക്കെ ഇല്ലാതായപ്പോൾ അവരെന്നെ തിരിച്ചു പോയി. അപ്പം നമ്മളൊരാളിനിപ്പോൾ ഒരു ഡെയിലി ഇങ്ങനെ 100 രൂപ കൊടുത്തുകൊണ്ടെന്ന് ഒരു ദിവസം 10 രൂപ കഴിഞ്ഞാൽ ആൾ അപ്പോഴും പോകും. നമ്മൾ അന്ന് തൊട്ട് നമ്മളെ കുറ്റം പറഞ്ഞു. അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ പാഠങ്ങൾ. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ. ഈ അനുഭവമല്ല എൻ്റെ പാഠങ്ങളാണ്. എനിക്ക് പഠിക്കാൻ പറ്റിയ പാഠങ്ങൾ. പക്ഷെ ഞാൻ വീണ്ടും പോയി കണ്ണീരും കരച്ചിലും കാണുമ്പോൾ വീണ്ടും ആ കുഴിയിൽ തന്നെ പോയി വീഴും. അതാണ് എൻ്റെ അവസ്ഥ. പക്ഷെ ഇപ്പം ഞാൻ മാറി. ഇപ്പം ഞാൻ എൻ്റെ കാലിൻ്റെ മണ്ണ് പോകുമ്പോൾ ഞാൻ വീഴാറായി എന്ന് മനസ്സിലാക്കി ഞാൻ നേരെ നിൽക്കും. ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഓരോ കാര്യം. എന്നാലും പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ? പിന്നെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. പുതിയ തലമുറയ്ക്ക് വേണ്ടി തന്നെയാണ് ഇത്രയും കഷ്ടപ്പെട്ടത്. ഇന്ന് നമുക്കറിയാം ലോകത്തിൽ ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. ഇപ്പോഴും പോകാറുണ്ട്. ഇപ്പോഴും ലോകത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ അവയർനെസ് ക്ലാസ്സുകൾ സംഘടിപ്പിച്ച് ഞാനാണ് സ്കൂളുകളിൽ. കാസർഗോഡ് മുതൽ പാറശാല വരെ. അതുപോലെ മലയാളി അസോസിയേഷൻ്റെ, ഡൽഹി മലയാളി അസോസിയേഷൻ്റെ കുടുംബപര സംഗമത്തിൽ പങ്കെടുത്ത്, ചെന്നൈയിൽ മലയാളി അസോസിയേഷൻ്റെ പരിപാടി പങ്കെടുത്ത്. അവർക്കൊക്കെ ഇപ്പം ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. പാമ്പ് എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ അതിഥികൾ എന്ന് പറഞ്ഞ സാധനം വെറും ഒരു നിസ്സാരമായ ജീവിയല്ല, നമുക്ക് അനിവാര്യമാണ്. നമ്മൾ ജീവിച്ചിരിക്കണമെങ്കിൽ പാമ്പ് വേണം. ഞാൻ കൊറോണ ടൈമിലാണ് നമ്മുടെ ഉത്തര കൊലക്കേസ് നടക്കുന്നത്. ആ കൊറോണ കഴിഞ്ഞ സമയം അപ്പോൾ നമ്മൾ മാസ്ക് ഒക്കെ വെച്ചാണ് വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും. ആ സമയത്ത് ഞാനൊരു ബൈറ്റ്, എൻ്റെ ചാനൽ തന്നെ ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊറോണയുടെ വാക്സിൻ മനുഷ്യന് അപകടമുണ്ടാവാത്ത രീതിയിൽ, സൈഡ് എഫക്റ്റ് ഉണ്ടാവാത്ത രീതിയിൽ കൊറോണയുടെ വാക്സിൻ എന്ന് പറയുന്ന ഔഷധത്തെ കണ്ടെത്താൻ പാമ്പിൻ്റെ വനത്തിന് കഴിയും. പാമ്പിൻ്റെ വനത്തിൽ അതുണ്ട് എന്ന് ഞാനൊരു ബൈറ്റ്. പക്ഷെ ഞാനൊരു റിസർച്ച് ചെയ്യുന്ന ഹോൾഡറല്ല. അപ്പം എൻ്റെ വാക്കുകൾക്ക് അത്രേ പ്രാധാന്യം ഉണ്ടാവുള്ളൂ. അപ്പം ഞാനിതൊരു സയൻറ്റിസ്റ്റ്, ഇപ്പോൾ സായിപ്പന്മാർ പറഞ്ഞാലേ കേൾക്കുള്ളൂ, ബാബാ സുരേഷ് പറഞ്ഞാൽ കേൾക്കില്ല. ഇത്തിരി കളറിൽ കൂടെ കുറച്ച് മാറിപ്പോയി, ഇത്തിരി വെളുത്ത കളർ കൂടി ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കുമായിരുന്നു.
അപ്പോൾ ഇതൊരു ഇംഗ്ലീഷുകാർ പറഞ്ഞു, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് അവർ അംഗീകരിക്കും, മലയാളത്തിൽ പറഞ്ഞാൽ പോടാന്ന് പറയും. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ സായിപ്പ് പറഞ്ഞാൽ കേൾക്കും, മലയാളി പറഞ്ഞാൽ കേൾക്കില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ പറഞ്ഞാൽ ബുക്കിലുണ്ടാവില്ല, സായിപ്പ് അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബുക്കിലുണ്ടാവും. നമ്മൾ അനുഭവത്തിൽ കൂടെയാണല്ലോ പറയുന്നത്. അനുഭവത്തിൽ കൂടി. അങ്ങനെ ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത് വാക്സിൻ, ഇപ്പോൾ കഴിഞ്ഞ വർഷം കണ്ടെത്തി കൊറോണയുടെ വാക്സിൻ പാമ്പിന്റെ വനത്തിലുണ്ടെന്ന് പുതിയ പഠനങ്ങൾ വന്നു. ഇപ്പൊ എനിക്ക് കടി കിട്ടുമ്പോൾ എല്ലാവരും ഭയങ്കര ആഘോഷമാണ്. ഞാൻ 5000-ലേറെ കടി കിട്ടി. അതിൽ ഏകദേശം 490-500 പ്രാവശ്യം മൂർഖൻ്റെ അണുകളുടെയും കടികളുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ 20,000-ലേറെ മൂർഖൻ്റെ കുഞ്ഞുങ്ങൾ വിരിയിച്ചു, 10,000-ന് മേലെ ആളുകൾ കുഞ്ഞുങ്ങളെ പ്രസവിപ്പിച്ചു. ഇതൊക്കെ അറിയുമ്പോൾ പലർക്കും കണ്ണുകടിയാണ്. ഇത് അസൂയാണ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഒന്ന്. രണ്ടാമത്, ഇത്രയും കടി കിട്ടിയത് വെറും 16 പ്രാവശ്യം മാത്രമേ സീരിയസ് ആയുള്ളൂ. 16 പ്രാവശ്യം. 6 പ്രാവശ്യം വെന്റിലേറ്ററിലുണ്ടായിരുന്നു. ബാക്കി അത്ര ICUയിൽ തന്നെ. അതിൽ കോട്ടയത്ത് വെച്ചുള്ള കടിയാണ് ഏറ്റവും വലിയ കടി എന്നാണ് എല്ലാവരും പറയുന്നത്. അതൊന്നും അല്ല കടി. യഥാർത്ഥത്തിൽ കോട്ടയത്ത് വെച്ചുള്ള കടി എന്നെ രക്ഷിച്ചത് നമ്മൾ യഥാർത്ഥത്തിൽ മറന്നു പോകാൻ പാടില്ല. ഭാരത് ഹോസ്പിറ്റൽ എന്നൊരു ഹോസ്പിറ്റലുകാരാണ്. അവരാണ് എനിക്ക് കടി കിട്ടി സീരിയസ് ആയപ്പോൾ ഞാൻ കാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോകുന്നു. അപ്പോൾ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, നിങ്ങൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കയറ്റിക്കോ, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവർ തൊട്ടടുത്തുള്ള ഭാരത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് എന്നെ വെന്റിലേറ്ററിലാക്കും. വെന്റിലേറ്റർ ആക്കിയിട്ട് അവർ എനിക്ക് തോന്നുന്നത് 30 വയൽ ആൻറ്റിവനം തന്നു കഴിഞ്ഞു. അതിനുശേഷമാണ് വാസവ സാർ അവിടെ അറിയുന്നത്. അങ്ങനെ സാർ അവിടെ വരുന്നു. എന്നിട്ടാണ് എന്നെ അവിടെ നിന്ന് സാർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ്. പക്ഷെ അതിനേക്കാളും വലിയ കടിയായിരുന്നു. ഇപ്പം അതിനുശേഷം കിട്ടി. പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല. അതിൻ്റെ കാര്യമില്ല. കാരണം വെച്ചാൽ കുറേ ആൾക്കാർ വന്നിട്ട്, ഇപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ കിടക്കുന്നു, കുറേ ആൾക്കാർ കാണണമെന്ന് പറഞ്ഞ് തള്ളിക്കയറി വരും. അവർ വരുന്നതിന് എന്നെ കാണാനല്ലോ, വേറെ ആൾക്കാരെ കാണാൻ പോകാൻ വേണ്ടിയാണ് വാർഡിൽ പോകാൻ. അപ്പോൾ അതൊക്കെ നമുക്ക് സെക്യൂരിറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, ഡോക്ടർമാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് സുഖമുണ്ടോ, എങ്ങനെയുണ്ട്, എണീറ്റിരുന്ന് വെള്ളം കുടിച്ചാൽ കിടന്നു എന്ന് വെച്ചാൽ അത് അവർക്ക് ഡിസ്റ്റർബൻസ്. ഇതെന്നെ ഒരു ആവശ്യമില്ല. ഇപ്പം ഞാൻ ലാസ്റ്റ് കടി കിട്ടി കിടന്നു. എനിക്ക് രാവിലെ കഴിക്കേണ്ട കാപ്പി പോലും ഞാൻ ഉച്ചയ്ക്കാണ് വാങ്ങിച്ച് കഴിച്ചത്. രാവിലെ കഴിക്കേണ്ട ഗുളിക ഞാൻ ഉച്ചയ്ക്കാണ് കഴിച്ചത്. എന്നാൽ ഞാൻ ആരെയും ബുദ്ധിമുട്ടിച്ചില്ല. എൻ്റെ വളരെ അടുത്ത് 1-2 സുഹൃത്തുക്കളെ വിളിച്ചു. അപ്പോൾ അവരുടെ സൗകര്യം പോലെ അവർ കാപ്പി വാങ്ങിച്ചുകൊണ്ട് വരും. അവരുടെ സൗകര്യം ഇപ്പോൾ രാവിലെ കഴിക്കാനുള്ളത് ചിലപ്പോൾ 12 മണിക്ക് കൊണ്ടുവരും. അപ്പം ഞാൻ ഉച്ചയ്ക്കും രാവിലെ കൂടെ ഒരുമിച്ചാണ് കഴിക്കും. ആ രാവിലത്തെ മരുന്നും കൂടി ഉച്ചയ്ക്ക്. ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ. നിങ്ങളൊക്കെ വിചാരിക്കുന്നത് അവസരം വലിയ സംഭവം സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ചിരി വരും അത് കേൾക്കുമ്പോൾ. എനിക്ക് തന്നെ ഒരു ഉപ്പിൻ്റെ തരി മാത്രമാണ്. നമ്മൾ ഒരു തുള്ളി മഴവെള്ളം വീണ അരിഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. അതിനപ്പുറം ഒരു സംഭവമൊന്നുമല്ല. ഞാനൊക്കെ ഒരു സാധാരണക്കാരനാണ്. പിന്നെ എന്താ പറയുക, ഒരുപാട് അനുഭവങ്ങൾ പങ്കിടുകയാണെങ്കിൽ നിങ്ങളുടെ എപ്പിസോഡിൽ 1, 2, 3, 4 എപ്പിസോഡുകളൊന്നും കൊണ്ടൊന്നും നിങ്ങൾക്കൊന്നും എൻ്റെ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. ഇപ്പോൾ ഉള്ളതിൽ ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ളൊരു പാമ്പ് എന്ന് ചോദിച്ചാൽ ഏത് പറയും? ലോകത്ത് സൗന്ദര്യമുള്ള 2 ജീവികളേ ഉള്ളൂ. വേൾഡിൽ ലോകത്തിലെ സൗന്ദര്യമുള്ള 2 ജീവികൾ. എന്നാൽ ജനിച്ചാൽ മരിക്കുന്നതുവരെ ഒരേ കളർ പോകുന്ന 2 ജീവികളേ ഉള്ളൂ. ഒന്ന് പാമ്പുകൾ തന്നെയാണ്. പടം പൊഴിച്ച് സൗന്ദര്യം വർദ്ധിപ്പിക്കും. പിന്നെ രണ്ടാമത് ഞാൻ ജനിച്ച വലിയ കളറല്ല, മാറുന്നില്ല. എന്തൊക്കെ കഴിച്ചിട്ട് മാറുന്നില്ല എന്നുള്ളത്. ഞങ്ങൾ 2 മാത്രമാണ് സ്ഥിരമായിട്ട് പെർമനന്റ് ആയിട്ടൊരു കളറുള്ളത്. വേറെ ആരും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ലോകത്തിൽ സൗന്ദര്യമുള്ള പാമ്പെന്ന് പറയുന്നത് എല്ലാ പാമ്പുകൾക്കും അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. പക്ഷെ ഏറ്റവും സൗന്ദര്യമുള്ളത് രാജവെമ്പാലാണ്. കാരണം ഒരിക്കലും ഇങ്ങോട്ട് വന്ന് ആക്രമിക്കത്തില്ല. നമ്മളെ പിടിച്ചു ഇപ്പം ഞാൻ 238 രാജവെമ്പാലെ പിടികൂടി. കുഴപ്പം എനിക്ക് അവിടെ ഞാൻ വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നത് 3-4 കേസിൽ 5-ൽ താഴെ കേസിൽ മാത്രമേ രാജവെമ്പാലിൻ്റെ കടിയുള്ളൂ. മരണമുണ്ട്. അതിലൊന്നാണ് തിരുവനന്തപുരത്ത് സൂല് നടന്നത്. പാമ്പ് കടി മരണമല്ല. ലോകത്ത് പാമ്പ് കടി മരണമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമാണ്. അത് സൂയിസൈഡായിരുന്നു. ഒരിക്കലും നോർമലി വന്ന കളി. കാരണം പറയാൻ മനസ്സിലാക്കേണ്ടത് എന്താ പറയുക, നമ്മുടെ അതോറിറ്റിയുടെ നിയമപ്രകാരം 12 മണിക്ക് ശേഷം കൂട്ടിനകത്ത് ആൾ കയറാൻ പാടില്ല. പുള്ളി 12:30 കൂട്ടിനകത്ത് നിൽക്കുകയാണ്. ബാക്കി എല്ലാവരും കഴിച്ച് 12 മണിക്ക് തന്നെ പൂട്ടി പുറത്തിറങ്ങിയിട്ട് 12-12:30 ഇടയ്ക്ക് പുള്ളി 1 മണിക്കും കൂട്ടിനകത്ത്. പുള്ളി ആ സമയത്ത് ആ ക്യാമറ പുള്ളി തൂത്തോണ്ടിരിക്കുന്നുണ്ട്. ചേട്ടാ, ഒരു മനുഷ്യന്റെ മുമ്പിൽ പെട്ടെന്നൊരു പാമ്പ് വന്നു കഴിഞ്ഞാല് അതിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മാറിക്കൊടുത്താൽ. പിന്നെ ഇവിടെ കേരളത്തിൽ കാണുന്ന ഇപ്പോൾ ചേര വന്നാലും ഉടനെ നമ്പർ എടുത്തിട്ട് കുത്തി ആരെങ്കിലും വിളിക്കുക, അവൻ അയലോക്കത്തുള്ളവരെ വിളിക്കുക, അവരെ വിളിച്ച് ആളുകളെ കൂട്ടി വയ്ക്കുക. നമ്മൾ മാറിക്കൊടുത്താൽ അത് അതിൻ്റെ ജോലി വയ്ക്കുന്നത്. നമ്മൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, അത് പതുങ്ങിയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരു പറമ്പിൽ കൂടെ ഇപ്പോൾ പറമ്പിൽ കൂടെ പാമ്പിനെ കൊണ്ടാലും ആൾക്കാരെ വിളിക്കില്ലേ, ചപ്പനകത്ത് കിടന്നാലും ആളിനെ വിളിക്കാല്ലേ. അപ്പം നമ്മളങ്ങ് മാറിപ്പോൾ ഒരു വലിയ പറമ്പിനകത്ത് എന്നെ വിളിക്കും, ഞാൻ പോകാറില്ല. എന്നെ വിളിച്ച് ഞാൻ പോകാറില്ല. പറമ്പിനൊക്കെ പാമ്പ് കിടന്ന് നമ്മൾ മാറി കൊടുക്കുക. അവരുടെ ആവാസ വ്യവസ്ഥയല്ലേ, അത് അവരുടെ സ്ഥലമല്ലേ അത്. യഥാർത്ഥത്തിൽ പാമ്പിനെ ശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ പാമ്പിനെ പിടിക്കരുതെന്നാണ് അതിൻ്റെ അർത്ഥം. എന്ത് ശാസ്ത്രീയത ഉള്ളത്? അവൻ്റെ ശാസ്ത്രീയത വെച്ചാൽ അവൻ്റെ ഭൂമിയിൽ അവൻ ജീവിക്കുക എന്നുള്ളതാണ്. അവനെ പിടിച്ച് മാറേണ്ട കാര്യമില്ല. നമ്മൾ മാറിക്കൊടുത്താൽ അതങ്ങ് പൊക്കോളൂ. ഇവിടെ കാണുന്ന വെച്ചാൽ നമ്മൾ കണ്ടുകൊണ്ട് ഒരു വീടിനകത്തൊരു ചേരയെ കണ്ടു ഉടനെ നമ്മൾ എന്തെങ്കിലും എടുത്തങ്ങ് എറിയും. അപ്പോൾ അത് ഏതിൻ്റെങ്കിലും ഇടകരി പതങ്ങും. പിന്നെ അവർ നീളമുള്ള കമ്പ് വെച്ച് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി അത് ഇറങ്ങി പോകില്ല, അവിടെ തന്നെ ഇരിക്കും.
നമ്മൾ മിണ്ടാൻ ഇപ്പോൾ ചേര വീടിനകത്ത് വരും. ചേരയാണെന്ന് അറിയാൻ വലിയ നല്ല പച്ചയും കറുപ്പും മഞ്ഞയും കിടക്കുന്ന ചേരയാണ്. തല ചേർത്ത് കഴുത്തോട്ടിരിക്കും, കണ്ണ് പുറത്തേക്ക് തള്ളിയിരിക്കും. ചേരയാണെന്ന് എപ്പോഴും മനസ്സിലായി. നല്ല സ്പീഡിൽ സഞ്ചരിച്ച് അകത്തേക്ക്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഡോറൊക്കെ അടച്ചിട്ട് അടുക്കളയുടെ ബാക്കിലത്തെ വാതിൽ തുറന്നിട്ട് മാറിക്കൊടുത്ത് അവ ഇറങ്ങി പോകും. അത് അവ ഇറങ്ങി പോയാൽ ഇല്ലയെന്ന് അറിയണമെങ്കിൽ എന്തെങ്കിലും പൊടി അവിടെ തൂളിയിരുന്നാൽ മതി. എന്തെങ്കിലും നമ്മൾ 1 മണിക്കൂർ മാറി അവിടെ എന്തെങ്കിലും പൊടി തൂളി, ഒരു മഞ്ഞപ്പൊടി അങ്ങനെ ലൈനായിട്ട് കിട്ടുന്ന ഇവിടെ അഴിഞ്ഞ് പോയി നമുക്ക് അറിയാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. അതിന് നമ്മൾ വല്ല MBBS പാസ്സുണ്ട്. അപ്പോൾ അഴിഞ്ഞ് ഇറങ്ങി പുറത്തേക്ക് പോയി മാറി കൊടുക്കുക. പിന്നെ പാമ്പ് കടിയേറ്റ നമുക്കിപ്പോ എവിടെ പാമ്പ് കടിയേറ്റാല് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? പാമ്പ് കടിയിട്ട് ചെയ്യേണ്ട പേടിക്കാതിരിക്കാം. പാമ്പ് കടിക്കാതിരിക്കട്ടെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം എന്റെ മുന്നിൽ ഒരുപാട് ദുരനുഭവങ്ങളുണ്ട്. അല്ല, നമ്മൾ പാമ്പ് പെട്ടെന്ന് ഒരാളെ പാമ്പ് കടിയേറ്റ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? പേടിക്കാതിരിക്കുക. അതിനുശേഷം എന്ത് മരുന്നിന് സ്ഥാനമാണ്. പേടിയുണ്ടെങ്കിൽ ആളിനെ രക്ഷിക്കാൻ പാടാം. പേടിക്കാതിരിക്കുക. കൂടെ നിൽക്കുന്ന ആൾക്കാർ പേടിപ്പിക്കാതിരിക്കുക. കൂടെ നിൽക്കുന്ന ആൾക്കാർ ധൈര്യം കൊടുക്കുക. അദ്ദേഹത്തിന് നടക്കാനോ കിടക്കാനോ സമ്മതിക്കുക. പിടിച്ചിരുത്തുക. ഒരു കാരണവശാലും കയറോ റോപ്പോ വെച്ച് കെട്ടരുത്. കത്തിയ ബ്ലേഡ് വെച്ച് മുറിവുണ്ടാക്കരുത്. അതുപോലെ ഇപ്പം എനിക്ക് കടി കിട്ടിയാൽ നിങ്ങളിപ്പോൾ ഞാൻ സാധാരണ എനിക്കൊരു കടി കിട്ടിയാൽ നിങ്ങൾ കടിവായിൽ നിന്ന് ബ്ലഡ് കടിച്ചെടുക്കാൻ ശ്രമിക്കരുത്. കാരണം നിങ്ങൾ കടിച്ചെടുക്കുമ്പോൾ നിങ്ങളെല്ലാം ബ്രഷ് ഉപയോഗിച്ച് വരുമ്പോൾ മോണയിലൊക്കെ മുറിവുണ്ടാകും. അപ്പോൾ ഈ ബ്ലഡിൽ കൂടി വരുന്ന അംശം ഇവിടെയൊക്കെ പിടിക്കുക. അപ്പോഴും പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ പിന്നീട് അത് പഴുക്കാനോ മുറിവുണ്ടാകാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും ടൈറ്റാക്കി കെട്ടരുത്. കെട്ടുന്നതിൽ വീതിയുള്ള തുണി, ഈ കഫിൻ്റെ വീതിക്കലും തുണി കീറിയെടുക്കുക. ഇപ്പം നമ്മുടെ ഇവിടെ കടിയിട്ട് ഒരു കൈ അകലം എടുക്കുക. ഇതിന് മേളിലോട്ട് ആ കഫിൻ്റെ വീതി തന്നെ തുണി വീതിക്ക് തന്നെ ചുറ്റി കെട്ടും. ഒരു കാരണവശാലും ടൈറ്റാക്കി കെട്ടുക എന്നാൽ രക്തോട്ടം തടയുക എന്നല്ല, കുറയ്ക്കുക. രക്തോട്ടം കുറയ്ക്കുക. എന്നിട്ട് വീണ്ടും ഒരു കഷ്ണം തുണിയുടെ കരി കുറച്ചുകൂടെ മേളിലോട്ട് കെട്ടുക. കയ്യിലാണ് കടിയിട്ടിട്ട് പൊക്കി വെക്കരുത്. തൂക്കിയിടരുത്. പൊക്കി വെച്ചാലും സർക്കുലേഷൻ കൂടും. തൂക്കിയിടുമ്പോൾ നീര് കൂടും. നീര് കൂടുമ്പോൾ മുറിക്കേണ്ട സാഹചര്യം വരും. ഇങ്ങനെ വെക്കുക. ഹാർട്ടിന്റെ താഴെ ഇങ്ങനെ വെച്ച് ഇരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. ഇപ്പൊ കാലിൽ കടി കിട്ടി, കെട്ടിയതിനു ശേഷം കാലിൽ നിവർത്തി വെക്കുക. ചാരി ഇരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. അഥവാ അദ്ദേഹത്തിന് ശ്വാസം മുട്ടില്ല, കിടക്കുമ്പോൾ മലർന്നോ കമിഴ്ന്നോ കിടക്കാൻ അനുവദിക്കരുത്. ചരിഞ്ഞ് കിടക്കുക. ചരിഞ്ഞ് കിടക്കുമ്പോൾ വായി കൂടെ തന്നെ കഫം പുറത്തേക്ക് പോകും. എന്താ പറയുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റുന്നത് വെച്ചാൽ കടി കിട്ടിയാൽ ഉടനെ അടുത്തുള്ള വൈദ്യന്റെ വീട്ടിൽ കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് നേരെ നഴ്സിംഗ് ഹോമിൽ കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് ഉണ്ട്. അപ്പോഴത്തേക്ക് ടൈം ഡിലേ ആവും, ആളും മരിക്കും. ഒരു കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരോട് ഒരു കാര്യങ്ങൾ പറയാം. നമ്മുടെ തിരുവനന്തപുരത്ത് എനിക്ക് കുറച്ച് കാലങ്ങൾ, ഒരു 10 വർഷങ്ങൾക്ക് മുന്നേ തച്ചോട്ട് ആവുന്ന സ്ഥലത്ത് ഒരു കുട്ടി മരണപ്പെട്ടു. മോള്, ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടു. കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുന്നേ മലപ്പുറത്ത് ഒരു കുട്ടി 2 വയസ്സുള്ള മോന് സൈക്കിൾ എടുത്തപ്പോൾ സൈക്കിളിന്റെ ഹാൻഡിൽ മലബാർ പിറ്റേ കാരണം കഴിച്ച് മരണപ്പെട്ടു. അതൊക്കെ ഒരുപാടുണ്ട്. കഴിഞ്ഞ ആഴ്ച കട്ടിൽ കിടന്നുറങ്ങിയ കുട്ടി അണലിയുടെ കടിയേറ്റ്, വലിയ അണലിയുടെ കടിയേറ്റ്, അതൊക്കെ സംഭവിച്ചു. പക്ഷെ ഇത് കടി കിട്ടി. മോള് രാവിലെ സ്കൂളിൽ പോകാണ്ട് ഇറങ്ങിയ ഡ്രസ്സല്ലേ. അന്ന് എനിക്ക് 4-5 പഠിക്കുന്നു. മോള് രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് മേളത്തെ നിലയിൽ നിന്ന് അമ്മ ഫുഡ് കൊടുത്തു. കഴിച്ചിട്ട് കുട്ടി തറയിൽ അടുക്കളയുടെ താഴെ പൈപ്പിൽ പോയി വാവ് പിടിക്കാണ്ടിരിക്കുന്ന വാവ് പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ താഴെ മാളത്തിൽ നിന്ന് ഒരു പാമ്പ് എത്തി മാളത്തിന്റെ അടുത്ത കുട്ടിയുടെ കാലിരുന്നു. അപ്പൊ അനങ്ങിയപ്പോൾ അത് പെട്ടെന്നൊന്ന് കടിച്ചെന്ന് മേളിൽ അമ്മ നോക്കിക്കൊണ്ടിരിക്കുക. മൂർക്കാണ് കടിച്ച് വന്നപ്പോൾ തന്നെ ഇങ്ങനെ പത്തി വിടർന്ന് നിന്നാണ് കടിക്കുന്നത്. അപ്പോൾ ഇതവർ പെട്ടെന്ന് തന്നെ നിലവിളിച്ച് തൊട്ടടുത്തുള്ള നരവമുള്ള ഒരു വൈദ്യന്റെ വീട്ടിൽ കൊണ്ട് വൈദ്യനെ മുറിവ് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് കുഴപ്പമില്ല, പേടിക്കണ്ട, ഇത് എലി കടിച്ചതാണ്. അമ്മയപ്പനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, കടിക്കുന്നത്. അമ്മ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ശ്വാസം മുട്ടലായി. പെട്ടെന്ന് അവിടെ നിന്ന് അവർ കാർ പിടിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് കാഷ്വാലിറ്റി ചെയ്തപ്പോൾ മോള് മരിച്ചു. അപ്പോൾ മോർക്കാണ് കടിക്കുന്നത് കണ്ടു. അവിടെ ചെന്നപ്പോൾ പുള്ളി പറഞ്ഞ് എലിയാണ് കടിച്ചത്. രണ്ടാമതൊരു രസമുണ്ട്. അവസാനം കുഞ്ഞ് മരിച്ചപ്പോൾ അറിയാലോ, വീട്ടിലെ അവസ്ഥ അറിയാലോ. വീട്ടുകാരെല്ലാം കൂടി ചെന്ന് പുള്ളി അടിക്കാനായിട്ട് പുള്ളിയുടെ വീട്ടിൽ ചെന്ന് പുള്ളി തൊഴുതുകൊണ്ട് പറയുന്നത്, എന്നെ ഒന്നും ചെയ്തത് സാധാരണ എലിയല്ല കടിച്ചത്, കുറച്ച് കൂടിയ എലിയാണ് കടിച്ചത്. നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്താണ് സംഭവം. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും സിംറ്റംസ് നോക്കി ചികിത്സിക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോകാൻ പാടില്ല. പണ്ട് ചെയ്തിരുന്നു. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് തിരുവനന്തപുരത്ത് നമ്മള് പാലോടടുത്ത് നമ്മുടെ ലക്ഷ്മിക്കുട്ടി അമ്മ എന്ന് പറഞ്ഞ അമ്മയ്ക്ക് പത്മശ്രീ കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പത്മശ്രീ കൊടുത്തു. പത്മശ്രീ ഒരു പ്രത്യേകത. പത്മശ്രീ കൊടുക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ പാമ്പ് കടി 350 വരെ അമ്മ ചികിത്സിച്ച് രക്ഷിച്ചു. നാടൻ ചികിത്സയ്ക്കാണ് മരുന്ന് അവാർഡ് കൊടുത്തു, പത്മശ്രീ കൊടുത്തു. രക്ഷിച്ചതിനല്ല കൊടുത്തു. നാടൻ ചികിത്സാ രീതി പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത് കൊടുത്തത്. പക്ഷെ അവിടെയും അമ്മ ചികിത്സിച്ചിരിക്കുന്ന എല്ലാം കാട്ടിൽ കണ്ടുവരുന്ന ബലം കുറഞ്ഞ പാമ്പുകളുടെ കടികളാണ്. മലബാർ ബിറ്റേപ്പർ, ഹംബിനോസർ, അങ്ങനെയൊക്കെയുള്ള. പക്ഷെ ഇപ്പൊ എനിക്കൊക്കെ ഒരു മൂർഖന്റെ കടിയിട്ട് ഞാൻ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മൂക്കിൽ പഞ്ഞി വയ്ക്കുന്ന നിവൃത്തിയുള്ളൂ, വേറെ നിവൃത്തിയില്ല. പക്ഷെ അതുപോലെ തന്നെ എനിക്ക് സന്തോഷമുള്ള കാര്യം, നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ നമ്മുടെ പ്രേക്ഷകർ ചിലപ്പോൾ കണ്ടിരിക്കാം, എനിക്ക് ഈ ഒരു മേഖലയിൽ വന്നിട്ട് നഷ്ടം എന്ന് പറയാൻ എനിക്ക് കുറ്റബോധം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും, എന്നാൽ ഈ ആൾക്കാരുടെ എന്താ പറയുക, ഈ ഇപ്പോൾ കുറെ ആൾക്കാരുടെ നമ്മുടെ കളിയാക്കിക്കൊണ്ടുള്ള പരിപാടികളിലുള്ള മാനസിക വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷെ സന്തോഷമുള്ളതിൽ ഈ ലോക ചരിത്രത്തിൽ ഒരാളിനും കിട്ടാത്തൊരു ഭാഗ്യം എനിക്കുണ്ടായി. എന്ന് വെച്ചാൽ ഒരു പാമ്പുപിടുത്തക്കാരിൽ
ലോക ചരിത്രം, അതായത് നമ്മുടെ ചാൾസ് രാജകുമാരനെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഇംഗ്ലണ്ടിന്റെ രാജകുമാരൻ, ഇപ്പോഴത്തെ രാജാവ്, അന്ന് രാജപുത്രനായിരുന്നു. അതായത് കേരളത്തിൽ വന്നു. അപ്പോൾ എനിക്ക് അന്ന് മാധവൻ പിള്ള ഫൗണ്ടേഷൻ്റെ അവാർഡുണ്ട്. അന്ന് മേനകാഗാന്ധി അവർകളായിരുന്നു അവാർഡ് സമ്മാനിച്ചത്. അപ്പോൾ അത് മുഖാന്തരം നമുക്ക് അവരെ പരിചയപ്പെടാനും അവിടെ വാഴച്ചാൽ ഐബിയിൽ വെച്ച് രാജകുമാരനെ കാണാനും അവരുമായിട്ട് നമുക്ക് സംസാരിക്കാനും അവരുടെ അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അത് എനിക്കൊന്നും ലോകത്ത് ആർക്കും ഉണ്ടായിട്ടില്ല. രണ്ടാമതൊരു ഭാഗ്യം ഉണ്ടായത് സ്വീഡനിൽ. ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് പിടിക്കത്തില്ല. ഇതാണ് എൻ്റെ അടുത്തുള്ള ജലസി എന്ന് പറഞ്ഞത്. സ്വീഡനിൽ അവിടുത്തെ അവിടുത്തെ പാർക്കിൽ നിന്ന് ഒരു രാജകുമാരൻ 2 മാസങ്ങൾക്ക് മുന്നേ ഇറങ്ങിപ്പോയി. 2 മാസങ്ങൾക്ക് മുന്നേ ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് നേരെ അവിടുത്തെ വൈറ്റ് ഹൗസായിട്ട് ബന്ധപ്പെടുന്നു. അവിടെ നിന്ന് നമ്മളെ ഇന്ത്യക്കാരൻ തന്നെ ഒരാളോട് പോയി കൂട്ടിൽ പാമ്പില്ല. പുള്ളിയാണത് വാർത്തയാക്കിയത്, പാമ്പ് കൂട്ടിലില്ല എന്നുള്ളത്. 2 മാസങ്ങളെ മുന്നേ പോയിട്ട് അവർ മിണ്ടാതിരുന്നു. അവിടുത്തെ കാലാവസ്ഥ തണുപ്പായിട്ട് പുറത്ത് ജീവിക്കത്തില്ല, അവൻ തിരിച്ച് കൂട്ടിക്കണമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് മിണ്ടില്ല. പുള്ളി പറഞ്ഞ വൈറ്റ് ഹൗസായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് നേരെ എനിക്ക് കോൾ വന്നു. എനിക്ക് കൗമുദിക്ക് കോൾ വന്നു. കൗമുദിയിൽ നേരെ എനിക്ക് കോൾ വന്നു. അപ്പോൾ എൻ്റെ റെഡിയായിരിക്കാൻ പറഞ്ഞു. റെഡിയായിരുന്ന് ഒരു രാത്രി 12 മണിയൊക്കെ ആയപ്പോൾ അവരെന്നെ വിളിക്കുന്നു, പാമ്പ് എവിടെ നിന്നോ വന്ന് കൂട്ടി കയറിയിരുന്നു 2 മാസങ്ങൾക്ക് മുന്നേ. അപ്പോൾ ഈ ലോകത്ത് എത്രയോ സ്നേക്ക് കേച്ചർമാരുണ്ട്. അപ്പം ഞാൻ വെറും സാധാരണക്കാരാണ്. എന്നാൽ എനിക്ക് അവിടെ നിന്ന് കോൾ വന്നില്ലേ, അത് ഏറ്റവും വലിയൊരു കാര്യം. അപ്പം അത് ഇപ്പം നമ്മളിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഇർവിൻ സാറിനെക്കാളും, അല്ലെങ്കിൽ ഇർവിൻ സാറുണ്ടായിരുന്നെങ്കിൽ ഇർവിൻ സാറിനെക്കാളും ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? ഇപ്പം നമ്മളെയൊക്കെ വെറും താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ സ്റ്റീവ് ഇർവിൻ എന്ന് പറഞ്ഞ ലോകപ്രസിദ്ധനായ ഒരാളിനെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പാർക്ക് ഉണ്ടാക്കി, നെയ്യാർ ഡാം. അതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാം? കാട് പിടിച്ചു വെക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ എവിടെ നിന്നപ്പോൾ ഇവിടെ കാട് കയറി, അവർ കേസ് കൊടുത്തത് പൂട്ടിച്ചു. ഇതാണ് നമ്മുടെ അവസ്ഥ. പുറത്തുള്ള ഒരാളിനെ കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ഉണ്ടാക്കി, നമുക്കൊരു സ്മാരകം പോലും ഉണ്ടാക്കില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മളെ പരിഹസിക്കാനാണ് ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം. ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. എല്ലാവരുടെ അവസ്ഥ അത് തന്നെയാണ്, എൻ്റെ മാത്രമല്ല. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമുക്ക് രാഷ്ട്രീയം എടുത്ത് നോക്കിയാലും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മേഖല, ഇപ്പോൾ റിസർച്ച് മേഖല നിങ്ങൾ എടുത്തു നോക്കും. റിസർച്ച് മേഖല ഇപ്പം നമുക്ക് കോഴിമുട്ടയിൽ നിന്ന് ആൻറ്റിവനം കണ്ടെത്തുന്ന ഒരു റിസർച്ച് ട്രിവാൻഡ്രത്തെ പൂജപ്പുര ശ്രീധര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നതാണ്. അത് പകുതിയായപ്പോൾ ഫ്ലോപ്പായി, ഫണ്ട് അനുവദിക്കുന്നില്ല. ഇതൊക്കെ ഇത് തമ്മിൽ പാരകളുള്ളതുകൊണ്ടാണ് ഇതൊക്കെ നമ്മളിവിടെ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ അവസ്ഥ ഇതാണ്. നിങ്ങൾ റിസർച്ച് ആണ്, ടീം വന്നിട്ട് നിങ്ങൾ റിസർച്ച് ചെയ്ത് നിങ്ങളെ കാലിലടി മണ്ണ് മാറ്റി, നിങ്ങളെ മലന്നടിച്ച് നിങ്ങൾ കുഴിക്കാത്തിട്ട് മണ്ണിടും. ഇതാണ് നമ്മുടെ അവസ്ഥ. അതാ ഞാൻ അതിനേക്ക് അതിജീവിക്കുന്നു. ഞാൻ പിന്നെ ആരോട്ടും ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യും. കുറേ ടീമുകളെ വിളിച്ചു. ഇപ്പം എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഇപ്പം കേരളത്തിലൊരു സംഭവം ഉണ്ട്. എന്നറിയാം, ഞാൻ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ മോശം കമൻസ് ഇടാനായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇപ്പം അവർ തമ്മിലടിച്ചു. അതിലൊരു കുറേ പേര്, എറണാകുളത്തും തൃശ്ശൂരൊക്കെയുള്ള കുറേ പേര് എൻ്റെ അടുത്ത്, ചേട്ടാ അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഇന്ന ആൾക്കാർ ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ ഞങ്ങളെ ചേട്ടനെ നാറ്റിക്കാൻ വേണ്ടിയിട്ട ഗ്രൂപ്പാണെന്നൊക്കെ പറഞ്ഞവരെന്ന് പറഞ്ഞു. ഞാൻ ആർക്കും ഇതിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കില്ല. പറയാനുള്ള പച്ചക്കറി. ഏറ്റവും കൂടുതൽ കഷ്ടമെന്ന് പറഞ്ഞാൽ ഉത്തര കൊലക്കേസിൽ നമ്മൾ ഇടപെട്ടതാണ് ഇന്ന് പലർക്കും പിടിക്കാത്ത. വനംവകുപ്പിലുള്ള പല ആൾക്കാർ, വനംവകുപ്പിൽ 1-2 പേരുള്ള, ബാക്കി എല്ലാവരും എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. പക്ഷെ അവർക്ക് പോലും എൻ്റെ അടുത്ത് മിണ്ടാൻ പേടിയാണ്, എന്തെങ്കിലും നടപടി ഉണ്ടായാലെന്ന്. ഇപ്പം അതിന് നിസ്സാരമായിട്ടൊരു കേസ്. കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുന്നേ, വർഷങ്ങൾ എൻ്റെ സുഹൃത്താണ് ബൈജു കോട്ടപ്പാടം എന്ന് പറഞ്ഞൊരു പഴംപൊടിത്തക്കാരൻ. പുള്ളി ഒരുപാട് കാര്യങ്ങൾക്ക് എന്നോട് സഹായിച്ചു. ഞാൻ പുള്ളി സഹായിച്ചിട്ടുള്ള ആളാണ്. പുള്ളിയുടെ DP-യിൽ ഞാനും പുള്ളിയായിരുന്നു, മൊബൈലിൻ്റെ. അപ്പോൾ പുള്ളി ശബരിമല ഡ്യൂട്ടിക്ക് പാമ്പ് പിടിക്കാനായിട്ട് പോകാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു ഓഫീസർ ചോദിച്ചു, പുള്ളിയുടെ DP ഉണ്ടോ ചോദിച്ചു. ഇതെനിക്ക് അത്ര പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാനും പുള്ളിയായിട്ട് നിൽക്കുന്ന DP പിടിക്കുന്നില്ല എന്ന്. പുള്ളി അപ്പോഴത് ഡിലീറ്റ് ചെയ്തു. ഇതാണ് ഞാനുമായിട്ട് കണക്ഷനുള്ള എല്ലാവരെയും ഒറ്റപ്പെടുത്തുന്നതാണ്. ഇപ്പൊ നമുക്കിപ്പോൾ കേരളത്തിൽ ഒരു പ്രതിപക്ഷവും ഭരണപക്ഷവും ഉണ്ട്. ഇപ്പൊ പാമ്പ് മേഖലയിലായിരുന്നാലും എന്ത് സ്ഥാപനത്തിലായിരുന്നാലും 2 പക്ഷം വേണം, എങ്കിലേ ഒന്ന് നേരെ പോകും. ഇപ്പൊ ഞാൻ പുറത്തു നിന്നപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പുറത്ത് നിൽക്കുന്നത് കൊണ്ട് ഒരുപാട് സംഭവം, പുറത്തു നിന്നുകൊണ്ട് ഇതിന് പല സംഭവം എതിർക്കുന്നുണ്ട്, പലരും സൂക്ഷിക്കും. പാമ്പടി എല്ലാവർക്കും കിട്ടും. എത്ര നല്ല ഡ്രൈവർ. എനിക്ക് 2 പ്രാവശ്യം കാറടിച്ച് എൻ്റെ വണ്ടി എനിക്ക് നട്ടല് പൊട്ടിയിട്ടുണ്ട്. ഞാനൊരു പത്തനംതിട്ടയിൽ മലയാളപ്പുഴ ക്ഷേത്രത്തിനടുത്തൊരു മതിൽ പൊളിച്ചുകൊണ്ടിരുന്നപ്പോൾ വേറൊരാളൊന്ന് മതിൽ ചവിട്ടിയിട്ട് എൻ്റെ നട്ടലിൽ 3 പൊട്ടലുണ്ടായി, തുടയിലും പൊട്ടലുണ്ടായി. എനിക്ക് അവരെന്നെ എന്തൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ചാൽ അവരെന്നെ കാറിൽ കൊണ്ടുവന്ന് പത്തനംതിട്ട DC ഹോസ്പിറ്റലിലാക്കി. അവിടെ നിന്ന് ഞാൻ ആംബുലൻസ് വിളിച്ചിട്ട് വേണ്ട മെഡിക്കൽ എന്താണെന്നൊന്നും ചോദിച്ചിട്ടില്ല എൻ്റെ അടുത്താർ. എങ്ങനെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്നും അവർ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. ചേട്ടനെ, ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായെന്ന് പറയാൻ കാരണം എനിക്ക് തോന്നുന്നത് 2-3 കാര്യം. ഒന്ന്, നമ്മുടെ ഇപ്പോൾ കോട്ടയത്ത് വെച്ചുള്ള ഒരു കടി കിട്ടിയ സമയത്ത് ഫുള്ള് സർക്കാരായിരുന്നു. ഫുള്ളും നമ്മുടെ വനംവകുപ്പൊന്നുമല്ല, നമ്മുടെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ സർക്കാർ എന്നെ ഒരുപാട് സഹായിച്ചു. അത് നമ്മുടെ വാസവൻ സാറാണ് മുൻകൈ എടുത്തത്. അതിന് ഒരുപാട് 1 പൈസ എനിക്ക് ചിലവുണ്ട്. എന്നെ വീട്ടിൽ കൊണ്ടാക്കിയത് വരെ അവരെ ഫണ്ടിലാണ് ഉണ്ടാക്കിയത്. അതിന് പിന്നെ ശൈലജ മാഡം ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്തും ഇപ്പോൾ വീണ മാഡം ഇരിക്കുന്നത് ആ സമയത്തും എനിക്ക് ഒരു കടി കിട്ടിയ സമയത്ത് ട്രീറ്റ്മെന്റ് സർക്കാർ ചെയ്തു. അല്ലാതെ സർക്കാരിന്റെ ആനുകൂല്യങ്ങളോ അവാർഡുകളോ ഒന്നുമില്ല. എനിക്ക് ഞാനല്ല ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാലേ, ഇപ്പൊ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ചേട്ടന്
വനം വകുപ്പില് ഒരു ജോലി അവർ ഓഫർ ചെയ്തിരുന്നെങ്കിൽ ചേട്ടൻ സ്വീകരിക്കുമായിരുന്നു? ഒരിക്കലും സ്വീകരിക്കുന്നില്ല. കാരണം വനം വകുപ്പിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, എനിക്കൊരു ചട്ടക്കൂട്ടിനകത്ത് ഒതുങ്ങി നിൽക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം ഞാൻ കേരളം മൊത്തം എനിക്ക് യാത്ര ചെയ്യാം. മറ്റേന്ന് വെച്ചാൽ ഒരു റേഞ്ചിൽ നിൽക്കാൻ എനിക്ക് പറ്റുള്ളൂ. ഒരു ഏതെങ്കിലും ഒരു റേഞ്ചിൽ കൊണ്ട് തന്നെ ഒതുക്കിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും താൽക്കാലികമായിട്ട് വാച്ചറാട്ടേ എടുക്കുകയുള്ളൂ. നമുക്ക് പെർമനന്റ് എടുക്കാൻ നിയമമില്ലല്ലോ. അപ്പൊ ആദ്യം വാച്ചറാട്ട് എടുത്തിട്ട് ഏതെങ്കിലും ഗേറ്റിന്റെ സൈഡിൽ കൊണ്ട് ഗേറ്റ് പോക്കാനും താത്താനും ഇരിക്കുക, അല്ലെങ്കിൽ ചാവുന്ന മൃഗങ്ങളെ കുഴിച്ചാക്കാൻ കൊണ്ടാക്കുക. ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതാണ് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഇപ്പം നമ്മുടെ കേരളത്തിൽ ഒരുപാട് അനാവശ്യ ചെലവുകളാണ് വനം വകുപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അനാവശ്യമായ ചെലവുകൾ, ഒരാവശ്യമില്ല. ഇവർ രാവിലെ ഒരു പാമ്പിനെ പിടിക്കാൻ നമ്മൾ ഒരു ജീപ്പ് കൊടുത്ത് 2 വാച്ചർമാരെയും കയറ്റി, ഒരു FSFയും കയറി, ഒരാളും കൂടി ഡ്രൈവറും കയറി രാവിലെ ഇങ്ങനെ കറങ്ങി നടക്കണം. ഫീൽഡിൽ എന്തുകൊണ്ട് അവർ പോകുന്നില്ല? കാട്ടിനകത്ത് നിന്ന് എത്രയും മൃഗങ്ങളും നാട്ടിലേക്ക് വരുന്നു. ഈ നാട്ടിൽ അതിനകത്ത് എന്തെങ്കിലും സംവിധാനങ്ങളുണ്ട്? ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇതൊന്നും പാഴ് ചെലവാണെന്നറിയാം. എന്ത് ഇതിനൊക്കെയാണ് ഞാൻ എതിർക്കുന്നത്, പാഴായിട്ടുള്ള ചെലവ്. ഇപ്പൊ നിസ്സാരമായിട്ടൊരു കാര്യം, നമ്മുടെ കഴിഞ്ഞ ഒരു വർഷം മുന്നേ തിരുവനന്തപുരത്ത് പൊന്മുടിയിൽ വെച്ചൊരു ചെറുപ്പക്കാരൻ പാമ്പ് കടിയിട്ട് മരണപ്പെട്ടു. വനത്തിൽ പാമ്പ് കൊടുത്തക്കാരനാണ് ഷിബു. അതെ, ഷിബു കിള്ളിപ്പാലം. എങ്ങനെ മരിച്ചു? എന്തിനോടെ പോയി? ആരൊക്കെ പോയി? എങ്ങനെയാണ് കടിച്ചത്? കാട്ടിനകത്ത് വെച്ച് എന്തായാലും പാമ്പിനെ പിടിക്കാനല്ല പോയത്. പാമ്പിനെ തുറന്നുവിടാൻ പോയത്. തുറന്നുവിട്ട് വീഡിയോ എടുക്കുന്നതിന് മുന്നെയാണ് കടിച്ചത്. കടിക്കുന്ന സമയത്ത് കടിച്ച് കൊണ്ടുവന്ന സമയത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏത് സാഹചര്യത്തിലാണ് കടി കിട്ടിയത്, ഏത് സാഹചര്യത്തിലാണ്. ആൽക്കഹോളായിരുന്നു എന്ന് പറയുന്നത്. അതിന്റെ ഒരു നടപടിയോ കേസൊന്നും ഇതിലുണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് പോട്ടെ, അത് തീർന്നു. ഉത്തരാകൊല കേസ് നമ്മളെടുത്തു. ഉത്തരാകൊല കേസ് നമ്മൾ ഇടപെട്ടതാണ് ഇവർക്ക് ഏറ്റവും വലിയൊരു ഇതായത്. അവർക്ക് പ്രാധാന്യം ഉണ്ടായില്ല. അപ്പൊ ഞങ്ങളുടെ എപ്പിസോഡ് 7 കോടതി ആവശ്യപ്പെട്ടു. എനിക്ക് ചിരി വരുന്നൊരു സംഭവം എന്നറിയാം. ഇതിൽ പാമ്പിനെ കൊണ്ട് ഡമ്മിയെ കടിപ്പിക്കുന്ന ഒരു സംഭവം. ഡമ്മിയെ ഒരു 50 പ്രാവശ്യം അതിന്റെ പുറത്തിട്ട് അടിച്ച് കടിപ്പിക്കുന്നു. അതൊന്നും പാമ്പ് ചൂഷണമല്ല. ഞങ്ങളപ്പോൾ ഒരു പാമ്പിനെ ഇങ്ങനെ എടുത്ത് ഫോട്ടോ എടുത്താലാണ് ചൂഷണം വരുന്നത്. ഒരു പാമ്പിനെ കൊണ്ട് വാലി പിടിച്ച് 50 പേർക്ക് ട്രെയിനിങ് കൊടുത്താൽ ചൂഷണമല്ല. നമ്മൾ ഒറ്റ പ്രാവശ്യം പാമ്പിനെ വാലി പിടിച്ചെടുത്ത് ബോട്ടിലാക്കിയ ചൂഷണമാണ്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ. എന്ത് വിവരമില്ലായികയാണെന്നറിയാം. എന്ത് വിവരമില്ല. ഇതിനൊക്കെതിരെയാണ് ഞാൻ പ്രതികരിക്കുന്നത്. ഇതാണ് പലർക്കും പിടിക്കാത്തത്. ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. തൂക്കിക്കൊല്ലാൻ നിയമമൊന്നുമില്ല. പിന്നെ കള്ളക്കേസിൽ എടുക്കാൻ പറ്റും. പാമ്പിനെ അവിടെ കാണിച്ചു, ഇവിടെ കാണിച്ചു. നിങ്ങൾക്കറിയാം, ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പാമ്പുകടി ഇഷ്ടംപോലെ പാമ്പുകടി ഉണ്ടായിരുന്നു. അപ്പോൾ 7 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ അവിടെ ഒരു പാമ്പിനെ കൊണ്ട് ക്ലാസ് എടുത്ത് പാമ്പിനെ പരിചയപ്പെടുത്തി, ഡോക്ടർമാർക്ക് നഴ്സുമാർക്ക് പരിചയപ്പെടുത്തി ക്ലാസ് എടുത്തുകൊണ്ട് എൻ്റെ പേര് കേസ് എടുത്തിരിക്കുക. അനാവശ്യമായിട്ടുള്ള കേസാണ്. ഇവിടെ കേരളത്തിൽ അതിനു മുന്നേ ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വനം വകുപ്പിന്റെ ഓഫീസർമാരെ വിളിച്ചിട്ടും രാഷ്ട്രീയ പാർട്ടികൾ വിളിച്ചിട്ടും അവർ ഓഡിറ്റോറിയങ്ങളിലൂടെ കൊണ്ട് അവർ പൈസ പിരിച്ച് ക്ലാസ് എടുത്ത്. എനിക്ക് കാരണം നക്കാപ്പിച്ചാണ്, വണ്ടിക്കൂലിക്ക് ഒരു തരത്തില്ല. അല്ല, ചേട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ എന്നെ എന്തിനാണ് ഇവരിങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സംഘം 1-2 വനം വകുപ്പിനകത്ത് തന്നെ ഉണ്ട്. എനിക്ക് ആരും അടിമയായിട്ട് ജീവിക്കാൻ താല്പര്യം. ഞാൻ ആരും അടിമയൊന്നുമല്ല. ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരാളിനെ പിടിച്ചു പിടിച്ചിട്ട് എൻ്റെ പേരിൽ മാനിനെ വെടിവെച്ച കേസിലെ, മാനിറച്ചി തിന്ന കേസിലെ, പന്നിയിറച്ചി തിന്ന കേസിലെ, പോത്തിനെ ഇറച്ചി വെച്ച് തിന്ന കേസിലെ, പാമ്പിന്റെ വിഷം വിറ്റ കേസിലെ ഒന്നും കേസൊന്നുമില്ല. ഞാൻ ഒരുത്തിനും ഭയപ്പെടേണ്ട കാര്യമൊന്നും എനിക്ക്. എന്നെ തൂക്കിക്കൊല്ലാനൊന്നും നിയമമില്ല. കള്ളക്കേസെടുത്ത് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കും, കയറ്റി. ഇതാണ് അവരുടെ ലക്ഷ്യം. എന്താ വെച്ചാൽ എങ്ങനെയും തളർത്തുക എന്നുള്ളത് വനം വകുപ്പിന്റെ പ്രത്യേകത. എങ്ങനെയും അവരോട്ട് നമ്മൾ സഹകരിക്കാൻ പാടില്ല. ഇതാണ് അവരുടെ അവസ്ഥ. അത് ഞാൻ അങ്ങനെയും തളരുന്ന ആളല്ല. എന്റെ കൂടെ നടന്നവരെന്നെ ചതിച്ചിട്ട് ഞാൻ തളർന്നു വീണിട്ടില്ല. പാമ്പ് കാണിച്ചിട്ട് പേടിക്കും. ഞാൻ വലിയ രാജവമ്പലം മുറുകനെ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന, മനുഷ്യനെ കൊല്ലാൻ ശ്രമിക്കുന്ന പാമ്പുകളെ പിടിക്കുന്ന എനിക്ക് ഈ പാമ്പിനെ കാണിച്ചാണ് ശ്വാസമാക്കുന്നത്. അതിനെ കണ്ട് ഞാൻ പേടിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ഭയപ്പെടുന്ന ഒരാളെന്നല്ല. ഞാൻ ലോകത്ത് ഭയപ്പെടുന്നത് മനുഷ്യനെ മാത്രം. എന്നാൽ എനിക്ക് ഭയമുള്ള സാധനമുണ്ട്. എനിക്ക് പേടിയുള്ളൊരു സാധനമുള്ളൂ. അത് മറ്റേ ഈ എന്താ പറയുക, പൂട്ടുള്ള പുഴു എനിക്ക് പേടിയാണ്. പൂട്ടുള്ള പുഴു മറ്റേ ആട്ടാൻ പുഴു. അത് കണ്ടാൽ എനിക്ക് എന്റെ ദേഹമൊക്കെ ഒരുമാതിരി വൈകല്യം ഉണ്ടാവും. എനിക്ക് രോമമൊക്കെ കഴിച്ചു വരും. കാരണം എന്റെ ചെറുപ്പത്തിൽ എന്റെ വീട്ടിൽ ഈ പുഴു ഉണ്ടായിരുന്നു. ഈ ആവണക്കുന്നൊരു ചെടിയുണ്ട്. ഈ ചെടിയുടെ ഇലയാണെങ്കിൽ CTCRയിൽ പട്ടുനൂൽ പുഴുവിന് കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ ഒരു സീസണിൽ പുഴുണ്ട്. അപ്പൊ ഞാൻ വീട്ടിൽ മര്യാദക്കാരനായിട്ട് എന്റെ ചേട്ടന്മാരും അനിയത്തിയും കൂടെ എന്നെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ഈ പുഴു എടുത്ത് കുടയും. അപ്പൊ എന്റെ ദേഹത്ത് ഇത് വന്ന് ചൊറിയും. അപ്പൊ അന്നത്തെ ഓർമ്മ എനിക്കിന്ന് ഇതിനെ കാണുമ്പോൾ പെട്ടെന്ന് രോമൊക്കെ എണീറ്റ്. നമ്മൾ ഈ വീടുകളിൽ ചിലർ പറയും ഈ ഉള്ളി ചതച്ചിട്ടാലോ അല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ടാലോ അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ചാലോ പാമ്പ് പോകും എന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമാണ്? വെളുത്തുള്ളി നല്ലതാണ്, പക്ഷെ പാമ്പ് വരാതിരിക്കാനുള്ള വയറ്റിൽ ഗ്യാസ് ഉണ്ടെങ്കിൽ പോകാൻ നല്ലതാണ്. 2 വെളുത്തുള്ളി അല്ലി പൊളിച്ചിട്ടില്ല, ഉപ്പുമായിട്ട് ചേർത്ത് കഴിച്ചാൽ പറവണ ഗ്യാസ് പോയി കിട്ടും. അല്ല പാമ്പോട്ട് യാതൊരു ബന്ധവുമില്ല. അതൊക്കെ ശുദ്ധ മണ്ടത്തുണ്ട്. പിന്നെ നമ്മൾ കഴിക്കുന്ന സാധനം മറ്റൊരു ജീവിക്ക് അങ്ങനെ ഇറിറ്റേഷൻ ഉണ്ടാകുന്നത്. മണ്ണെണ്ണ ഡീസൽ നല്ലതാണ്. മണ്ണെണ്ണ ശീലം. യഥാർത്ഥ പാമ്പ് നമ്മുടെ വീട്ടിനകത്തേക്ക് വരുന്നത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ പാമ്പ് വരുന്നത് ഭക്ഷണം തേടിയാണ്. ഭക്ഷണം എലിയും തവളയാണ്. എലിയൊക്കെ സഞ്ചരിക്കുമ്പോൾ അവൻ്റെ യൂറിൻ്റെയോ മോഷൻ്റെയോ ഗന്ധം അവർക്ക് നാക്കിലേക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അതാണ് അവൻ താരയിൽ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചു വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ലേശം മണ്ണെണ്ണയോ ഡീസലോ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഗന്ധം അവർക്ക് കിട്ടുകയില്ല. അവർ മടങ്ങിപ്പോകും. പിന്നെ തണുത്ത രക്തമുള്ള ജീവിയായതുകൊണ്ട് മണ്ണെണ്ണ ദേഹത്ത് വീണാൽ നല്ല തട്ട് വീണാൽ മരിച്ചു. ഇപ്പൊ ഈ മാസം തന്നെ എനിക്ക് 4-5 പാമ്പുകൾക്ക് ഹിറ്റ് അടിച്ചിട്ട് കൊന്നു.
ഒരു മൂർഖൻ പാമ്പ് ജനലിന്റെ ഗ്യാപ്പിൽ നിന്ന് മൂർഖൻ ഫ്രഞ്ച് വിൻഡിയുടെ അടിയിൽ ഗ്യാപ്പിൽ നിന്ന് മൂർഖൻ അവർ ഹിറ്റ് അടിച്ച് അതിനകത്ത് ചത്തിരുന്നു. പിന്നെ ചുവർ പാമ്പ് അടുക്കളയിലും ബാത്റൂമിലും ഫ്ലഷിന്റെ ഇടയിലൊക്കെ ഇരുന്ന് അവർ ഹിറ്റ് അടിച്ച് ചത്തിരുന്നു. അപ്പൊ ഹിറ്റ് അടിച്ചപ്പോൾ ചത്തിരിക്കുന്നു. അപ്പൊ ഇത് ആ ജീവിക്ക് മണ്ണെണ്ണ ഡീസലൊക്കെ ദേഹത്ത് വീണാൽ മരണം സംഭവിക്കും. ഈ കണ്ണ് കണ്ടുകൂടാത്ത പാമ്പിനെ ചേട്ടൻ എങ്ങനെ ഇപ്പം പിടിച്ച് സെൻസ് ചെയ്യുന്നത് എങ്ങനെയാ? പാമ്പ് ഒരിക്കലും കണ്ണില്ല എന്നുള്ളു. കണ്ണുണ്ട്, കാഴ്ചയില്ല. ചെവിയുണ്ട്, കേൾക്കാൻ പറ്റില്ല. മൂക്കുണ്ട്, സ്മെല്ലെടുക്കാൻ പറ്റില്ല. കാലും കൈയില്ല, പല്ലുണ്ട്, ചവച്ചരയ്ക്കാൻ പറ്റുന്നില്ല. മിഴുങ്ങി ഇറക്കുന്ന ജീവി. അതിലുപരി നാക്കുകൊണ്ട് മാത്രം സെൻസ് ചെയ്യുന്ന ജീവി. അപ്പൊ നമ്മളിപ്പോ ഒരു മൂർഖനെയൊക്കെ പിടിച്ച് മൂർഖനെ രാജവമ്പലെ പിടിച്ച് നമ്മളിങ്ങനെ അനങ്ങുമ്പോ ഈ അനക്കത്തിലേക്ക് അങ്ങ് നോക്കി എണീറ്റ് നിൽക്കുന്നു എന്നുള്ളതുണ്ട്. പക്ഷെ ആ സമയം ഒരു അണലി വെച്ച് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഒരു ചേരയെ വെച്ച് അങ്ങനെ ചെയ്യാൻ പറ്റും, ഒരു പെരുമ്പാമ്പിനെ വെച്ച് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് പത്തിയുള്ള പാമ്പാകുമ്പോൾ മുന്നിലേക്ക് പത്തി ഇങ്ങനെ വിടുന്നിരിക്കുമ്പോൾ പുറകിലേക്കുള്ള അനക്കമൊന്നും കാണുന്നില്ല. അപ്പൊ മുന്നിൽ ഇങ്ങനെ നമ്മൾ എന്തനക്കിയാലും അതിലേക്ക് നോക്കി. അതുകൊണ്ടാണ് കീരി അവനെ ട്രേസ് ചെയ്യുന്നത്. കീരി അവനൊക്കെ ഇങ്ങനെ വട്ടം കറങ്ങുമ്പോൾ പാമ്പ് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ കിട്ടുന്ന അവസരത്തിൽ കീരി ചാടി തലയിൽ പിടിക്കുന്നു. എന്നാൽ കീരി പാമ്പിനെ പിടിക്കുന്ന ജീവിയാണ്. പക്ഷെ കീരിയെ കൊന്ന പാമ്പുകൾ ഒത്തിരി ഉണ്ട്. എത്രയോ സംഭവങ്ങളുണ്ടായിരുന്നു. പേട്ടയിൽ ക്യാപ്റ്റൻ സർവീസിൽ കീരിക്ക് കടിയേറ്റ് ആ മൂർഖൻ്റെ അടിയേറ്റ് മരണപ്പെട്ടു. കൊല്ലത്ത് കല്ലന്താഴയിൽ അണലിയുടെ കടിയേറ്റ് കീരി മരണപ്പെട്ടു. അപ്പൊ ഇതിന് അതിജീവിക്കാനൊന്നും കഴിയില്ല. പിന്നെ ആനയുടെ ദേഹത്ത് പല്ല് കൊള്ളില്ല, വലിയ കട്ടിയുള്ള തൊലിയായിട്ട് പല്ല് ഒടിഞ്ഞു. പിന്നെ അതിന് വലിയ ശരീരമില്ല. കയറിയാൽ തന്നെ ആനയെ കൊള്ളണമെങ്കിൽ രാജവമ്പലയ്ക്ക് മാത്രമേ കഴിയൂ. രാജവമ്പലയ്ക്ക് മാത്രമേ. ഈ എവിടെ പിടിക്കുന്ന പാമ്പിനെ ചേട്ടാ എവിടെ കൊണ്ട് സാധാരണ കയറി പണ്ടൊക്കെ ആണെങ്കിലും ഞാൻ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് നെയ്യാറ്, നമ്മുടെ കൂട്ടപ്പൂ, അമ്പൂരി അവിടെ വനമേഖലയിലാണ് തുറന്നു വിട്ടുന്നത്. ഇപ്പൊ ഒരു 15 വർഷം കൊണ്ട് ഞാൻ എനിക്ക് വനം വകുപ്പ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ സാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഒരു പാമ്പ് കടി നെയ്യാർ ഡാമിലുണ്ടായിരുന്നു. നീർക്കോലിയാണ് കടിച്ചത്. പുല്ല് പറിക്കാൻ പോയ ആളെ ഉടനെ അതിൽ ഒരു 10 ദിവസം മുന്നേ ഞങ്ങൾ നെയ്യാറിൽ പാമ്പിനെ വിട്ടിട്ടുണ്ടായിരുന്നു. കാട്ടിൽ എന്തായാലും ആൾക്കാർക്ക് പരിസരവാസികൾക്ക് കയറി പോകണ്ടായിരുന്നു. ഡാമിനകത്താണ് വിട്ടത്. അപ്പോൾ അവിടെ പോകേണ്ട കാര്യമില്ല. അപ്പോൾ കടി കിട്ടിയ സമയത്ത് ഞാനാണെന്ന് ആർക്കും അറിയാം, തമിഴ്നാട്ടിൽ നിന്ന് പാമ്പിനെ കൊണ്ട് തുറന്നിട്ട് അതാണ് കടിച്ചതെന്ന് കൊണ്ട് വലിയ വിവാദങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ ആ വീട്ടിൽ പോയി കടി കിട്ടിയ വീട്ടിൽ പോയപ്പോൾ കടിച്ചത് നീർക്കോലിയായിരുന്നു. അപ്പോൾ ഞാൻ അവരെ ക്യാൻവാസ് ചെയ്തു. അപ്പോൾ അന്ന് അവർ പാസ്സാക്കി അത് പാമ്പിനെ ഇനി ഇവിടെ വിടണ്ട. അങ്ങനെ അന്ന് തൊട്ട് ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ ഇവിടെ നിന്ന് പാമ്പിനെ പിടിച്ച് എൻ്റെ സുഹൃത്തുക്കളെ പെർമിഷൻ വാങ്ങിച്ചില്ല, എൻ്റെ സുഹൃത്തുക്കളെ ഫോറസ്റ്റുകാരെ വിളിച്ച് പത്തനംതിട്ടയിൽ നിന്ന് ഗവിയിലേക്ക് പോകുന്ന വഴിയിലേക്ക് പാമ്പിനെ കൊണ്ട് തുറന്ന് പമ്പയിലെ ശബരിമലയിലേക്ക് പോകുന്ന വഴിയിൽ ലാപ്പള്ളി കഴിഞ്ഞിട്ട് താപ്പോട്ടൊക്കെ പാമ്പ് തുറന്നുണ്ടായിരുന്നു. അല്ല, ഈ പിടിച്ച പാമ്പിനെ ഗവൺമെന്റിനെ ഏൽപ്പിക്കുക അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഏൽപ്പിച്ചിട്ട് പിന്നെ ഇവിടെ നമുക്ക് വിനമെടുക്കാനുള്ള പെർമിഷൻ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ റിസർച്ച് ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ പാമ്പുകൾ മരണപ്പെടുന്നത് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വളർത്തണ കേന്ദ്രങ്ങളിലാണ്. പാമ്പിനെ വളർത്തണ കേന്ദ്രങ്ങളിലാണ് പാമ്പുകൾ ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത്. അതിന് യാതൊരു സംശയമില്ല. അവർ അതിനടുത്ത് അപ്പുറത്ത് ബാക്കിൽ ഒരു കുഴിക്കകത്ത്. അപ്പോൾ നമുക്ക് സൂ നോക്കുമ്പോൾ സൂവിലൊക്കെ അപൂർവമായിട്ട് പാമ്പുകൾ മാത്രം, കുറച്ച് പാമ്പുകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് പാമ്പുകൾ വളർത്തുന്ന ഒരുപാട് സർക്കാർ സംവിധാനങ്ങളുണ്ട്. അവിടെയൊക്കെ പാമ്പുകൾ മരണപ്പെടുന്നു. പിടിച്ചുകൊണ്ട് വയ്ക്കുന്ന പാമ്പുകൾ എത്രയോ ഓഫീസിലിരുന്ന് മരണപ്പെടുന്നുണ്ട്. മാനും മയിലും മരപ്പട്ടിയും മുള്ളലും കാട്ടുപൂച്ചയും പെരുമ്പാമ്പും ഒക്കെ മരണപ്പെട്ട് എടുത്ത് അവിടെ തന്നെ കുടിക്കാത്തിരുന്ന സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടില്ലേ. അപ്പോൾ പിടിച്ചവരുടെ നമ്മൾ എൻ്റെ സ്വന്തം റിസ്കിൽ തന്നെയാണ് ഞാൻ കാട്ടി മുമ്പ് കൊണ്ട്. ഇപ്പം ഈ അടുത്ത കാലത്ത് ഞാൻ ഇവിടെ നമ്മുടെ ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ കൺട്രോൾ റൂമിൽ മെഡിക്കൽ കോളേജ് നമ്മുടെ വഴുതക്കട കൺട്രോൾ റൂമിൽ കൊണ്ടുകൊടുത്തപ്പോൾ സുരേഷ് ഇവിടെ തണ്ട, സുരേഷ് പഴയ ചെയ്തതുപോലെ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ കാട്ടി എൻ്റെ സ്വന്തം റിസ്കിൽ കൊണ്ട് കാട്ടി. ഈ ചേര ദേഹത്ത് കയറിയാൽ അവിയും എന്ന് പറഞ്ഞിട്ട് അന്ധവിശ്വാസമാണെന്ന് അറിയില്ല. ശരിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ചേര ദേഹത്തേറി അവിയും. ആളുകൾ അടിച്ചു വന്നിട്ട് അത് 2 ദിവസം കഴിയുമ്പോൾ അവിഞ്ഞു. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അതൊക്കെ ചുമ്മാ പറയുന്നത്. അവിയും എന്ന് പറഞ്ഞാൽ ചേര അവിയും എന്നാണ് പറയുന്നത്. കാരണം ചേര അപ്പോഴും അടിച്ച് കൊല്ലുമല്ലോ ആൾക്കാർ. 2 ദിവസം കഴിയുമ്പോൾ അത് അഴിയിക്കോളൂ. അതാണ് അവിയും എന്ന് പറയുന്നത്. അല്ലാതെ യാതൊരു ബന്ധമില്ല. ഇതൊക്കെ ശുദ്ധ മണ്ടത്തിലല്ലേ. ഈ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കുക എന്നൊരു പ്രയോഗമുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും പറയുന്നത്? ചുമ്മാ ശുദ്ധ മണ്ടത്തിന്. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിയെന്ന് പണ്ടത്തെ ആൾക്കാർ ഒരാളിനെ അടിക്കുമ്പോൾ വളരെ 2 എണ്ണം അടിച്ചുകൊണ്ട് കള്ളൊക്കെ കുടിച്ചുകൊണ്ട് വരുമ്പോൾ തമ്മിൽ അടി കൂടുമ്പോഴത്തേക്ക് അവനെ കൊണ്ട് വേറെ 2 പേര് വന്നിട്ട് അവനെ എടുത്തിട്ട് അടിച്ചിട്ട് അവനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കും. അതാണ് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കുക. അല്ല പാമ്പോട്ട് യാതൊരു ബന്ധമില്ല. കാരണം പല്ലുകൊണ്ട് കടിച്ചു കൊടുക്കുന്ന വനത്തിനൊക്കെ ലോകത്ത് ബ്ലഡിൽ കയറിയ വനത്തിനെ വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മെഷീൻ പോലും കണ്ടെത്തിയിട്ടില്ല ഇതുവരെ. ഇതെല്ലാം ശുദ്ധ മണ്ടത്തിലാണ്. കേൾവിയില്ലാത്ത, കാഴ്ചയില്ലാത്ത, ഓർമ്മയില്ലാത്ത പാമ്പിനെ വൈദ്യന് മണിക്കൂട്ടാഞ്ഞ് വാടാ ഇവനെ കടിച്ചില്ല, നീ ഒന്ന് കടിച്ചിട്ട് പോകുന്ന പറയുമോ? ഇതെല്ലാം പറ്റിപ്പാണ്, ഇതെല്ലാം തട്ടിപ്പാണെന്നുള്ളത്. അതുപോലെ കല്ല് ചികിത്സ എന്ന് പറഞ്ഞ ചികിത്സ, ഇതെല്ലാം തട്ടിപ്പാണ്, ഉടായിപ്പാണ്. പാമ്പിന്റെ തൊലി ഇളകുന്നത് അല്ലെ ചട്ട ഉരിയുന്നത് എത്ര ദിവസം? സാധാരണ ഇപ്പൊ കണ്ടുവരുന്ന 2.5 മാസം കൂടുമ്പോഴത്തേക്കാണ് പടം പൊഴി. പക്ഷേ മുറിവ് ഉള്ള പാമ്പുകൾക്ക് പെട്ടെന്ന് പടം പൊഴിയും. ആ മുറിവ് പടം പൊഴിച്ച് മുറിവ് ഹീലാവുന്നു സാധാരണഗതിയിലിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ 2 വലിയ എൻ്റെ ഞാൻ ട്രീറ്റ്മെന്റിലൊക്കെ ഇരുന്ന സമയത്തൊക്കെ എൻ്റെ പാമ്പ് ഇരുന്ന സമയത്ത് 2.5 മാസം കൂടുമ്പോഴാണ്. ഇതെല്ലാം എൻ്റെ അനുഭവങ്ങളാണ്. ഞാൻ ബുക്ക് വായിച്ചിട്ടുള്ള പഠനമൊന്നുമില്ല. അപ്പോൾ 2.5 മാസം കൂടിയപ്പോഴത്തേക്കാണ് പാമ്പുകൾ പടം. ഇതുവരെ പിടിച്ചതിൽ ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അതിഥി? കിങ് കോബ്ര ധാരാളം ഒത്തിരി വലിയ നമ്മുടെ കൊല്ലം ജില്ലയില് പുനലൂർ തെമ്മലൊക്കെ അടുത്ത് നാഗമല എന്ന് പറഞ്ഞ സ്ഥലത്ത് രാജവമ്പല എടുത്തു. ഭയങ്കര സൈസ്.
എൻ്റെ ജീവിതത്തിൽ അത്രയും വലിയൊരു സൈസ് എനിക്ക് എടുത്തു പൊക്കാം. ചിലപ്പോൾ ഈ ഫേസ്ബുക്കൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ എത്രയും ഇങ്ങനെ എടുത്തു പൊക്കി നിൽക്കാൻ പറ്റുന്നില്ല, വളർന്നിരിക്കുക, അത്ര സൈസായിരുന്നു. അതൊക്കെ അപൂർവങ്ങൾ മാത്രം. സാധാരണ ഒരു ആവറേജ് കിങ് കോബ്രയൊക്കെ ഈ ആളുകൾ പറയാം 50 കിലോ 40 കിലോ എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മയാണ്. അതൊക്കെ ഒരു 8 കിലോ ഒക്കെ ഉണ്ട്. സാധാരണ നോർമലി ഫുഡൊന്നും വൈകിനകത്ത് പെരുമ്പാമ്പായ പമ്പ് ജീവികളൊന്നും ഫുഡായിട്ടില്ലെങ്കിൽ ഒരു 8 കിലോ 10 കിലോക്ക് താഴെ വരുള്ളൂ. ഇവിടെ പറയുന്ന 40 കിലോ പിടിച്ചു 30 കിലോ പിടിച്ചു, ഇതൊക്കെ ചുമ്മാ തള്ളി വെക്കുന്നു. ഈ പാമ്പ് കടിയേറ്റ് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുമല്ലോ. ഹോസ്പിറ്റലൈസ് ആയിട്ട് ചിലപ്പോൾ വെന്റിലേറ്ററിലായിരിക്കും. അത് കഴിഞ്ഞ് കിടക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്നത്തോടെ ഈ പണി നിർത്തണോ? അല്ല, അങ്ങനെ ചിന്തിച്ചു. ഞാൻ മരണത്തെ ഒരുപാട് പ്രാവശ്യം മോഹം കണ്ടിട്ടുണ്ട്. ഞാൻ ഇനി തിരിച്ചു വരില്ല എന്ന് എനിക്ക് ഉറപ്പായ ഒരുപാട് കടികൾ എനിക്കുണ്ട്. തിരിച്ചു വരില്ല എന്ന് ഉറപ്പായ കടികളിൽ അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ കോട്ടയത്തെ കടിയിലും പോകുന്നത്. കോട്ടയത്തെ പിന്നെ കോട്ടയത്തെ കടിക്ക് പോകുന്നത്. അങ്ങനെ തിരിച്ചു വരില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. പിന്നെ തിരിച്ച് വന്നതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അതിന് ഒരു വലിയ അത്ഭുതങ്ങളുണ്ടോ, സത്യമുണ്ടോ, പ്രാർത്ഥന ഉണ്ടോ എന്നൊന്നും എനിക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറം പ്രപഞ്ചം എന്നൊരു സത്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പാമ്പുകൾ തന്നെ. ഇപ്പം ഞാൻ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ, ലോകത്തിൽ ഇത്രയും ഔഷധമുള്ള, ലോകത്തിൽ വേൾഡിൽ ഭൂമിക്ക് മുകളിൽ ഇത്രയും ഔഷധമുള്ള ഒരു സാധനമുണ്ട്. ഇത്രയും പ്രോട്ടീൻ 95% പ്രോട്ടീൻ അടക്കിയിരിക്കുന്ന ഒരു സാധനം ലോകത്തെവിടെയുണ്ട്? സ്നേക്ക് വെനമല്ലാതെ, പാമ്പിന്റെ വെനമല്ലാതെ 95% പ്രോട്ടീൻ അടയ്ക്കുന്ന ഒരു സാധനമില്ല. ഇത് സാധാരണക്കാർക്ക് അറിയത്തില്ല. സാധാരണക്കാർക്ക് ഇപ്പം അറിയാം. നമ്മളെ ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സിലും ഞാൻ വിശദീകരിക്കേണ്ട കുട്ടികളെ. പിന്നെ അത് കഴിഞ്ഞ് ഇത്രയും ഈ സാധു ജീവി ഇല്ലെങ്കിൽ ഇന്ന് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉണ്ടോ? RCC ഉണ്ടോ? RCC നിലനിൽക്കുമോ? മെഡിക്കൽ കോളേജുകൾ നിലനിൽക്കുമോ? നമുക്കിന്ന് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞൊരു കുടുംബത്തിൽ എത്ര ആൾക്കാരുടെ മരണം, ഇപ്പോഴും മരണം പല സാഹചര്യത്തിലും മരണം കൂടുതൽ സംഭവിക്കുന്നുണ്ട്. എന്നാലും ഇന്ന് ഹാർട്ട് അറ്റാക്കിന് നമ്മുടെ ക്യാൻസറിന്റെ വേദന സംഹാരി പാമ്പ് സ്നേക്ക് വെനത്തിൽ നിന്ന് കണ്ടെത്തിയില്ല. അതുപോലെ ഹാർട്ട് അറ്റാക്ക് വന്ന് ഹാർട്ടിനകത്ത് രക്തം കട്ടപിടിച്ചരിപ്പിക്കുന്ന മരുന്ന് പാമ്പിന്റെ വെനമല്ലേ? അങ്ങനെ ഒരുപാട് ഔഷധങ്ങൾ, ഒരുപാട് മെഡിസിൻ ഇല്ലേ? അപ്പോൾ ഈ ജീവി ഇല്ലാതിരുന്ന ഇതൊക്കെ എവിടെ നിന്ന് കളക്ട് ചെയ്യും? വേറെ ഒന്നിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഒന്നിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇത്രയും കണ്ടന്റുള്ളൊരു സാധനമല്ലേ, ഇത്രയും പ്രത്യേകത ലോകത്തിലേറ്റി. അപ്പോൾ വിഷമെന്ന് പറയുന്നതിന് തെറ്റല്ലേ? ലോകത്തിൽ പാമ്പുകൾക്ക് വിഷമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ലേ? പാമ്പിന്റെ വിഷം എന്ന് പറഞ്ഞാൽ തെറ്റായ അറിവ്. വിഷപ്പാമ്പെന്ന് പറയുന്നതിന് തെറ്റായ അറിവല്ലേ? പാമ്പിനുള്ളത് വിഷമല്ല, വെനമാണ്. വെനമെന്നാൽ അതിന്റെ മലയാളം വിഷം എന്നല്ല, ഔഷധം എന്നാണ്. വിഷത്തിന്റെ ഇംഗ്ലീഷ് പോയിസൺ എന്നാണ്. പോയിസന്റെ മലയാളമാണ് വിഷം. അത് പ്രോട്ടീനാണ്, ഹൈ പ്രോട്ടീനാണ്, മെഡിസിനാണ്. അതിന് നമ്മളിങ്ങനെ വിഷമെന്ന് വിളിക്കാൻ അവകാശം മനുഷ്യൻ കൈകൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രമേ വിഷമെന്ന് നമുക്ക് വിളിക്കാൻ അധികാരമുള്ളൂ. പക്ഷെ ഒരു സാധാരണക്കാരനെ കേട്ടാ ഈ ഹൈ പ്രോട്ടീൻ കുടിക്കാൻ പറ്റില്ലല്ലോ. അല്ല, കുടിക്കുന്ന കാര്യമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, മെഡിസിന്റെ കാര്യമാണ്. ഇതിൽ നിന്നുണ്ടാവുന്ന മെഡിസിൻ, എത്ര മെഡിസിനാണ് ഉണ്ടാവുന്നത്? വിഷമെന്ന് എങ്ങനെ വിളിക്കാൻ പറ്റും? ചോദിക്കണം. വിഷം എന്ന് ആരാ പറഞ്ഞു? പാമ്പിന് വിഷമുണ്ടെന്ന് ആരാ പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ സ്വന്തമായിട്ട് തീരുമാനിച്ച വിഷമുണ്ട്. സായിപ്പ് എന്താ പറഞ്ഞു? ഇംഗ്ലീഷുകാരെന്താ പറഞ്ഞത്? വെനമെന്നാണ്. വെനമെന്നല്ല അതിന്റെ മലയാളം വിഷം എന്നാണ്. അല്ല, ഔഷധം എന്നാണ്. വെനമെന്നതിന്റെ ഔഷധം, അതിന്റെ മലയാളം ഔഷധം, പ്രോട്ടീൻ, ഹൈ പ്രോട്ടീൻ, മെഡിസിൻ, കെമിക്കൽ. ഇവിടെ വിഷമെന്ന് പറഞ്ഞാൽ എന്താ? പോയിസണാണ്. പോയിസൺ എന്നുള്ള സാധനം എന്താണ്? നമ്മളെ കുത്തിവെച്ച് കൊല്ലുന്ന സാധനമല്ല, നമ്മൾ കഴിച്ചു മരിക്കുന്നത്, മനുഷ്യനുണ്ടാക്കുന്നതാണ്. നമ്മളുണ്ടാക്കുന്നത് മറ്റേത് പ്രകൃതിയിൽ നാച്ചുറലായിട്ടുള്ള സാധനമാണ്. അതിനെങ്ങനെ നമ്മൾ വിഷം എന്ന് വിളിക്കും? മനുഷ്യൻ കൈകൊണ്ട് നിർമ്മിക്കുന്ന സാധനങ്ങളെ മാത്രമേ വിഷം എന്ന് വിളിക്കാൻ നമുക്ക് അധികാരമുള്ളൂ. ഈ പാമ്പുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ബന്ധമായിട്ട് ഒരു ഗവൺമെന്റ് എന്തെങ്കിലും പ്രോജക്റ്റുമായിട്ടുള്ള സമീപിച്ചിട്ടുണ്ടോ? ഈ പ്രോജക്റ്റുമായിട്ട് സമീപിച്ച് ഇപ്പൊ ഞാൻ നമ്മുടെ ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജിൽ പെഡക്സ് എന്നൊരു സംഭവം നടന്നു. അതിൽ ഫസ്റ്റ് ചെന്ന് കയറുമ്പോൾ തന്നെ ഞാനായിരുന്നു മോണിറ്ററിൽ, വീഡിയോ ഞാനായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇപ്പോഴൊക്കെ ആണെങ്കിൽ പലർക്കും അറ്റാക്ക് ഒന്നും ചോവും അവിടെ നിൽക്കണം, അതെങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ നോക്കും. ഇവിടെ തിരുവനന്തപുരത്ത് എന്താ പറയുക, നമ്മുടെ ഹൃദയഭാഗത്ത് നമ്മുടെ ഈസ്റ്റ് കോട്ടിൽ തന്നെ നമ്മുടെ ആ മേൽപ്പാലത്ത് ഹൃദയത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ റൗണ്ട് ആൻഡ് അപ്പുറത്ത് അതിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ആൾക്കാരുടെ ഫോട്ടോയിൽ എൻ്റെ ഫോട്ടോയില്ലേ മേളിലിരിപ്പുണ്ട്. അപ്പൊ സർക്കാർ അറിയാതെ വെക്കാൻ പറ്റുമോ? സർക്കാരിനെ ചെയ്തത്. അപ്പോൾ അവർ നമ്മുടെ അത്രയും സപ്പോർട്ടാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അവർക്ക് നമ്മളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അല്ലാതെ പിന്നെ പത്മശ്രീ ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ. പത്മശ്രീ പ്രഖ്യാപിച്ചു. 2022 പത്മശ്രീ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കറുത്ത ആളായോണ്ടായിരിക്കാം, പക്ഷെ സമയമായപ്പോൾ ഇല്ലാതെ രാത്രി 9:00 മോണിറ്ററിൽ പേരുണ്ടായിരുന്നു. ഡൽഹിയിൽ നിന്നാണ് വിളിച്ചു പറഞ്ഞത്, കൗമുദിയൊക്കെ വിളിച്ചു പറഞ്ഞത് പത്മശ്രീ ഉണ്ട് സുരേഷിന്, ഈ വർഷം പ്രഖ്യാപിക്കും, ഇന്ന വർഷം പ്രഖ്യാപിക്കണം. അപ്പോൾ അവർ രാവിലെ വന്ന് വൈകുന്നേരം രാത്രി 9:00 മോണിറ്ററിൽ നോക്കി ഇങ്ങനെ ഇരുന്നു റൂമിൽ. 9:30 ആയപ്പോൾ ആ പേരങ്ങ് പേര് മാറിയിട്ട് നമ്മുടെ തൃശ്ശൂരുള്ള ഒരു പശു വളർത്തുന്ന അമ്മയ്ക്ക് കൊടുത്തു. പിന്നെ 2015 എനിക്ക് വന്ന 15 ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നു. എനിക്കും വെള്ളാപ്പള്ളി നടേശൻ സാറിനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഞാനത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. സാറ് വാങ്ങിയെന്നാണ് തോന്നുന്നു. നടേശൻ സാർ അത് വാങ്ങി, വെള്ളാപ്പള്ളി നടേശൻ സാർ അത് വാങ്ങിയായിരുന്നു. അപ്പോൾ ചെന്നൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ റിസർച്ച് ഹോൾഡർ അല്ലത്, ഞാൻ സാറിനൊരു കിളയക്കാരനല്ല, എനിക്കത് കിട്ടിയിട്ട് എന്ത് ചെയ്യാം. എന്നാലും ഇത്രയും വലിയൊരു അതോറിറ്റി തരുമ്പോഴത്തേക്കും അതിൽ കാര്യമില്ല. കാരണം ഇത് അതോറിറ്റി തരുമ്പോഴെന്ന് പറഞ്ഞാൽ അതോറിറ്റിക്ക് എത്രയോ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആൾക്കാരിവിടെ ഉണ്ട്, അവർക്കല്ലേ കൊടുക്കേണ്ടത്.
എനിക്കെന്തിനാന്നൊക്കെ. ചേട്ടൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും അത് മുമ്പോട്ടുള്ള ഒരു ബാക്കിയുള്ളവർക്കൊരു ഞാനിപ്പോൾ എന്ത് കിട്ടിയാലും ഞാൻ ഈ ചെളിയും ചപ്പന്മാരും കക്കൂസിനകത്ത് ട്രെയിനിനകത്ത് പാമ്പിന്റെ കൈ കൊണ്ട് എടുത്തല്ലേ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് പാമ്പെ കയറി വാ, ഞാൻ പത്മശ്രീ കിട്ടിയ ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഡോക്ടറേറ്റ് കിട്ടിയ ആൾ നീ കയറി വാന്ന് പറഞ്ഞാൽ അത് കയറി വരുമില്ല. അപ്പോൾ അതിലൊന്നും ഒരു അർത്ഥമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം പിന്നെ വേറൊരു ബുദ്ധിയുണ്ടെന്നറിയാം, പത്മശ്രീ കിട്ടിയ ആൾക്കാരുടെയൊക്കെ പത്മശ്രീ കിട്ടിയ എനിക്ക് കിട്ടിയില്ലെന്നുള്ളൂ, കിട്ടാൻ സാധ്യതയൊന്നുമില്ല, ഉറപ്പായിട്ട് കിട്ടാൻ സാധ്യതയൊന്നുമില്ല. ഈ ഡോക്ടറേറ്റ് കിട്ടിയൊരു കാര്യമുണ്ടെന്നറിയാം. ഡോക്ടറേറ്റ് കിട്ടുമ്പോഴത്തേക്ക് ഞാൻ പോയി അല്ലെങ്കിൽ പത്മശ്രീനെ കിട്ടിയെന്നിരിക്കട്ടെ, എനിക്ക് പിന്നെ കുറേ നാളത്തേക്ക് പാമ്പിനെ പിടിക്കാൻ പോകാൻ പറ്റത്തില്ല. എവിടെ വിളക്കത്തിരി എത്തിച്ചാൽ എന്നെ പിടിച്ചോണ്ട് അവിടെ ഇരുത്തും. ഒരു ക്ലബിന്റെ പരിപാടി എന്തായിരുന്നു എന്നെ പിടിച്ച് അവിടെ കൊണ്ടിരുത്തിയിട്ട് ഒരു 3 മണിക്കൂർ ഞാൻ ആ വേദിയിൽ ഇരിക്കേണ്ടി വരും. അവസാനം ഒരിക്കൽ എനിക്ക് 2 വാക്ക് പറയാൻ സമയം കിട്ടുന്നത്, എല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിടുള്ളൂ. അടുത്ത എല്ലാം അഴിച്ചു പറക്കി ക്ലീൻ ചെയ്തിട്ട് എന്നെ വിടുള്ളൂ. അതാണ് ഇപ്പൊ എല്ലായിടത്തും കണ്ടുവരുന്നത്, എന്നെ പിടിച്ച് അവിടെ ഇരുത്തും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഒരുപാട് പ്രോഗ്രാംസ് അങ്ങനെ ഒഴിവാക്കി. പാമ്പിനെ പിടിക്കാൻ പോകുമ്പോ അതൊരു വെനം ഉള്ള പാമ്പാണോ ഇല്ലാത്ത പാമ്പാണോ എന്ന് മനസ്സിലാവും. പിന്നെ അത് നമുക്ക് പാമ്പിനെ കണ്ടറിയാൻ പറ്റില്ല. എല്ലാ കാട്ടുപാമ്പ് പറഞ്ഞാലും പെരുമ്പാമ്പ് പറഞ്ഞാലും ചോർപ്പാമ്പ് പറഞ്ഞാലും നെർക്കോലി എന്നും വെനമില്ല. രാജവമ്പലാണെങ്കിൽ മൂർഖൻ വെനം ഉണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ അതിന്റെ പാറ്റേൺ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ, കളറുകൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ. ഇപ്പൊ നമുക്ക് എനിക്ക് ഇപ്പൊ ഇന്ത്യയിൽ കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞിരുന്ന ബാൻഡർ ക്രൈറ്റിന്റെ മലയും കിഴുന്ന് കിട്ടി, 2 കിട്ടി. ഒന്ന് ചത്ത് കിട്ടി, ഒന്ന് അല്ലാതെ കിട്ടി. ഒന്ന് വലയിൽ കിടന്ന് കുരുങ്ങി ചത്തുപോയി. കേരളത്തിൽ പഠനങ്ങളില്ല. ഞാൻ നിങ്ങളുടെ ഇപ്പോഴും പറയുന്നു, കേരളത്തിൽ പഠനങ്ങളില്ല. മറ്റേതെങ്കിലും ആൾക്കാർ എഴുതി വെച്ച ബുക്കുകളെ റീറൈറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടിട്ട് പഠിപ്പിക്കുന്നു, ഇവിടെ കൊണ്ടിട്ട് വായിക്കുന്നു, ഇവിടെ കൊണ്ടിട്ട് വിറ്റ് കാശാക്കുന്നു. അതായത് ഇവിടെ പഠനങ്ങളൊന്നുമില്ല. ഒന്നിനൊക്കെ കടുവ സെൻസ് എന്നൊരു സെൻസസ് ഉണ്ട്. കടുവ സെൻസസ് കടുവയിലെടുത്ത് കടുവയെ പിടിച്ചില്ല. മണിക്കുട്ട നിന്നെ കഴിഞ്ഞ വർഷം കണ്ടതല്ലേ, നീ ഇപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞാ, നീ നിന്റെ ഭാര്യയുടെ പേരെന്തോന്ന് പ്രസവിച്ചു അന്ന് ചോദിച്ച് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ പഴയ ബുക്കുകളിൽ നിന്ന് ഇത്രയും വർഷമായി കടുവ ഇത്രണ്ണം അവിടെ മരിച്ചു, ഇത്രണ്ണം ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഏകദേശ കണക്കുകളാണ്, അല്ലാതൊന്നുമില്ല. അതുപോലെ പാമ്പുകൾക്ക് ഒരിക്കലും സെൻസസ് എടുക്കാൻ പറ്റില്ല. പാമ്പിന്റെ എന്ത് കണക്കെടുക്കാം? ഒരു മണ്ണിന്റെ അടി ജീവിക്കുന്ന ജീവി എങ്ങനെ കണക്കെടുക്കാൻ പറ്റും? പിന്നെ ഉടായ്പിൽ കൂടെ തട്ടിപ്പിൽ കൂടെ ഇങ്ങനെ പറയാം, അവിടെ ആ എരിയിൽ 100 കണ്ടു, ഈ 20 കണ്ടു. ഈ കൊണ്ട് തുറന്നു വിട്ട പാമ്പുകൾ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് ആരെങ്കിലും റിസർച്ച് ചെയ്തിട്ടുണ്ടോ? ആയിരക്കണക്കിന് പാമ്പുകളെ പിടിച്ച് കാട്ടിക്കൊണ്ട് വിടുന്നുണ്ട്. ഇത് കാട്ടിക്കൊണ്ട് വിടുന്നതിന് വേറൊരു കുഴപ്പം കൊണ്ടുണ്ട്. എന്താണെന്ന് അറിയാം, കാട്ടിക്കൊണ്ടിടുമ്പോൾ കാട് നശിക്കും. എന്താ സംഭവിക്കുക? ഈ മരങ്ങളെ സംരക്ഷിക്കുന്ന കുറെ കൊച്ചു പക്ഷികളുണ്ട്. മരത്തിലിരിക്കുന്ന പുഴുക്കൾ, ഇല നശിപ്പിക്കുന്ന പുഴുക്കളൊക്കെ തിന്നുന്ന കുറെ ബേർഡ്സ് ഉണ്ട്. ഈ ബേർഡ്സിലെല്ലാം താഴെയാണ് മുട്ടയിടുന്നത്, അധികം ഹൈറ്റിലല്ല മുട്ടയിടുന്നത്. എന്താ ചെയ്യുക? അപ്പൊ ഇത് ഇങ്ങനെ ചെല്ലുമ്പോൾ ഇവർ കയറി അവരെ കൂട്ടിക്കറി കുഞ്ഞിനെയും മുട്ടയും തള്ളയും എല്ലാം പിടിക്കും. അവിടുത്തെ ഈ സാധനം നശിക്കും. ഇതറിയാമോ? എവിടെയെങ്കിലും ഒരു പഠനം നടന്നിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിലെ കുറുക്കന്മാരെ കുറിച്ച് പഠനം നടന്നിട്ടുണ്ടോ? മയിലുകളെ കുറിച്ച് പഠനം നടന്നിട്ടുണ്ടോ? കുറുക്കന്മാർക്ക് പേ ഉണ്ടാവുന്നു പഠനം നടന്നിട്ടുണ്ടോ? കുറുക്കൻ എങ്ങനെ പേ ഉണ്ടാവുന്നു പഠനം നടന്നിട്ടുണ്ടോ? കേരളത്തിൽ നാട്ടിലെ നായ്ക്കൾ കാട്ടിപ്പേണ കടിച്ചിട്ട് പേ ഉണ്ടാവുന്നു മനസ്സിലായി. ഇപ്പൊ നാട്ടിലെ കുറുക്കനെ പേടിച്ചാൽ കാട്ടിന്റെ അവസ്ഥ എന്താണ്? ഈ കാട്ടിൽ കിടക്കുന്ന കുറുക്കൻ കാട്ടിനകത്തുള്ള എല്ലാ മൃഗങ്ങളും കടിക്കില്ലേ? അപ്പൊ അവർക്കൊക്കെ പേ ഉണ്ടാവത്തില്ല. എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? പിന്നെ പഠനങ്ങളുണ്ടാവും. എൻ്റെ ഉണ്ട് കുറുക്കൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് എൻ്റെ ഇരിക്കുക. പോസ്റ്റ്മോർട്ടം ചെയ്തതിന്റെ എത്രണ്ണത്തിന് 25 പോസ്റ്റ്മോർട്ടം ചെയ്ത് എത്രണ്ണത്തിന് പേ ഉണ്ടായിരുന്നു, എൻ്റെ എല്ലാ ഡീറ്റെയിൽസ് എൻ്റെ ഉണ്ട്. അറിയാമോ? അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. പഠനങ്ങളൊന്നുമില്ല. ജനങ്ങൾ മനുഷ്യൻ നശിക്കും. ഇപ്പൊ നിങ്ങൾ മനുഷ്യന്റെ ഒരു അവസ്ഥ എന്താണ്? പേ വിഷബാധ വന്ന കുട്ടികൾ പാമ്പിടി മരണപ്പെടുന്നു. പേ വിഷബാധ വാക്സിൻ എടുക്കുന്ന മരണപ്പെടുന്നു. എന്നത്തെ വാക്സിൻ എന്നറിയാം? 45-ലോ 50-ലോ കണ്ടുപിടിച്ച വാക്സിനാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇപ്പൊ മനുഷ്യന്റെ എന്താ പറയുക, ഫുഡ് മാറിയില്ലേ, മനുഷ്യന്റെ ഹോർമോൺസ് മാറിയില്ലേ, അപ്പൊ പിന്നെ പുതിയ മരുന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ. ഇതൊക്കെ ചോദ്യം ചെയ്യുന്നവനെ മറ്റേ വൈദ്യരെ കൊന്നാണെങ്കിൽ ചോദ്യം ചെയ്യണം, ഇഞ്ചക്ഷൻ ചെയ്ത് വരാൻ താളവട്ടത്തിൽ മോഹൻലാൽ സാധു കിടക്കും പോലെയാണ്. അതുപോലെ ഇതാണ് അവസ്ഥ. ഈ പാമ്പുകളെ എപ്പോഴാണ് കൂടുതലും പുറത്ത് കാണപ്പെടുന്ന ഒരു സീസൺ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സീസൺ മാറ്റിംഗ് സമയമാണ് നവംബർ, ഡിസംബർ, ജനുവരി. നവംബറിന്റെ തുടക്കത്തിൽ മുതൽ അണലിയാണ് ചേർന്ന് തുടങ്ങും. നവംബർ പകുതി ആകുമ്പോൾ മൂർഖനാണ് ചേർന്ന് തുടങ്ങും. നവംബർ, ഡിസംബർ, ജനുവരി ഇവരുടെ പ്രജനന കാലഘട്ടമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ജനുവരി കഴിഞ്ഞാൽ ഫെബ്രുവരി, മാർച്ച് മുട്ടയിട്ടിരിക്കുന്ന സമയം. മാർച്ച് അവസാനം ഒരു ഫെബ്രുവരി അവസാനം ഒക്കെ ആകുമ്പോൾ ആദ്യമാണ് മുട്ടയിട്ട് വിരിഞ്ഞു പോകണം. 55-60 ദിവസം വേണം വിരിയാനായിട്ട്. അത് ഒരു മാർച്ച്, ഏപ്രിൽ ആകുമ്പോൾ പൂർണ്ണമായിട്ട് വിരിഞ്ഞ് കഴിയും. അണലിയെല്ലാം പ്രസവിച്ച് കഴിയും. മാർച്ച്, ഏപ്രിലൊക്കെ പകുതി ആകുമ്പോൾ അണലിയുടെ പ്രസവം എല്ലാം കഴിഞ്ഞു. വീട്ടിൽ ഇപ്പോൾ പാമ്പുണ്ടോ? വീട്ടിലിപ്പോൾ ഞാൻ പിടിക്കുന്ന പാമ്പുകൾ കൊണ്ട് കാട്ടി വിടുന്നത് വരെയുള്ള 2, 3, 5, 10 ഇപ്പൊ മെനിഞ്ഞാന്ന് ഞാൻ 15 എടുത്തു. ഒരു ദിവസം 15 അതിൽ 2 മാത്രമാണ് ചേരയുണ്ട്. ഒരു ചുവർപ്പാമ്പ്, ബാക്കി 12 2 മൂർഖൻ, അണലി, ബാക്കിയെല്ലാം മൂർഖനാണ്. ചെറിയ സാധനങ്ങളാണ് കൂടുതൽ കിട്ടുന്നത്. പിന്നെ വീടില്ല, ഞാനിപ്പോ ലോഡ്ജിലാണ് താമസിക്കുന്നത്. ഞാൻ ലോഡ്ജിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു 6 വർഷത്തിലേറെ ലോഡ്ജിലാണ് താമസിക്കുന്നത്. അവിടെ തന്നെയാണ്. അപ്പൊ വീട്ടിലങ്ങനെ വീടും പരിസരം വീട് ഇപ്പോൾ കൊച്ചു വീട്, ഇപ്പോൾ പണ്ടത്തെ സൗകര്യങ്ങളൊന്നുമില്ല. പണ്ടത്തെ വെച്ചാൽ അതിന്റെ അപ്പുറത്തൊക്കെ പറമ്പുകൾ ഉണ്ടായിരുന്നു. ആ പറമ്പുകളൊക്കെ ആളുകൾ വാങ്ങിച്ച് വീട് വെച്ചു. പിന്നെ ഇപ്പൊ ഞങ്ങൾ അമ്മയും അനിയത്തി മാത്രമല്ല. അച്ഛനിപ്പോ മരണപ്പെട്ടിട്ട് 6 മാസമായി. 6 മാസം കഴിഞ്ഞ് ക്യാൻസർ ആയിരുന്നു. 2 ചേട്ടന്മാരുണ്ട്, അവർ വേറെ മാറി താമസിക്കും.
ഞാൻ ലോഡ്ജിലോട്ട് വന്നിട്ട് 6 വർഷം. അപ്പൊ അവിടെ അമ്മ അനിയത്തി മാത്രം. അപ്പൊ എനിക്ക് അവിടെ കൊണ്ട് വെക്കാം. ഞാൻ ഇവിടെ താമസിക്കുമ്പോൾ അവിടെ കൊണ്ട് തന്നെ വെക്കാൻ പറ്റില്ല. അവർ എന്നും ഒന്നും കൊണ്ട് കാട്ടി വിടാനും കഴിയില്ല. ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ സൂവാച്ച് എന്നൊരു സംഘടന ഉണ്ടായിരുന്നു. അതിൽ ഒരു ബാലാലയം ബാബു, ലതാമയം അവരോട്ടൊക്കെ ചേർന്ന് ഒരു 2-3 മാസത്തിലൊരിക്കൽ 50, 100, 150 പാമ്പുകൾ ഒരുമിച്ച് കൊണ്ട് കാട്ടി അങ്ങനെ വിട്ടുകൊണ്ട്. ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ 2-3 ദിവസം എൻ്റെ കയ്യിൽ കാശ് വെക്കുമ്പോൾ ഞാൻ കൊണ്ട് ഇപ്പൊ നമ്മള് പത്തനംതിട്ട ജില്ലയിൽ ഒരു പാമ്പിനെ കുറച്ച് പാമ്പിനെ കൊണ്ട് തുറന്നു അല്ലെങ്കിൽ ഉള്ളിലേക്ക് കാട്ടിൽ കാടെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നല്ല കാട് കേരളത്തിൽ പത്തനംതിട്ട മാത്രമേ ഉള്ളൂ. ശബരിമല കാടുകൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എനിക്ക് ഇവിടെ പൊന്മുടിയിലൊക്കെ കൊണ്ടുവിട്ടാൽ നാളെ താഴേക്ക് പോകും. ഇപ്പൊ നെയ്യാർ ഡാമിൽ കൊണ്ട് അടുത്ത ദിവസം അയൽവക്കത്തെ വീട്ടിൽ കയറി ആളുകൾ അടിയുണ്ടാകും. അപ്പൊ അവിടെ സുഖമായിട്ട് ജീവിക്കുന്നു. അവിടെ കൊണ്ട് എൻ്റെ കയ്യിൽ കാശ് വരുമ്പോൾ ഞാൻ കൊണ്ട് തുറന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നും ഈ പാമ്പ് പിടുത്തം കാരണം ഫാമിലി ലൈഫിനെ ബാധിച്ചിട്ടുണ്ടോ? ഫാമിലി ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ശാരീരികമായിട്ട്. ഇപ്പൊ എനിക്ക് പ്രശ്നങ്ങൾ ശ്വാസം മുട്ടല്, പിന്നെ അതുപോലെ തന്നെ ബോഡി പെയിൻ, ഇങ്ങനെ ഒരുപാട് പ്രശ്നം. കാഴ്ചക്ക് പ്രശ്നം വരുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ ഓർമ്മക്കുറവ് നിന്നിട്ടുണ്ട്. അത് കൊറോണ വന്നതിൻ്റെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊറോണ വന്ന് 1 മാസം സീരിയസ് ആയിട്ട് കിടന്നു. 1 മാസത്തോളം ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നല്ല സീരിയസ് ആയിരുന്നു. അവിടെ ഞാനത് ജീവിച്ചു വന്നു. ഞാൻ മരിച്ചു പോകുന്ന ഞാൻ പ്രതീക്ഷിച്ചാണ് കൊറോണ വന്നിട്ട്. എൻ്റെ മുന്നിൽ കിടന്നത് 24 മണിക്കൂർ 36 മണിക്കൂറിനകത്ത് 200 ചില്ലുവാനും പേര് മരണപ്പെട്ടു 2 ദിവസം കൊണ്ട്. ബാക്കി ഞാനൊരു ചേച്ചി മാത്രമാണ് രക്ഷപ്പെട്ടു പോയാണ്. ബാക്കി എല്ലാവരും മരണത്തിലേക്ക്. അപ്പൊ അതുകൊണ്ട് ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനി കുറച്ച് ഭാവിയിൽ ഫ്യൂച്ചറിൽ ഇപ്പൊ ആദ്യത്തെ കടിയിൽ തന്നെ എനിക്കൊന്ന് ഈ ചൂണ്ടുവരൽ കടിച്ചതിൻ്റെ ശേഷം എനിക്ക് ലിവറിന് പ്രോബ്ലം ഉണ്ട്. ലിവർ ഭയങ്കര സൈസാണ്. ഞാൻ കള്ളു കുടിക്കുന്ന ഒരാളല്ല. സേർട്ട് വലിച്ചിട്ടുണ്ട് 9-10 വയസ്സ് കാലഘട്ടങ്ങളിൽ സ്കൂൾ ടൈമിൽ. ഇപ്പൊ ചെറുകിൽ ഇപ്പൊ 6-ലോ 7-ലോ പഠിക്കുമ്പോഴാണെന്ന് എൻ്റെ ഓർമ്മ. ഞാൻ 6-ലോ 5-ലോ പഠിക്കുന്ന സേർട്ട് ഇഷ്ടംപോലെ വലിച്ചിട്ടുണ്ട്. പനാമയും സെർഫിൽട്ടൊക്കെ വലിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ ഇന്നുവരെ സേർട്ട് വലിച്ചിട്ടില്ല. എനിക്ക് വല്ല കള്ളു കുടിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള സംഭവം. പിന്നെ ഞാൻ കുറെ കാലം വെജിറ്റേറിയൻ ആയിരുന്നു. നോൺ വെജ് ഒന്നും ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാനൊരു ഈ കൊറോണ വന്ന് ഈ കടിക്കൊക്കെ ശേഷം ഞാൻ വല്ലപ്പോഴും ചിക്കനും മുട്ടയും ഉപയോഗിക്കാറുണ്ട്. നാടൻ ചിക്കനും കോഴി മറ്റേ ബ്രോയിലർ ചിക്കനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാറുണ്ട്. മറ്റൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പം കള്ളുടിക്കാരനൊരു പേരുണ്ട്. കാരണം ഞാൻ ഈ അടുത്ത കാലത്ത് ആലപ്പുഴയിൽ ഒരു പാമ്പിനെ പിടിക്കുമ്പോൾ രാത്രി 1 മണിയായിട്ട് കാറിൽ അമ്പിച്ചേട്ടനായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് അടുപ്പിച്ച് ഉറക്കമില്ല പോകണം. ചെന്ന് ഇറങ്ങിയിട്ട് ഒരു വള്ളി തട്ടി ഞാൻ രാത്രി 1 മണിയായി. കാലിൽ വള്ളി തട്ടി ഞാൻ കമന്ന് പോയി. അപ്പൊ എന്റെ ഡ്രൈവറിന്റെ അടുത്ത് പുള്ളിക്കാരൻ വേറെ പറഞ്ഞ ചോദിക്കും, നല്ല അടിച്ചിരിക്കുകയാണല്ലേ, നല്ല സെറ്റായിരിക്കുകയാണ്. ഞാൻ ഇന്നുവരെ കള്ളു കുടിച്ചിട്ടില്ല. ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇന്നുവരെ കുടിച്ചില്ല. ഞാൻ ഒരുപാട് വാങ്ങി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ കണ്ണ് കണ്ടാൽ ചിലപ്പോൾ ചിലർക്ക് തോന്നും. അതെ, ഞാൻ പറയാൻ വന്നത് കണ്ണിങ്ങനെ കലങ്ങിയിരിക്കുന്ന എന്റെ ആദ്യത്തെ കടിയിൽ വന്ന ആദ്യത്തെ കടിയിലാണ് ഈ കളർ മാറിയത്. ഫസ്റ്റിലത്തെ കടിയിലാണ് കളർ മാറുന്നത്. പിന്നെ ഇങ്ങോട്ട് പിന്നെ എന്താ പറയാ, കൊറോണ വന്നു. പിന്നെ ഓവർ മെഡിസിൻ എടുക്കുന്നു. പിന്നെ ഉറക്കമില്ല. ഇതിനപ്പോ ഈ കണ്ണ് കാണുമ്പോഴായിരിക്കും കള്ളു കുടിച്ച് സെറ്റ്. കുറ്റം പറഞ്ഞിട്ട് ജനങ്ങളെ കുറ്റം പറയുന്നില്ല. ഇപ്പൊ എനിക്ക് ഞാൻ അറിഞ്ഞാൽ പോരെ. മറ്റുള്ളവരെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ കള്ളു കുടിക്കില്ല. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം. ഞാൻ ഒരുപാട് വാങ്ങി കുടിക്കുന്നു. ഒരുപാട് കള്ളു വാങ്ങി. ഒരുപാട് പല സാഹചര്യങ്ങളും പല ആൾക്കാരും. അതൊരു വലിയ സംഭവമല്ലേ. സർക്കാർ കൊടുക്കാൻ വെച്ചിരിക്കുന്ന സിനിമയാണല്ലോ ചെയ്യുന്നത്, കൊടുക്കാനല്ലോ ചെയ്യണം. അപ്പൊ ആളുകൾ കുടിക്കുന്നവർ വാങ്ങിച്ചു. നമ്മൾ കുടിക്കുന്നില്ല. ഞാൻ എൻ്റെ അച്ഛൻ നന്നായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ നന്നായിട്ട് കുടിക്കുമായിരുന്നു. എൻ്റെ അച്ഛനും കുടിച്ചിട്ട് പ്രശ്നങ്ങൾ ബഹളം ഉണ്ടാക്കുമായിരുന്നു വീട്ടിൽ. മരണപ്പെട്ട ആളൊന്നും പറയാൻ പാടില്ല. അപ്പൊ അതൊക്കെ കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാനൊരിക്കലും ഇങ്ങനെ ആവരുന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഇങ്ങനെ ആവരുത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് വിട്ടുന്നു. പിന്നെ വിഷമിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വീട്ടിൽ വിളിച്ചിട്ട് ഇന്നും ഈ കഴിഞ്ഞ ആഴ്ച പോലും ഒരാളിനെ ഒരു വീട്ടിൽ പാമ്പിനെ പിടിക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ പൈസ തരാതെ പൈസ ഇങ്ങനെ ഞാൻ കയ്യിൽ വാങ്ങിച്ച പുള്ളി ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് പോയി. ഇങ്ങനെ പെട്ടെന്ന് ഇട്ടിട്ട് പുള്ളിയുടെ കയ്യിൽ തടാതെ പുള്ളി 500 എനിക്ക് ഇങ്ങനെ കൊണ്ട് ഇട്ടിട്ട് അങ്ങ് പോകും. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ വാങ്ങിക്കാൻ പോയി. ഷേക്കൻ എടുക്കാൻ ഷേക്കൻ്റെ തന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് നാൾ പിന്നെ എൻ്റെ വീട്ടിൽ ക്ഷണിച്ചു. പിന്നെ ഓണത്തിന് വിളിച്ചാൽ ഞാൻ സാറിന് ഓണത്തിന് തിരുവോണം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ പെങ്ങളോടൊന്നും അല്ല കഴിക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് കുരിയാത്തിയിൽ അനാഥ മന്ദിരമുണ്ട്. ആനന്ദമില്ല. ഞാൻ അവിടുത്തെ കുട്ടികളായിട്ടാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത്. 12:30 ആകുമ്പോൾ ഞാൻ തിരുവോണത്തിന് അവരോട്ട് ഭക്ഷണം കഴിക്കും. അപ്പോൾ അങ്ങനെ ഒരാൾ എന്നെ വിളിച്ചു. ഞാൻ വീട്ടിൽ ചെന്നു. എനിക്ക് ഫുഡ് വേണ്ട, ഞാൻ എൻ്റെ അടുത്ത് കഴിച്ചു. നമുക്ക് പായസം കുടിക്കാൻ ചെന്നിരുന്നു. ഞാൻ 1 മണിക്ക് ഇതാണ് കസേര ഇരുന്നു. 1 മണിക്കൂറായി 2 മണിക്കൂറായിട്ട് കാണുന്നില്ല. ഞാൻ പിന്നെ എന്താണെന്ന് നോക്കിയാൽ അടുക്കള ചെന്നപ്പോൾ അടുക്കളയിൽ ആരുമില്ല. അപ്പോൾ ആ വീട്ടിൻ്റെ പയ്യൻ പുറത്ത് തിരുമല ജംഗ്ഷനിൽ അടുത്ത് കടയിൽ ഡിസ്പോസിബിൾ ഗ്ലാസ് വാങ്ങിക്കാൻ പോയിരിക്കുന്നുള്ളൂ. അപ്പോൾ ഈ വീട്ടിൽ 50 ഗ്ലാസ് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് ആ പുള്ളി ഡിസ്പോസിബിൾ ഗ്ലാസ് വാങ്ങി കൊണ്ടുവന്നിട്ട് ആ ഗ്ലാസ്സിൽ പായസം തന്ന ആൾക്കാർ നമ്മുടെ തിരുവനന്തപുരത്ത് കേരളത്തിലൊക്കെ ഉണ്ട്. പിന്നെ തിരുവനന്തപുരത്തിൻ്റെ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തൊരു എഡ്യൂക്കേറ്റഡ് ഒരു അമ്മയുടെ വീട്ടിലൊരു കോളേജ് പ്രൊഫസറായിരുന്നു. ഒരു റിട്ടയർഡ്. അവരെ വീട്ടിൽ ഞാൻ പാമ്പിനെ പിടിക്കാൻ പോയി. മതിലൊക്കെ പൊളിച്ച് പാമ്പിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം താഴ്ച എൻ്റെ കട്ടയും കൂടെ തുടങ്ങി. അപ്പോൾ ഞാൻ ചെന്ന് ഇരുന്നിട്ട് വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിലെ ഗ്ലാസ്സിൽ കപ്പിൽ വെള്ളം കൊണ്ടുവന്നു അവർ. അപ്പോൾ അവിടുത്തെ വീട്ടുകാരാണ് കുടിക്കല്ല, ഇത് ബാത്റൂമിലെ ഗ്ലാസ് ആണെന്ന് വേറെ ആൾ ജോലിക്ക് നിൽക്കുന്ന ആൾ കപ്പാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ട്. പിള്ളേരെ ചില സമയത്ത് നമ്മൾ പിള്ളേരെയൊക്കെ തൊടാൻ പോയ അമ്മമാരെടുത്തുകൊണ്ട് ഓടിക്കണം. ഇപ്പോഴും ഉണ്ട് അങ്ങനെ. അപ്പൊ നമ്മളൊരു അറപ്പോടും വെറുപ്പോടും കിടന്ന സമൂഹം ഉണ്ട്, കുറച്ച് പേരുണ്ട്. കാരണം അവരുടെ മനസ്സിൽ ഈ പാമ്പെന്തോ ഒരു ഭീകര ജീവിയാണ്, വൃത്തികെട്ട ജീവിയാണെന്നുള്ള കാഴ്ചപ്പാട് മാറ്റുന്നുണ്ട്. ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് മാറിയിട്ടുണ്ട്. ഇനി വളരെ അപൂർവം പോലെ ചില ആൾക്കാർ നമുക്കറിയാലോ, നമുക്ക് എല്ലാവരെയും ബോധവൽക്കരിക്കാം. ചില ആൾക്കാരെ മനസ്സിൽ കയറിയ വിഷം പാമ്പിന്റെ അല്ല, മറ്റു വിഷം അത് ഇറക്കാൻ പാടാണ്.
അത് അടുത്ത തലമുറയിലേക്കും ചിലപ്പോൾ അത് പകർന്നു വരും. ഇപ്പൊ നമുക്കറിയാം, നിങ്ങൾ ഞാനൊക്കെ വളർന്നുന്ന കാലഘട്ടം, നമ്മളൊക്കെ വളർന്നു വരുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശിവർ പറഞ്ഞു കണ്ടു, പാമ്പ് അടുത്തുകൂടെ പോയി എറിഞ്ഞാൽ അത് പകവച്ച് പെരുമാറും, അടിച്ചാൽ പകവച്ച് പെരുമാറും. ഇപ്പൊ ചേരുടെ കാര്യം പറഞ്ഞു പോലെ. അപ്പൊ യഥാർത്ഥത്തിൽ പകവച്ച് പെരുമാറുന്നത് പാമ്പുകളാണ്. ലോകത്ത് പകവച്ച് വരുന്നത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ഒരുത്തനെ അടിച്ചു കഴിഞ്ഞാൽ അവൻ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് അവസരം കിട്ടുമ്പോൾ ഇരുട്ടിന്റെ മറവിൽ പതിയിരുന്ന് വടിവാളും കണ്ടകോടാലിയായിട്ടൊന്ന് പതിയിരുന്ന് ആക്രമിക്കുന്ന ഒറ്റ ജീവിയേ ഉള്ളൂ. അത് ചില വൃത്തികെട്ട മനുഷ്യന്മാരെ മാത്രം. പാമ്പുകൾക്ക് ഒരിക്കലും വകയില്ല. ചവിട്ടിയെ കടിക്കാത്ത പാമ്പില്ല. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ തന്നെ വളർത്തുന്ന ഒരു നായി കടിക്കൂല, പാവമാണ്, സാധനം മക്കളെ മോളെ അവൻ നക്കി കിടക്കും. അവൻ കിടന്നിറങ്ങുമ്പോൾ നിങ്ങൾ 50-75 കിലോളം നിങ്ങൾ പോയി അതിന്റെ വാലി ചവിട്ടി അതൊന്നും വിടാൻ പറയൂ, എന്റെ വീട് വാലിക്ക് ചവിട്ടിയിരിക്കുമെന്ന് പറയും. അത് കടിച്ചറിയിക്കും നമ്മളെ. അതുപോലെ അവരും ചെയ്യുന്നു. അല്ല, പാമ്പിനറിയാൻ പറ്റും, ആ പാമ്പ് പറയുക ഇവിടെ എനിക്ക് പേരെടുക്കാൻ പറയാം. ഇതൊക്കെ ഒരു കുറെ കഥകളാണ്. ഇതൊക്കെ മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിന്റെ ഒരു 90% ഞാൻ ഇതിനു വേണ്ടി ചെലവാക്കി. ഇതുവരെയുള്ള 90%. ഇതുവരെയുള്ള 90%. 13-14 വയസ്സ് തുടങ്ങിയ യാത്രയാണ്. ഇത്രയും കുറെ ആൾക്കാരെ ബോധവൽക്കരിക്കുക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അവയർനെസ് ക്ലാസ്സുകൾ നടത്താൻ എനിക്ക് കഴിഞ്ഞു. ഒറ്റയ്ക്കാണ് നടത്തുന്നത്, ആരെയും കൂട്ടിയിട്ടൊന്നുമല്ല. ഇതുപോലെ ഏറ്റവും കൂടുതൽ ട്രെയിനിങ് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ വനംവകുപ്പിന് ആദ്യമായിട്ട് ട്രെയിനിങ് കൊടുത്ത അരിപ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് വനംവകുപ്പിന് ആദ്യം ട്രെയിനിങ് കൊടുത്തു തുടങ്ങിയ ഞാനാണ്. ഇപ്പൊ എന്റെ പേര് കേൾക്കുമ്പോൾ അവർക്ക് കലിപ്പാണ്. എന്റെ പേര് ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ എന്നെ മോശപ്പെട്ട് എടുത്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഇതൊക്കെ കേരളത്തിൽ നടക്കും. വേറെ എവിടെയെങ്കിലും അടിയിട്ടു ചെന്ന് അപ്പോഴടിയിട്ടു. ഞാൻ ആരെയും അടുത്തൊന്നും പറയാൻ, എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ എന്നോ. ഈ തുറന്നു പറച്ചിലുണ്ടായിരിക്കും അവരിങ്ങനെ അടിച്ചമർത്തണം. കറക്റ്റ്. ഞാൻ പഠിച്ചൊരു പാഠം, സത്യം പറയരുത്, കള്ളം കൊണ്ട് മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ എന്ന് പഠിച്ച ഒരാളാണ്. എൻ്റെ അനുഭവം കൊണ്ട് പഠിച്ച ഒരാളാണ്. സത്യം പറയുകയേ ചെയ്തത്. പറഞ്ഞാൽ ആൾ ഒറ്റപ്പെടും, ആളിനെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാകത്തില്ല, ആളിനെ എങ്ങനെയും ചവിട്ടി നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്ത് മോശവും പറഞ്ഞ് മോശപ്പെടുത്താൻ ശ്രമിക്കും. അതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് പ്രവണത. സത്യം പറയാനേ പാടില്ല. അത് ഈ അടുത്ത ആൾ ഞാനൊരു എനിക്ക് തോന്നുന്നത് നങ്ങേലിയിലോ ഏതിലും ഒരു ബുക്കിൽ ഞാൻ വായിച്ചു. ചാണക്യൻ്റെ തന്ത്രം, ചാണക്യൻ്റെ ഇതിനെ വായിച്ചൊരു കഥ. സത്യം പറഞ്ഞാൽ അവൻ ഒറ്റപ്പെടും. നിങ്ങളായിരുന്നു മതിയത്. സത്യം പറഞ്ഞാൽ ഒറ്റപ്പെടും. നിങ്ങൾ സോഷ്യൽ മീഡിയ ചെയ്യുന്ന എത്രയോ പേരുണ്ട്. അവരൊക്കെ സത്യം പറഞ്ഞാൽ അവരുടെയൊക്കെ അവസ്ഥ എന്താണ്? അവരെവിടെയെങ്കിലും ഇട്ട് ഇരുട്ടടി അടിക്കാൻ നോക്കും. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ കുറച്ച് കള്ളവും ഇവിടെ നമ്മളെ നാട്ടിൽ നടക്കുന്നത് 90 കള്ളവും 10 സത്യവും നടക്കുന്നത്. 90 കള്ളമാണ് പറയുന്നത്, 10 സത്യമേ ഉള്ളൂ. അവര് പന പോലെ വളർന്നു. അതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവന്നത്. ദുഷ്ടന്മാരെ അല്ലെ കള്ളന്മാരെ പന പോലെ വളർത്തും. ശരിയല്ലേ അത്? എന്റെ അനുഭവത്തിൽ ഞാൻ പഠിച്ച പാഠമാണത്. ദുഷ്ടന്മാരെ പന പോലെ വളർത്തും. പക്ഷെ അവന്റെ വീഴ്ച പെട്ടെന്നായിരിക്കും. നമ്മൾ വീണ്ടും വീഴുന്നാലും എണീറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ അവസ്ഥ. ഞാൻ ഒന്നിനെയും ഭയപ്പെടാറ്, ലോകത്തൊന്നിനെയും ഭയപ്പെടാറില്ല. ഞാൻ പാതിരക്കൊക്കെ കാട്ടിലൊക്കെ പോകാറില്ല. ഞാൻ ഒന്നിനെയും ഭയപ്പെടാറില്ല. എനിക്ക് ഭയമുള്ളത് എൻ്റെ കൂടെ നടക്കുന്നത്. ഞാൻ ഒരു കാരണം എൻ്റെ പുറകിൽ ആൾക്കാർ നടക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാറില്ല. പുറകെ നടക്കുന്നതിനായിരിക്കും എൻ്റെ മണ്ടയിൽ ആദ്യം വെട്ടുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ മണ്ടയിൽ ആദ്യം അടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ച് എല്ലാവരെയും പുറകിൽ ഞാൻ സഞ്ചരിക്കാറ്. ഇങ്ങനെയൊക്കെ എൻ്റെ കൊച്ചിലെ തുടങ്ങിയ ഒരു ശീലങ്ങളാണ്. ഈ സൂവില് നമുക്ക് ഇഷ്ടം പോലെ പാമ്പിനെ എല്ലാം കാണാൻ പറ്റും. അതെ, പൂജപ്പുരണ്ട്. അപ്പൊ ഈ ചേട്ടൻ പിടിക്കുന്ന പാമ്പുകളെ അവർ ഇങ്ങോട്ടൊന്നും ചോദിച്ചിട്ടില്ല, ഇവിടെ നമുക്ക് കൊണ്ടുവന്ന് ബാൻഡർ കേട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വനംവകുപ്പിന്റെ നിർദ്ദേശം അന്ന് അവിടെ കൊടുത്തു. ബാൻഡർ കേട്ട് ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് പലരും കണ്ടു, അവിടെ കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ ഈ സൂവില് നമ്മുടെ പയ്യൻ മരിച്ചതിന് ശേഷം ഇപ്പൊ അവർക്ക് പാമ്പുകൾ കറക്റ്റ് ഷെഡ്യൂളിലുള്ള നമ്പറിലുള്ള സാധനങ്ങൾ മാത്രമേ അവരവിടെ ഇടുന്നുള്ളൂ. ഇത് പൂജപ്പുര സ്നേക് പാർക്ക് അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ അവിടെ 7 പാമ്പിന് മാത്രമേ പെർമിഷൻ ഉള്ളൂ, 7-8 പാമ്പുകൾ. പക്ഷെ അവിടെ ഇപ്പൊ 150-200 മേളിൽ കിടപ്പാണ് പിടിക്കുന്നത്. നമ്മൾക്ക് പലരും കൊണ്ട് അവിടെ കൊടുക്കാറുണ്ട്, പല നാട്ടുകാരും പിടിച്ചോണ്ട് കൊടുക്കാറുണ്ട്. അതൊക്കെ ഇവിടെ ഇടാറുണ്ട്. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെയും കിടന്നിട്ട് ഒരുപാട് മരണപ്പെടുന്നു. ഞാൻ ഫുഡ് അവർക്ക് വേണ്ട. പാമ്പുകൾക്ക് പല അസുഖങ്ങളുണ്ട്. ഈ അസുഖങ്ങളൊന്നും ആരും ട്രീറ്റ്മെന്റ് ചെയ്യാറൊന്നുമില്ല. ഈ വലിയ വലിയ പാമ്പുകൾക്ക് ചേരയെ ഭക്ഷണമായിട്ട് കൊടുക്കും. രാജവെമ്പാലയ്ക്ക് മാത്രമേ ചേരയെ ഭക്ഷണമായിട്ട് കൊടുക്കും. രാജവെമ്പാലയ്ക്ക് മാത്രം. ബാക്കിയുള്ളത് പുറത്താണെങ്കിലും മൂർഖനെ ഭക്ഷിക്കും, ചേരയെ ഭക്ഷിക്കും, മൂർഖൻ പെരുമാവിന്റെ കുഞ്ഞിനെ പിടിക്കും, മൂർഖൻ നീർക്കോലിയെ പിടിക്കും. ഇതൊക്കെ ചെയ്യാറും. ചേരയെ പിടിക്കുന്നത് തീറ്റി കൊടുക്കുന്നത് രാജവെമ്പാലയ്ക്ക് മാത്രം. ഇപ്പൊ രാജവെമ്പാല നമ്മുടെ സൂല് പൊഴിഞ്ഞ ഹർഷാദിന്റെ മരണത്തിന് കാരണമായ രാജവെമ്പാല ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട്, ഇപ്പോഴും കൂട്ടിൽ കിടപ്പുണ്ട്. അങ്ങനെ ഒരുപാട് രൂപങ്ങളുണ്ട്, ഒരുപാട് വ്യത്യസ്തമായ രൂപങ്ങൾ. തിരുവനന്തപുരത്ത് ഇപ്പോ നിലനിൽക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ രീതിയും തിരുവനന്തപുരം ചേട്ടൻ അത്രയ്ക്ക് ഇഷ്ടമാണോ? പിന്നെ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമല്ല, എന്റെ മണ്ണല്ലേ, എന്നെ അറിയാവുന്ന ആൾക്കാരല്ലേ. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എവിടെ പോയാലും എനിക്ക് ഒറ്റ ദിവസം മുതൽ എനിക്ക് മാറിയിരിക്കാൻ പറ്റില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണമെന്നുള്ള ആഗ്രഹത്തോട് ജീവിക്കുന്ന ഒരാളാണ്.
അത് വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് ഇത് എൻ്റെ നാട്. എനിക്ക് എന്നാലും പണ്ടത്തെ പോലെ ഒന്നല്ല. ഇപ്പം എനിക്ക് അധികം കമ്പനികളില്ല. ഞാനായിട്ട് അധികം കമ്പനി അടിക്കാറില്ല. ഞാനിപ്പോൾ ഒരു ലോഡ്ജിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അകത്ത് കയറി പുറത്തുനിന്ന് പൂട്ടിയിട്ട് അകത്തൊരു സുഖമായിട്ട് കിടന്നുറങ്ങും. ഞാൻ ആരുമായിട്ട് അങ്ങനെ കമ്പനി അടിച്ചുകൊണ്ട് പോയിരിക്കാറില്ല. ഒരു കാര്യങ്ങൾക്കും പോകാറില്ല. ഞാനിപ്പം എൻ്റെ കൂടെ നിന്ന് എൻ്റെ അനുഭവങ്ങൾ പഠിച്ചപ്പോൾ എനിക്ക് ആരെയും വിശ്വാസമില്ലാതെ കൂടെ നടന്നിട്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആരെയും അധികം കമ്പനി അടിക്കാറില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ സഞ്ചരിക്കുന്നത്. വണ്ടി വിളിക്കും, വണ്ടിയുടെ ഡ്രൈവർ ഉണ്ടാവും, അവരുമായിട്ട് സഞ്ചരിക്കും. അല്ലാതെ ഞാനിപ്പോൾ പ്രത്യേകിച്ചൊരു പാമ്പുകളെ പോലെ ഒറ്റപ്പെട്ട് മാളത്തിലേക്ക് ഒതുങ്ങി ജീവിക്കുന്നില്ല. രാഷ്ട്രീയം ഉണ്ടോ? രാഷ്ട്രീയം എനിക്കുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എനിക്കില്ല. കാരണം വെച്ചാൽ ഞാൻ പറയാൻ ഇല്ലെന്ന് പറയാൻ കാരണം ഞാൻ ഇത്തവണ ഇപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പോകുമ്പോൾ 8ാം വാർഡിൽ ചെറുവയ്ക്കൽ പോകുമ്പോൾ ചെറുവയ്ക്കൽ വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു. BJP ആണ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വർഷം. ഈ പ്രാവശ്യം സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമില്ല, എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയം പാടില്ല, എനിക്ക് എല്ലാവരും വേണം, അതുകൊണ്ട് എനിക്ക് ഇതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാനും പോയി. പിന്നെ കഴിഞ്ഞ ആറ്റിപ്ര വാർഡിൽ മത്സരിക്കാനും CPM വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇടതുപക്ഷം വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു കടകംപള്ളി സാറാണ് വിളിച്ചിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് BJP എന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ. പിന്നെ അതിന് മുന്നേ എനിക്ക് നിയമസഭയിൽ ചെറിയ പാർട്ടി മത്സരിക്കാൻ ആം ആദ്മി പാർട്ടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിലും എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ. കാരണം എനിക്ക് രാഷ്ട്രീയക്കാരനല്ല ഞാൻ ഒരിക്കലും രാഷ്ട്രീയക്കാരനല്ല. ഞാനൊരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെടും. ഇപ്പൊ ഞാനൊരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മത്സരിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളെ മൊത്തം എനിക്കെതിരാവും. അപ്പൊ എനിക്ക് ഇതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നേടാനൊന്നുമില്ല, ഒന്നും നേടാനില്ല. എൻ്റെ ജീവിതം പ്രകൃതിക്ക് വേണ്ടി, പരിസ്ഥിതിക്ക് വേണ്ടി, ഭൂമിക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചു. അപ്പൊ അതിൽ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ എടുത്തു. ഓക്കെ, ചേട്ടൻ അല്ലാതെ മറ്റ് പാമ്പ് പിടുത്തക്കാരുണ്ടല്ലോ, അതെ, ചെറിയതായിട്ട് തുടങ്ങി വന്ന ആൾക്കാർ കാണും, പഴയ ആൾക്കാർ കാണും. അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഉപദേശം എന്തായിരിക്കും? ആരെയും വിശ്വസിക്കരുത് എന്നുള്ളതാണ് സത്യമാണ്. കാരണം പഴയ പാമ്പ് പിടുത്തക്കാരൊക്കെ ഒന്ന് പട്ടിയെ പോലെ കാണും, നായെ പോലെ കാണും. പിന്നെ പഴയ പാമ്പ് പിടുത്തക്കാരൊക്കെ ഒതുക്കി വെച്ചാൽ വളരെ മോശമായിട്ട് ഒതുക്കി മൂലക്കാക്കി. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ബൈജു പട്ടം ഉണ്ടായിരുന്നു. ബൈജു മരിച്ചു, അറ്റാക്കിട്ട് മരിച്ചു. പ്രഭാത് സജി, പൊടിയൻ, പിന്നെ അതുപോലെ പൊടിയൻ അനിൽകുമാർ, സുരേഷ് കാട്ടാക്കട, രതീഷ് കാട്ടാക്കട, അമനാപുരത്ത് പിന്നെ മുരുകൻ കൊല്ലം, കുട്ടൻ കൊല്ലം, അതുപോലെ തന്നെ നമ്മുടെ ബൈജു മാഷ് ചെറുപ്പളശ്ശേരിയിൽ ചെറുപ്പളശ്ശേരി ഷംഷുദിൻ്റെ മക്കള്, ഇങ്ങനെ എല്ലാവരെയും പഴയ ആൾക്കാരെല്ലാം അങ്ങ് ഒതുക്കി. എന്നുവെച്ചാൽ ഈ ശംശുഖാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഉപജീവനം ഇത് തന്നെയായിരുന്നു. പാമ്പിനെ പിടിക്കുക, അല്ലെങ്കിൽ അത് മരുന്ന് വെച്ചോണം, എങ്ങനെ. അപ്പോൾ അവരെയൊക്കെ അങ്ങ് ഒതുക്കി, പഴയ ആൾക്കാരെ ഒതുക്കി നായുടെ പോലും വിലയില്ലാതാക്കി. അതിനോട് അവരോട് എനിക്ക് പറയാനുള്ളത്, എന്താ പറയുക, ഒരു സംഘടന ഉണ്ടാക്കുക, ഒരു യൂണിയൻ ഉണ്ടാക്കുക, ഒന്നിച്ച് നിന്ന് പ്രതികരിക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അവരും ഭൂമിക്ക് ഇപ്പൊ വന്നവരൊക്കെ വെറും എന്താ പറയുക, IT മേഖലയിൽ ഇരുന്ന് കസേരയിൽ നിന്ന് കറങ്ങി പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരാണ്. അവർക്കൊരു ജോലിയുണ്ട്. സേവനം എന്ന് പറഞ്ഞാൽ ജോലി കളഞ്ഞിട്ട് ഫ്രീ ആയിട്ട് പാമ്പിനെ പിടിക്കണം, അവനാണ് സേവനം ചെയ്യുന്നത്. ഇതിവിടെ മറ്റേ 50,000 രൂപ വനം വകുപ്പിന്റെ 2 ലക്ഷം രൂപ ശമ്പളം വാങ്ങിച്ച് AC ഈ പാമ്പിനെ പെട്ട് ഫ്രീ പിടിക്കാൻ പറഞ്ഞാൽ എന്താ ഇവര് വീട്ടിൽ നിന്ന് കൊണ്ടുവരണ പൈസ അവർക്ക് കൊടുക്കണത്? ഇപ്പൊ 2 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിച്ച് സർക്കാരിന്റെ വണ്ടിയിൽ സർക്കാരിന് നമ്മൾ കരമടയ്ക്കുന്ന പൈസയും കൊടുത്ത് പെട്രോൾ അടിച്ച് കറങ്ങി കിടന്നിട്ട് അതിൽ കറങ്ങി കിടന്നിട്ട് പാവപ്പെട്ടവന് ഒരു പെട്ടി പോയി പാമ്പിനെ പിടിച്ചിട്ട് 500 രൂപ വാങ്ങിച്ചാൽ അത് കുറ്റം എന്ന് പറയുകയാണെങ്കിൽ ഇവരെ വീട്ടിൽ നിന്നാണ് കൊണ്ടു കൊടുക്കുന്നത്. ഈ 2 ലക്ഷം രൂപ 1 ലക്ഷം 1.5 ലക്ഷം രൂപ വാങ്ങിക്കണം, ആദ്യം ജോലി രാജിവെക്കണം. രാജിവെച്ചിട്ട് ഫ്രീ ആയിട്ട് സ്വന്തം വണ്ടിയിൽ പെട്രോൾ അടിച്ച് സ്വന്തം പൈസ മുടക്കി പിടിച്ച് കാണിക്കണം, അവനാണ്. അല്ലാതെ കണ്ടവന്റെ സർക്കാർ, നമ്മൾ പാവപ്പെട്ട ജനങ്ങൾ കരമടയ്ക്കുന്ന പൈസ വാങ്ങിച്ച് 3 നേരം വിഴുങ്ങിയിട്ട് വണ്ടിയിൽ കയറി നെളിഞ്ഞിരുന്ന് പോയിട്ട് ഫ്രീ ആയിട്ട് പാമ്പിനെ പിടിക്കണമെന്ന് പറയുന്നത് അവനൊക്കെ ആണത്തുള്ളവരാണ്. ആരോ ആയിക്കോട്ടെ. പാവപ്പെട്ട ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ പാമ്പ് പിടിക്കാൻ നിൽക്കുന്ന ആൾക്കാർ എവിടെയുള്ള കൂലിപ്പണിക്കാരാണ്. അവൻ ഒന്നുകിൽ മേച്ചിരി പണിക്ക് പോണവനാണ്, ഇല്ലെങ്കിൽ കിളയ്ക്കാൻ പോകണം, ഇല്ലെങ്കിൽ മരം മുറിക്കാൻ പോകണവനാണ്, ഇല്ലെങ്കിൽ പെയിന്റ് അടിക്കാൻ പോകണവനാണ്. അതിനിടയ്ക്കാണ് വീട് പോകണം. ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ അവനൊന്നും അവിടെ ജോലിക്ക് പോകാൻ പറ്റില്ല. അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോൾ രാവിലെ 10 മണിക്ക് ചെല്ലുമ്പോൾ ഓഫീസിൽ അവിടെ പെയിന്റ് അടിക്കാൻ ഇറങ്ങുമ്പോൾ അവനെ ഇവിടെ നിന്ന് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ മതിൽക്കെട്ടിനകത്ത് അത് പൊളിച്ചിറങ്ങുമ്പോൾ ഉച്ച കഴിയും, ഇവിടുത്തെ പണി നടക്കത്തില്ല. അവന് ഇവിടെ ഇല്ല, അവിടെ ഇല്ല. അവൻ്റെ വീട്ടിലെ ഭാര്യയ്ക്ക് മക്കൾക്ക് അവൻ എന്ത് ചെയ്യും? അവൻ സൈക്കിൾ പമ്പെടുത്ത് കാറ്റടിച്ചു കൊടുക്കും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു കടി കിട്ടി, സാധാരണ ഒരാൾക്കാർക്ക് ഒരു കടി കിട്ടി, ഒരു കുട്ടിക്ക് ഒരാളിനൊരു കടി കിട്ടി. അപ്പം നമ്മൾ പ്രൈവറ്റിലാണ് കൊണ്ടുപോകണത്, കാശ് വേണം. അപ്പോഴവർക്ക് കാശുണ്ടല്ലോ, അപ്പൊ പിന്നെ ഒരു പാമ്പ് പിടിക്കാൻ പറഞ്ഞ ഒരു ചെറുപ്പക്കാരന് 10, 500, 1000 കൊടുത്ത് എന്ത് നഷ്ടമായിരിക്കുന്നു? അപ്പൊ അവര് ജീവനിലെ രക്ഷിക്കുന്നു. അപ്പോൾ 1000 രൂപ കൊടുത്താൽ എന്ത് കുഴപ്പമായിരിക്കും? വാങ്ങിച്ചാൽ എന്ത് കുഴപ്പമായിരിക്കും? ഈ പറയുന്ന ആരെങ്കിലും ജോലി ചെയ്യുന്ന ഫ്രീ ആയിട്ടാണോ ജോലി ചെയ്യുന്നത്? ഫ്രീ ആയിട്ടാണോ ജോലി? സർക്കാർ ജോലിക്കാണോ ഫ്രീ ആയിട്ടാണോ പോണത്? ഒരു പ്രൈവറ്റ് കമ്പനി പോകണം ഫ്രീ ആയിട്ടാണോ പോണത്? ശമ്പളം വാങ്ങിച്ചിട്ടില്ലേ പോകുന്നത്? ഫ്രീ ആയിട്ട് ആരെങ്കിലും ജോലി? ഇപ്പൊ ഞാനൊക്കെ സേവനം ചെയ്ത് നശിച്ചവരാണ്. അതുപോലെ അടുത്ത തലമുറ പോകും. ഇപ്പൊ ഞാനൊക്കെ ജീവിതം കളഞ്ഞു കുളിച്ചാണ്. ഇനി ഒരാൾ തലമുറ അതുപോലെ പോകും. അവരുടെ ഫാമിലി, അച്ഛനും അമ്മയും കുടുംബവും ഒക്കെ നോക്കി പോകുന്നത്. എനിക്ക് എൻ്റെ അമ്മയെ അപ്പം ഈ ഫീൽഡിൽ പോയതിനു ശേഷം എനിക്ക് എൻ്റെ അമ്മയെ, അപ്പനെ, എൻ്റെ സഹോദരങ്ങളൊന്നും എനിക്ക് നോക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല.
എൻ്റെ അപ്പൻ RC ക്യാൻസറായിട്ട് കിടന്നു 6 മാസം 4-5 മാസം കിടന്നു. എനിക്ക് ഓടി വല്ലപ്പോഴും വന്ന് നോക്കാൻ എനിക്ക് പറ്റിയിട്ടുള്ളൂ. എനിക്ക് ഡെയിലി എൻ്റെ അച്ഛൻ്റെ ക്ഷേമാറ്റി ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതുപോലെ ഇപ്പോഴത്തെ തലമുറ പോകും. ഇപ്പോഴത്തെ തലമുറ അങ്ങനെയൊന്നും പോകില്ല. ഇനിയുള്ള തലമുറ അങ്ങനെ പോകാൻ പാടില്ലെന്നാണ് ഞാൻ പറയുന്നത്. അവരുടെ കാര്യങ്ങൾ നോക്കി ഇതിൻ്റെ പിറകെ പോവുക. എന്ത് സേവനമായിക്കോട്ടെ. ഇപ്പം നീ പിടിക്കുന്ന വന്യമൃഗങ്ങളെ പിടിക്കുന്ന ഇടയ്ക്ക് നമ്മുടെ ഇവിടെ ഒരു കരടിയെ പിടിച്ചില്ലേ, വെടിവെച്ച് ചത്തുപോയില്ലേ. ആനക്കുട്ടി അയ്യപ്പൻ മരിച്ചില്ലേ. ഇവിടെ പിടിക്കുന്ന ആളെല്ലാം മരണപ്പെടില്ലേ. പിന്നെ എന്താ ഉണ്ടാക്കണേ? ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്നെ തൂക്കിക്കൊല്ലാനൊന്നും നിയമമില്ല. ഞാൻ ആരെ അനാവശ്യം പറയുന്നില്ല, ആരെ അപ്പനും അമ്മയ്ക്കും വിളിക്കുന്നില്ല. എന്നെ വിളിക്കുന്നുണ്ട് പല ഫോട്ടോയുടെ അടിയൊക്കെ ഇതിൻ്റെ അടിയിൽ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സഹോദരങ്ങളെ വിളിക്കുന്നുണ്ട്. മൊട്ടം തെറി പറയുന്നുണ്ട്. ഞാൻ ആരെയും പറയാൻ പോകുന്നു. എൻ്റെ നേരെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും. എന്നെ ഒരിക്കൽ തന്തയ്ക്ക് വിളിച്ചാൽ ഞാൻ 100 പ്രാവശ്യം തന്തയ്ക്ക് വിളിക്കുന്ന മോനാണ്. ഞാൻ പുണ്യാണ്. ഞാൻ ഈ ഫീൽഡിൽ വന്നതിന് ശേഷമാണ് ഞാൻ എല്ലാവരെയും സ്നേഹിച്ച് മര്യാദയ്ക്ക് ഒതുങ്ങി പഠിച്ചു. അതായത് അമ്മയ്ക്ക് വിളിച്ചാണ് ഞാൻ കേട്ടോണ്ട് പോകുന്നത്. ഒരുപാട് ടോർച്ചറിങ് ഉണ്ട് നമ്മുടെ നാട്ടിൽ, ഒരുപാടുണ്ട്. ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്. കുറെ പാമ്പിനെല്ലാം കൂടെ വാരി കെട്ടി എന്താ പറയുക, വല്ല ഈ ടോർച്ചറിങ് ഓഫീസിനകത്ത് കൊണ്ടിട്ട് കൊടുക്കാന്ന് വളരെ പറയാം. ടോർച്ചറിങ് വലിയ കഷ്ടമാണ്. അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല. വെളിയിലെ ആൾക്കാരല്ല, മാനസികമായിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഓഫീസർ മാത്രമാണ് പ്രശ്നക്കാരനായിട്ട് വരുന്നത്. എന്ത് പറഞ്ഞാലും ഈ കഴിഞ്ഞ ആഴ്ച ഒരാളോട്ട് സംസാരിച്ചപ്പോൾ അയാൾ ഉടനെ പറയണം, നിങ്ങളൊക്കെ മറ്റേ ട്രിവാൻഡ്രത്തുകാരനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ. പുള്ളി ഉടനെ ചോദിച്ചാണ് എൻ്റെ കാര്യമാണ്. ഞാൻ ഒരു ബന്ധവുമില്ല. അവിടെ പുള്ളിയുടെ തെറ്റെന്ന് കാണിച്ചപ്പോൾ അവർ പ്രതികരിച്ചു. പാമ്പ് പിടിക്കുന്ന ഒരാൾ പ്രതികരിച്ചപ്പോൾ ഉടനെ നിങ്ങളെല്ലാം മറ്റവനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ. ഇതാണ് നമ്മുടെ അത് ചോദ്യം ചെയ്യണ ആരായിരിക്കണേ. ഞാൻ ആലോചിച്ചു ഇനി ഇപ്പം ആലോചിക്കുന്ന വെച്ചാൽ ഇപ്പം നല്ലൊരു സമര പരിപാടി ഞാൻ വേറെ പറഞ്ഞിട്ടില്ല. നല്ലൊരു സമര പരിപാടിയായിട്ട് മുന്നോട്ട് പോകാനുള്ള പരിപാടി. ഞാൻ നല്ലൊരു സമരം വനം വകുപ്പിൻ്റെ ഫണ്ടിൽ നല്ലൊരു സമരം ചെയ്യാനുള്ള പരിപാടിയാണ് ഞാൻ ചെയ്യും. സംശയമില്ല. ഉടനെ കോർപ്പറേഷൻ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ചെയ്യും. അല്ലാതെ ഇവിടെ നമ്മൾ പാസ്സാക്കിയപ്പോൾ നിയമസഭയിൽ നമ്മുടെ ഗണേഷ് കുമാർ സാറായിരുന്നു നിയമസഭയിൽ എന്താ പറയുക നിയമസഭ പെറ്റീഷൻ കമ്മിറ്റി. ഞാൻ പെറ്റീഷൻ കൊടുത്തിട്ട് അവിടെ പാസ്സാക്കി, പക്ഷെ നടപ്പിലാക്കിയിട്ടില്ല. ഒരു പരാതി കൊടുത്തപ്പോൾ അവർ പ്രഖ്യാപിച്ച് ഇനി മേലെ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. വനം വകുപ്പിൽ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരിൽ പുറത്തുനിന്നുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേൾക്കരുത്, വനം വകുപ്പ് അവർ തീരുമാനിക്കണമെന്നുണ്ട്. വീണ്ടും അതുപോലെ തന്നെയാണ് കോർഡിനേറ്റർ എന്നൊരു സാധനം വെക്കാൻ പാടില്ല. വെളിയിൽ നിന്ന് കോർഡിനേറ്റർമാർ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ അതിനൊക്കെ നടന്നിട്ട് ഇതുവരെ പാസ്സാവാത്തത് ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഒറ്റപ്പെടുത്തി മാറി നിൽക്കുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഞങ്ങൾ ഒരുപാട് കുറച്ചധികം ആൾക്കാരുണ്ട്. പിന്നെ ഒത്തിരി പേരുണ്ട്. ഒറ്റപ്പെടുത്തിയിട്ട് ഒത്തിരി പേരുണ്ട്. ഇപ്പോഴും എറണാകുളം ജില്ലയിൽ 28 പേര് മാറി, TV നിന്ന് മാറി. പിന്നെ തൃശ്ശൂർ ജില്ലയിൽ 10-30 പേര് മാറി. അങ്ങനെ ഉള്ള ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ഇടയ്ക്ക് ഒരു ഡീറ്റെയിൽസ് വന്നു പത്രത്തിൽ വന്നതെന്ന് വെച്ചാൽ ക്രിമിനൽ കേസിലെ പ്രതികൾക്കൊന്നും പാമ്പിനെ പിടിക്കാൻ ലൈസൻസ് ഇല്ല എന്നുള്ളതാണ്. വനം വകുപ്പിൽ എത്ര സ്റ്റാഫുകളുണ്ടെന്ന് അറിയാം കേസിലെ പ്രതികൾ? അറിയാമോ? ഒത്തിരി പേരുണ്ട്. ഏത് ഡിപ്പാർട്ട്മെന്റിലെ കേസിൽ പ്രതിയായിട്ടുള്ള ക്രിമിനൽ കേസിൽ പ്രതിയില്ലാത്ത ഏത് ഡിപ്പാർട്ട്മെന്റ് ഒന്നും എടുത്തു നോക്കി. മന്ത്രിസഭയിലില്ലേ, രാഷ്ട്രീയക്കാരെല്ലാവരും ക്രിമിനൽ കേസിലെ പ്രതികളില്ലേ, എത്രയോ പേരുണ്ട്. പിന്നെ വനം വകുപ്പിൽ എവിടെ ഉപജീവനത്തിന് വേണ്ടി നടന്നൊരു പാമ്പിനെ പിടിച്ചുകൊണ്ടാണ് എന്തുണ്ടാക്കാൻ? അവൻ ക്രിമിനൽ കേസിലെ പ്രതിയായിട്ട് അവൻ ആരെങ്കിലും വെട്ടിക്കൊണ്ട് പാമ്പിനെ വിട്ടു. ഉത്തരാക്കൊല കേസ് അവളെ ഭർത്താവാണ് ചെയ്തത്. അവൻ പാമ്പ് പിടുത്തക്കാരനൊന്നുമല്ല. അവൻ ട്രെയിനിങ് നേരിട്ട് അവൻ രഹസ്യമായിട്ട് പിടിച്ച് അവന്റെ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചതാണ്. അല്ലാതെ ഒരു പാമ്പ് പിടുത്തക്കാരനല്ല. പാമ്പ് പിടുത്തക്കാരൻ സുരേഷ് പാമ്പിനെ കൊടുത്തു. അത് അവന്റെ പറഞ്ഞത് പാമ്പിനെ കളിപ്പിക്കാനല്ല, ട്രെയിനിങ് നേടാനെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവൻ കൊടുത്തതെന്നാണ് അവൻ പറയപ്പെടുന്നത്. മനസ്സിലായില്ല. പക്ഷെ എൻ്റെ നേരെ വന്ന് ഞാൻ അപ്പോഴും വനം വകുപ്പിന് കയറി പരാതി കൊടുക്കും. കാരണം ഇന്നൊരാൾ വന്നിട്ടുണ്ട്, ഇന്നതുപോലെയുള്ള കേസ്, പുള്ളി ഒന്ന് ടോർച്ച് വന്ന് നോക്കാൻ പറയും, അല്ലെങ്കിൽ പോലീസിൽ പറയും. എനിക്ക് വരുന്ന കോളുകളൊക്കെ എനിക്ക് ഒരേവരുടെ സംശയപരമായിട്ട് വരുന്ന കോളുകളെല്ലാം ഞാൻ ഏതെങ്കിലും എൻ്റെ സുഹൃത്തുക്കളെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഏതെങ്കിലും ഓഫീസർമായിട്ട് ചർച്ച ചെയ്ത് സാറേ ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയും. അപ്പോൾ അവർ ശ്രദ്ധിക്കും. ആളിനെ കറക്റ്റ് അങ്ങനെ ഒരുപാട് പേരെ പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇവിടെ തിരുവനന്തപുരത്ത് തമ്പാനിൽ ചൈത്ര ഹോട്ടലിൽ ആദ്യമായിട്ട് പാമ്പിന്റെ വിലം പിടിക്കുന്നത് എൻ്റെ ഇൻഫർമേഷനിലാണ്. 3 പേരെ പിടികൂടിയത് എൻ്റെ ഇൻഫർമേഷനിലാണ്. പിന്നെ അവൻ്റെ കൊന്നളയും വെട്ടിക്കളും തിന്നളെന്ന് പറഞ്ഞ് കുറെ ആൾ കടന്നു. പിന്നെ എന്താണെന്നല്ലേ എന്തായാലും മരിക്കണം. അല്ല, ഇപ്പൊ ചേട്ടൻ ഇപ്പൊ കോള് വരുന്ന സമയത്തെ ചേട്ടന് തന്നെ ഒരു എമൗണ്ട് ഫിക്സഡ് ആക്കി അങ്ങനെ പറഞ്ഞൂടെ? അങ്ങനെ പറഞ്ഞ് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ശീലിച്ചുകൊണ്ട്. ഇപ്പോഴും ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്, ഇപ്പോഴും പല സ്ഥലത്തും പാമ്പിനെ പിടിക്കുമ്പോൾ പലരും പറഞ്ഞത് കൗമുദി വണ്ടി എന്നിട്ടില്ലേ. ഞാൻ എൻ്റെ വണ്ടിയിലാണ്, അവരവരുടെ വീഡിയോ എടുക്കാൻ അവരവരുടെ വണ്ടിയിലാണ് വരുന്നത്. എനിക്ക് കൗമുദി, ഞാൻ സ്റ്റാഫല്ല. അത് ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. അത് കഴിഞ്ഞ് എൻ്റെ പറഞ്ഞു വെച്ചാൽ സർക്കാരെല്ലാം തന്നിട്ടില്ലേ. ഞാൻ പറഞ്ഞ റേഷൻ കാർഡുണ്ട്, റേഷൻ കാർഡ് അരി പൈസ കൊടുത്താൽ അരി കിട്ടാലും ഫ്രീ അരി കിട്ടും. അത് ഞാൻ എനിക്കതുകൊണ്ട് എന്തായാലും ഞാൻ ലോഡ്ജാണ് താമസിക്കുന്നത്, എനിക്കൊന്നും തന്നിട്ടില്ല. ഇങ്ങനെ ക്രെഡിറ്റ് കിടന്ന സമയത്ത് ഇന്ന സംഭവങ്ങൾ ഉണ്ടായിട്ട്. പിന്നെ ഒരു വീഡിയോ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഒരു സർക്കാരിന് എനിക്ക് പാമ്പടി കിട്ടിയത് സർക്കാരിന് 35 ലക്ഷം രൂപ ചെലവുണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരു എൻ്റെ അടി കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവൻ്റെ വീട്ടിൽ നിന്ന് പൈസ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഞാൻ സർക്കാരിന് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നവരാണ്.
ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ സ്വന്തം കഷ്ടപ്പാട് ഞാൻ ജനങ്ങളെന്ന് പറഞ്ഞാൽ സർക്കാർ എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ്. അപ്പൊ ജനങ്ങളുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഞാൻ എനിക്കൊരു അപകടം പറ്റുമ്പോഴത്തേക്ക് സർക്കാർ അല്ലെങ്കിൽ അന്നത്തെ അധികാരികൾ ചെലവാക്കുന്നത് അത് അവരുടെ കടമയാണ്. ഇപ്പൊ നമ്മുടെ സർക്കാരിന് ചുമതലയുള്ള ആൾക്കാർക്ക് ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ ചികിത്സിക്കുന്നത് ഫ്രീ ആയിട്ടല്ല, അവരെ പൈസ കൊടുത്തല്ല ചികിത്സിക്കുന്നത്. ഞാൻ സമൂഹത്തിൽ നാട്ടിന് വേണ്ടി ജീവിക്കുന്നുള്ളൂ. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോഴത്തേക്ക് അത് ആ കാലഘട്ടത്തിലുള്ള സർക്കാരുകൾ ചിലവാക്കും. അത് അതിൻ്റെ അടിയിൽ ഒരാൾ കാണിച്ചിട്ടുണ്ട്. സർക്കാരിന് 35 ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷത്തെ കടിയിൽ ചെലവെന്ന്. എനിക്കറിയില്ല കേട്ടോ. ഒരു ബോട്ടിൽ ആന്റിവെനത്തിന് എന്താ പറയുക 345 രൂപ 400 രൂപയ്ക്ക് താഴെയുള്ളൂ ആന്റിവെനം. എനിക്ക് 65 വയൽ തന്നു. 65 വയലാകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 65 ബോട്ടിൽ ഒരു 6,000 ഒരു 10,000 രൂപ ആവുമായിരിക്കും, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ആവുന്നിരിക്കട്ടെ. ബാക്കിയുള്ളതിന്റെ ഈ 35 ലക്ഷം രൂപ 40 ലക്ഷം രൂപ ചെലവൊന്നും എനിക്കറിയില്ല. ചുമ്മാ അടിച്ചിറക്കുകയാണ്. എന്താണ് ഒരു വിവരം, ഒരു എന്താ പറയുക, വിദ്യാഭ്യാസവും ആളില്ല. അതാണ് അത് കാരണം എന്താ പറയുക, സ്വന്തം അമ്മയുടെ കാൽപാദത്തിലെ തുണി ഇങ്ങനെ മാറി ഇരുന്നാൽ നോക്കുന്ന ചില ആൾക്കാരുടെ കാലഘട്ടമാണ്. സ്വന്തം ഒരു ചെറുപ്പക്കാരനായ ചെറുപ്പക്കാരനായ മോന് ചെറുപ്പക്കാരെ അമ്മയും കൊണ്ട് ബൈക്കിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ മോശം പറയുന്ന ആൾക്കാർ നമ്മൾ അത് വേറെ ആരോണെന്ന് പറയുന്ന ആൾക്കാർ ഞാൻ കേട്ടിട്ടുള്ളതാണ് എൻ്റെ ചെവിയിൽ. ഇതാണ് നമ്മുടെ നാട്. അപ്പൊ ഇതിനെ മാറാൻ ഒരിക്കലുമില്ല. ഈ മനുഷ്യന്റെ മനസ്സിലുള്ള വിഷം കളയാൻ പാടാണ്. അവ ഇങ്ങനെ ആരെങ്കിലും കുറ്റം പറഞ്ഞു, സ്വന്തം അച്ഛൻ നല്ല ഷർട്ട് ഇട്ടാൽ കുറ്റം പറയുന്ന മക്കളുള്ള കാലമാണ്. അച്ഛന് ഇതിൻ്റെ ആവശ്യമുണ്ട്, അച്ഛന് ഇത്ര വയസ്സായില്ല, അച്ഛൻ എന്തിനാ അത്ര കൂടി ഷർട്ട് ഇട്ടേക്കുന്നത്, ഞങ്ങളല്ലേ ഇടേണ്ടതെന്ന് പറയുന്ന, അച്ഛന് ജോലിയൊന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ കാരണം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവും. അപ്പോൾ ഇതിലൊന്നും ഒരു അർത്ഥമില്ല. നമ്മൾ നമ്മുടെ മേഖലയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. പറയുന്നതും പറയട്ടെ. ഇപ്പം ഞാൻ നടന്നു പോകുമ്പോൾ ഒരുപാട് പട്ടി എന്ന് ഞാൻ പറയാറില്ല അതിനെ, ഒരുപാട് നായ്ക്കൾ കുരയ്ക്കാറുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഞാൻ പട എന്ന് പറഞ്ഞ് കളയും, പട എന്ന് പറഞ്ഞ് നിസ്സാരത്തോടെ കളയും. നമ്മൾ ഡെയിലി കുളിക്കുമ്പോൾ നമ്മൾ തല തോർത്തുമ്പോൾ തലയിൽ നമ്മൾ ആ ടവലിൽ കൂടെ നമ്മുടെ തലയിൽ രോമമൊക്കെ പോകാറുണ്ട്. അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കളയും. ഒന്നും പ്രതികരിക്കാതിരിക്കുക, അതിന് അങ്ങനെ കാണുക. ഈ പ്രതികരണങ്ങൾ അങ്ങനെ കാണുക. നമ്മൾ ജലദോഷം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കുടിക്കുമോ? നമ്മൾ പിടിച്ചാൽ കളയും അല്ലേ? ആ പ്രതികരണങ്ങൾ അങ്ങനെ കളയുക. നിങ്ങൾക്കും കൂടെ ഉള്ള അനുഭവം, നിങ്ങളും കൂടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ നമ്മുടെ ആൾക്കാരാണ് നാളെ എല്ലാം പറയും. കാരണം എന്തെല്ലാം കഥകൾ എന്നെ കുറിച്ചുണ്ടാക്കി. എനിക്ക് കോടികളുടെ ബിസിനസ്സാണ്, കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കോടികൾ എനിക്ക് എവിടെയോ കോടിയിൽ ഇരിപ്പുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ 10 രൂപ പോക്കറ്റിൽ എടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകും. ഇന്ന് നിങ്ങളെ മുന്നിൽ ഇരിക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ള പൈസ 20 രൂപയാണ് എൻ്റെ ബാഗിലുള്ളത്. എൻ്റെ 540 എൻ്റെ GP കിടപ്പുണ്ട്. ഞാൻ നിങ്ങളെ മുന്നിൽ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഒരാളെ വിളിച്ച് 10,000 രൂപ ചോദിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് ഞാൻ മൊബൈൽ എടുത്ത് അങ്ങോട്ട് പോയത് കിട്ടണം, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അക്കൗണ്ടിൽ പൈസ വരട്ടെ എന്നുള്ളതുകൊണ്ട് ചോദിച്ചപ്പോൾ പുള്ളിയോട് ഇല്ല ചേട്ടാ എൻ്റെ 1000 രൂപ എൻ്റെ GP പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട്. ഞാൻ ഒരുപാട് സേവനം ചെയ്ത് കടം വാങ്ങിച്ച് എൻ്റെ കൂടെ ഉള്ളവരൊക്കെ സഹായിച്ചു. അതെല്ലാം എനിക്കിപ്പോൾ ബാധ്യതയാണ്. ഇതാണ് നിങ്ങളൊക്കെ വിചാരിക്കുന്നത് വാങ്ങിച്ചിട്ട് വലിയ സംഭവമാണ്. എൻ്റെ പിന്നിൽ എന്താ പറയുക, ഞാൻ ഒരുപാട് കാര്യം. ഞാൻ ഇപ്പം ഇവിടെ ഇരിക്കുമ്പോൾ വയർ ഇങ്ങനെ വീർത്തിരിക്കുന്ന ഒരു ലേഡിയും അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡും അംഗൻവാടി കൊച്ചും കൂടെ മെഡിക്കൽ കോളേജിൽ ഒരു ഹോട്ടലിൽ കഴിച്ചു വന്നപ്പോൾ അവിടെ വന്നു എന്നെ കൊണ്ട് ഇങ്ങനെ വയർ കാണിച്ചിട്ട് സഹായിക്കണം. ഞാൻ പിന്നെ അവരുടെ ഇതെല്ലാം വാങ്ങിച്ചു. ഇനി എനിക്ക് നാളെ മറ്റന്നാളെ ഞാൻ ലോൺ എടുത്തെങ്കിലും അവരെ സഹായിക്കും. യാതൊരു സംശയമില്ല, ഞാൻ ചെയ്യും. വയറിങ്ങനെ വെറുതെ ട്യൂമറാണെന്ന് പറഞ്ഞു, വയറിങ്ങനെ വെറുതെ കിടക്കുന്ന പാവം. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അവർക്ക് എന്നെ കണ്ടപ്പോൾ അവരുടെ മുഖത്തുള്ള ഒരു പ്രതീക്ഷ. അവർ കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പം അമ്മയെ സൗകര്യം പറഞ്ഞ് പുള്ളി ഒന്ന് കണ്ടു നോക്കൂ, എന്തെങ്കിലും വഴി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ ഹോട്ടലിൽ വെച്ച് കണ്ടു. അപ്പോൾ അവർക്കെല്ലാം ആ പ്രതീക്ഷ. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും മറിച്ച് കാർഡിന് കടം വാങ്ങിച്ച് എനിക്ക് സുഖമില്ലെന്ന്, അല്ലെങ്കിൽ എനിക്ക് ഹാർട്ട് അറ്റാക്കാണ്, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്നെങ്കിലും പറഞ്ഞ് ഞാൻ വാങ്ങിച്ച് കൊടുക്കും. ഉറപ്പായിട്ട് ചെയ്യും. എനിക്ക് തീരെ വയ്യ, എനിക്ക് വയ്യെന്ന് പറഞ്ഞാൽ വാങ്ങി അതേ സഹായം അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കടക്കാരനായത്. ഇത്രയും ഭയങ്കര ബാധ്യതയാണ് എനിക്ക്. നിങ്ങളെ മുന്നിലേക്ക് ബാധ്യതയുടെ ഒരു കൂമ്പാരമാണ് ഞാനിപ്പോൾ നിങ്ങളെ മുന്നിൽ നിങ്ങളെ സംസാരിക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കാം എന്നത് എന്ത് ചെയ്യണം, എന്നത് എന്ത് ചെയ്യും, ഇന്നാളിന് കൊടുക്കണ്ടേ, ഇനി അത് പ്രശ്നമാവുമോ, ഇത് പ്രശ്നമാവുമോ. ഇപ്പോഴും ഞാൻ നിങ്ങളെ മുന്നിൽ ഇതെല്ലാം എൻ്റെ മനസ്സിൽ അതൊക്കെ ഉണ്ട്. ഞാൻ സംസാരിക്കുമ്പോഴും എൻ്റെ മനസ്സ് മൊത്തം അതാണ്. ഇതൊക്കെയാണ് അവസ്ഥകൾ. പാമ്പ് എന്നുള്ള ജീവിയല്ല ഞാൻ. യഥാർത്ഥത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാമ്പ് പിടുത്തക്കാരനെ അല്ല ഞാൻ. പാമ്പ് മാത്രമല്ല, ഒരുപാട് കുറുക്കൻ, മുള്ളംപന്നി, മരപ്പട്ടി, അതുപോലെ തന്നെ കീരി, അണ്ണാൻ, ഓട്ടർ, നീർനായ്, കുരങ്ങ്, എന്തെല്ലാം ജീവികളാണ് പിടിച്ചിരിക്കുന്നത്. എന്ത് സാധനം ഞാൻ പിടിക്കാത്തുള്ള നാട്ടിൽ ഇറങ്ങുന്ന എല്ലാ പക്ഷികൾ, എത്ര സ്ഥലം അപകടത്തിൽപ്പെട്ട ബേഡ്സിനെ കൊണ്ടുപോയി സംരക്ഷിച്ചിട്ടുണ്ട്. എത്ര പിന്നെ അപകടത്തിൽപ്പെടുന്ന ആൾക്കാർ, ഞാൻ യാത്ര ചെയ്യുമ്പോൾ അപകടത്തിൽപ്പെടുന്ന ആൾക്കാരെ എത്ര പേരെ ഞാനെടുത്ത് ഹോസ്പിറ്റലിലാക്കുന്നുണ്ട്. പാമ്പ് മാത്രം എൻ്റെ മുന്നിൽ എന്താ പറയുക, എൻ്റെ മനസ്സിൽ തെറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. തെറ്റില്ല എന്ന് പറയുന്ന അപകടത്തിൽപ്പെടുന്നവരെയൊക്കെ ഞാൻ സംരക്ഷിക്കാറുണ്ട്. ആ സംരക്ഷണമാണ് ചില സമയത്ത് നമുക്ക് മോശമായിട്ട് മാറുന്നത്.
നിങ്ങൾ ഒരിക്കലും ഒരു കാര്യം ഒരു ഉപദേശമായി ജനങ്ങളോട് പറയുന്നത്, സഹായിച്ച് പറഞ്ഞവരെ മാത്രമേ സഹായം ചോദിച്ച് പറഞ്ഞവർക്ക് മാത്രമേ സഹായം ചെയ്യാവൂ. ഒരിക്കലും അങ്ങോട്ട് പോയി സഹായം ചെയ്യരുത്. അത് വലിയ പേരുദോഷത്തിനിടയാവും. അതിന് യാതൊരു സംശയവും. എന്ത് സഹായം ഇങ്ങോട്ട് വന്ന് സഹായം ചോദിക്കുന്നവർക്ക് മാത്രമേ സഹായം ചെയ്യാവൂ. അങ്ങോട്ട് പോയി അറിഞ്ഞ് സഹായിക്കരുത്. അറിഞ്ഞാൽ അത് ചെയ്താൽ നിങ്ങൾ എന്നും അവരുടെ ശത്രുവായിരിക്കും. നിങ്ങൾ പേരുദോഷത്തിൻ്റെ ഉടമയായി മാറും. യാതൊരു സംശയവും. എൻ്റെ അനുഭവത്തിൽ ഞാൻ പഠിച്ച പാഠമാണ്. ഓക്കെ ഏട്ടാ, അപ്പം ഇത്രയും നേരം നമ്മുടെ അടുത്ത് സംസാരിച്ചതിന് വളരെ നന്ദി. സന്തോഷം.